പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളുമായി ഇന്ന് നമ്മോടൊപ്പം നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ ദാസി സിസ്റ്റർ മിനി പോളാണ്. കർത്തദാസിയുടെ ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളുമായി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുമ്പോൾ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കേൾക്കാം. കർത്താവിന്റെ ദാസി സിസ്റ്റർ മിനി പോളിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. കർത്തൃദാസി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? കർത്താവിന്റെ ദാസി എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ കുറിച്ച് ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? ഞാൻ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല കുമ്പനാട് എന്ന സ്ഥലത്തു നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ വീട് വെച്ച് താമസിക്കുന്നത് പ്രോപ്പർ സ്ഥലം നെല്ലിമലയാണ്. എനിക്ക് ഹസ്ബൻഡും 2 കുഞ്ഞുങ്ങളുമാണ് ഉള്ളത്. ഹസ്ബൻഡിന്റെ മാതാവും ഞങ്ങളോടൊപ്പം ഉണ്ട്. ഹസ്ബൻഡ് കർത്താവിന്റെ വേലയിലാണ്. ശശീന്ദ്രൻ പോൾ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 2 ആൺകുഞ്ഞുങ്ങളാണുള്ളത്. മൂത്ത മോൻ സാമുവൽ എസ് പോൾ BBA ഏവിയേഷൻ കഴിഞ്ഞതിന് ശേഷം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇളയാള് ഡാനിയൽ എസ് പോൾ, അദ്ദേഹം ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം കർത്താവിന്റെ ദാസിയുടെ ജീവിതത്തിലെ നല്ല അനുഭവങ്ങൾ ഓർമ്മക്കുറിപ്പുകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി തുടർമാനമായി സംസാരിക്കാം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു അവസരം അരോമ TV ചാനലിൽ ചെയ്യുവാൻ എനിക്കൊരവസരം ദൈവം തന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒപ്പം ഇതിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു തന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ അവർക്കുള്ള വന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. അരോമ TV ചാനലിലൂടെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു ചാനലിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് എൻ്റെ ഒരു സിസ്റ്റർ എനിക്കൊരു ലിങ്ക് അയച്ചു തരികയും ആ സാക്ഷ്യം കേട്ട നിമിത്തം പിന്നീട് ഉള്ള എല്ലാ ദിവസങ്ങളിലും ഞങ്ങളൊരു ദൈവവചനം കേൾക്കാനും സാക്ഷ്യം കേൾക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന സമയങ്ങളിലെല്ലാം ഇപ്പോൾ ഞങ്ങൾ 2 പേരും കർത്താവിന്റെ ദാസനും ഞാനും ഞങ്ങൾ പല സാക്ഷ്യങ്ങളും കുഞ്ഞുങ്ങളെയും കേൾപ്പിച്ചു. അങ്ങനെ വളരെ സന്തോഷകരമായ ഈ ചാനലിലൂടെ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ വളരെ ബലപ്പെട്ടതും ധൈര്യം പകരുന്നതുമാണ്. അത് അനേകർ ജീവിതങ്ങൾക്ക് ആശ്വാസമായി തീരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ ജീവിതത്തിൽ അത് ഒത്തിരി ബലം തരുവാനിടയായി തീർന്നു. ധാരാളമായി ഈ പ്രവർത്തനത്തെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ബാല്യകാല ജീവിതത്തിൽ ഞാൻ 1972 മെയ് മാസം 31-ാം തീയതിയാണ് ജനിക്കുവാനിടയായി തീർന്നത്. കോട്ടയം ജില്ലയിലെ എലിക്കുളം എന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ മാതാപിതാക്കൾ ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണ്. ആ മാതാപിതാക്കളുടെ 7 മക്കളിൽ ഇളയവളായിട്ടാണ് ഞാൻ ജനിച്ചത്. എൻ്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സഹോദരനും മറ്റ് 5 സഹോദരിമാരുമാണ് എനിക്കുള്ളത്. അപ്പോൾ തന്നെ എൻ്റെ പിതാവ് ഒരു കൃഷിക്കാരനായിരുന്നു. സാധാരണമായ കുറച്ച് സ്ഥലവും ഒരു ചെറിയ വീടുമായിട്ട് ജീവിക്കുന്ന, മറ്റുള്ളിടങ്ങളിൽ പോയി കൃഷിപ്പണി ചെയ്യുകയും പിന്നെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പാട്ടത്തിന് സ്ഥലമെടുത്ത് കൃഷി ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്ത് വളരെ അധ്വാനിച്ച് കുഞ്ഞുങ്ങളെ പോറ്റി പുലർത്തുന്ന ഒരു അനുഭവമായിരുന്നു എൻ്റെ പിതാവിന് ഉണ്ടായിരുന്നത്. ഓരോ കുഞ്ഞുങ്ങളെ ഈ 6 കുട്ടികൾ, ഞാൻ ഒഴികെയുള്ള 6 കുട്ടികളെയും അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനൊന്നും പിതാവിന് കഴിഞ്ഞില്ല. ഇങ്ങനൊരു സാഹചര്യത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തില് ഒരിക്കലും അവർക്ക് നല്ല ആഹാരമോ ആഡംബരകരമായ വസ്ത്രരീതികളോ ഒന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും മാന്യമായിട്ട് ഒരിടത്തും ആശ്രയിക്കാൻ പോകാതെ എൻ്റെ പിതാവിന്റെ ഇളയ സഹോദരൻ എന്നൊക്കെ പറഞ്ഞ സാമ്പത്തികമായിട്ട് നല്ല നിലവാരത്തിൽ മുൻപോട്ട് പോകുന്നവരാണ്. പലപ്പോഴും ഞാനൊക്കെ ജനിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മോളെ അങ്ങോട്ട് വിട്, ഞാൻ പഠിപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും എൻ്റെ പിതാവിന് താല്പര്യമില്ലായിരുന്നു. ഉള്ളത് കൊണ്ട് സ്വന്തം വീട്ടിൽ തൃപ്തികരമായി സ്വന്തം മാതാപിതാക്കളുടെ കീഴിൽ വളരുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് അത് മനസ്സിലാക്കുകയും അങ്ങനെ തന്നെ മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്ത ഒരു പിതാവായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. ബഹുമാനവും സ്നേഹവും ഞങ്ങൾക്ക് വളരെയധികം ഉണ്ടായിരുന്നു. അത്രത്തോളം ഈ ഒരു കൃഷിപ്പണിക്കാരനായ ആ മനുഷ്യൻ എങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ വളരെ സൂക്ഷിച്ച് വളരെ അധ്വാനിച്ച് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ആ ബഹുമാനവും സ്നേഹവും ഒപ്പം ഞങ്ങളെ ചിട്ടയായ അച്ചടക്കത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ, കാരണം നമുക്കറിയാമല്ലോ 5 പെൺകുട്ടികളാണ്. ഒരു സമൂഹത്തില്
പെൺകുട്ടികളെയൊക്കെ വളർത്തിയെടുക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ 2 സഹോദരിമാർക്ക് ശേഷമുള്ളത് ഒരാൺകുട്ടി, അതിനുശേഷം 3 പെൺകുട്ടികളുടെ താഴെയുണ്ട്. അപ്പോ ആ സഹോദരന് അത്ര പ്രാപ്തിയുള്ളല്ലോ, ആ ഏജ് വ്യത്യാസമൊന്നും ഇവർക്ക് തമ്മിലില്ല. 1-1.5 വയസ്സിന്റെ വ്യത്യാസങ്ങൾ ഇവർ തമ്മിലൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അച്ഛൻ തന്നെയാണ് അമ്മയും അച്ഛനും ചേർന്ന് ഈ കുഞ്ഞുങ്ങളെയൊക്കെ കെയർ ചെയ്യുകയും അവരുടെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകുവാനായിട്ട്, അതുകൊണ്ട് തന്നെ നല്ല അച്ചടക്കത്തില് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മറ്റൊരു വീടുകളിൽ പോകുവാനോ അങ്ങനെ ഒരു കാര്യത്തിനും ഇടയാകാതെ പിതാവ് വളർത്തിയെടുത്തു എന്നുള്ളത് പിന്നീടും ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായിരുന്നു. ഒരു പാട്ട് പാടിയാൽ എനിക്കൊരു പക്ഷെ ഞാൻ ചെറുതിലെ പാടുന്ന പാട്ടുകൾ അത് ഏത് തരത്തിലുള്ള പാട്ടാ എന്ന് പോലും അറിയത്തില്ലെങ്കിലും ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജീവിച്ചു വന്നിരുന്ന പിതാവാണെങ്കിൽ പോലും ഒരു ദൈവഭയമില്ലാത്ത സംസാര രീതിയോ അങ്ങനെയുള്ള പാട്ടുകളോ ഒന്നും പാടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് പാടി, ഞാൻ ഒരിക്കലും ഒരു പാട്ട് പാടിയപ്പോൾ അത് തെറ്റായ ഒരു പാട്ടാണെന്ന് പിതാവ് ഗ്രഹിച്ചിട്ട് മോളെ ഇനി അത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു. ആ ഒരൊറ്റ വാക്ക് മതി അനുസരിക്കാൻ. അത്രയ്ക്ക് ഞങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അങ്ങനെ ഒരു ജീവിതം നയിച്ചൊരു ഒരു പിതാവിനെയാണ് ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ദൈവം തന്നത്. മാതാവും അത്രത്തോളം അച്ചടക്കത്തോടും ആ കുഞ്ഞുങ്ങളെ പോറ്റി പുലർത്താൻ പിതാവിനോടൊപ്പം നിന്ന് അധ്വാനിച്ച മാതാപിതാക്കളായിരുന്നു. എങ്കിലും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സാമ്പത്തിക പ്രതിസന്ധി ഒത്തിരി ഞെരുക്കങ്ങൾ അനുഭവിച്ചതുകൊണ്ട് മൂത്തവർ ചെറിയ ക്ലാസ്സുകളിൽ ഒരു 7ഓ 8ഓ ക്ലാസ്സുകളിൽ 9ാം ക്ലാസ് ഒക്കെ വരുമ്പോഴത്തേനും പഠനം നിർത്തി വീട്ടിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ഇരിക്കുന്ന, അല്ലെങ്കിൽ മുൻപോട്ട് പോകാൻ പറ്റില്ല, അങ്ങനെ ഇരിക്കുന്ന ഒരു അനുഭവമായിരുന്നു. എല്ലാവരും പഠിക്കാൻ സമർത്ഥരായിരുന്നു, എന്നാൽ അത് ടീച്ചേഴ്സിന് പോലും സങ്കടകരമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ മുൻപോട്ട് പഠിപ്പിക്കാനായിട്ട് അച്ഛന് കഴിവില്ലായിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞ പെൺകുട്ടികളെ ആ കാലഘട്ടത്തിൽ ഒരു 17 വയസ്സെന്ന് പറഞ്ഞാൽ വലിയൊരു പ്രായം പോലെ 17-18 വയസ്സാകുമ്പോഴത്തേനും വിവാഹം കഴിച്ചു വിട്ടിരിക്കും. അങ്ങനെ ഓരോരുത്തരെയായിട്ട് എൻ്റെ പിതാവ് വിവാഹം കഴിച്ചു വിടുവാനിടയായി തീർന്നു. പലരും പറഞ്ഞിട്ട് രാജാക്കന്മാർ പോലും ഈ 5 പെൺകുട്ടികളുള്ള, അന്ന് ഞാനില്ലാത്ത സമയം 5 പെൺകുട്ടികളുള്ള ഒരാള് രാജാവാണെങ്കിൽ പോലും പരാജിതനായി പോകുമല്ലോ, താങ്കൾക്ക് ഇത്ര കുഞ്ഞുങ്ങളെയൊക്കെ സമയാസമയങ്ങളിൽ വിവാഹം കഴിച്ചു വിടാനൊക്കെ എങ്ങനെ കഴിയുന്നു എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന സ്ഥലവും വീടും ഒക്കെ ഓരോ വിവാഹത്തിനും വിറ്റ് അവർക്ക് കൊടുക്കാനുള്ള ചെറിയ തുകകൾ കൊടുത്ത് അവരെ വിവാഹം കഴിപ്പിച്ച് വിട്ടിട്ട് ബാക്കി പൈസ കൊണ്ട് കുറച്ച് സ്ഥലം, അതിലും കുറച്ച് സ്ഥലം മേടിച്ച് ഒരു കൊച്ചു വീടും വയ്ക്കും. അങ്ങനെ ഓരോ പെൺകുട്ടികളുടെയും വിവാഹം കഴിക്കും തോറും സ്ഥലത്തിന്റെ അളവ് കുറയുകയും അതുപോലെ തന്നെ സ്ഥലം വിവിധ ഇടങ്ങളിലേക്ക് മാറി പാർത്ത, ആദ്യ സമയങ്ങളിൽ വീട് പാർത്ത സ്ഥലങ്ങളൊന്നും എനിക്ക് പരിചയമേ ഇല്ല. അങ്ങനെ പലയിടങ്ങളിൽ മാറി പാർത്ത് ആണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി. എന്നാൽ പോലും സഹോദരങ്ങളോടോ മറ്റുള്ളവരോടോ കൈനീട്ടി ഒരു കാര്യത്തിനും പോകുവാനായിട്ട് പിതാവ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ ആ മാതാപിതാക്കളെ തന്നതും അവരുടെ ജീവിത രീതികളും ചിട്ടയായ ഇടപാടുകളും എല്ലാം ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. ഇതിനിടയിൽ 6 മക്കൾ ഉണ്ടായിരിക്കുന്ന സമയത്ത് അമ്മ ഗർഭപാത്ര സംബന്ധമായ ഒരു രോഗത്താല് ഭാരപ്പെട്ടു. ഈ 6 ഡെലിവറികളും നടന്നത് വീട്ടിലാണ്. ആ കാലഘട്ടത്തിൽ അങ്ങനെയാണല്ലോ, വീട്ടിലാണ്. എന്നാൽ ഈ രോഗാവസ്ഥ വന്നപ്പോൾ പെട്ടെന്ന് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോയി. അത് എലിക്കുളത്ത് താമസിക്കുമ്പോഴാണ്, എലിക്കുളം എന്ന സ്ഥലത്ത് താമസിക്കുമ്പോഴാണ്. അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കണ്ടപ്പോൾ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത് ഇപ്രകാരമാണ്: ഒരു ഡെലിവറി കൂടി, ഒരു പ്രസവം കൂടി നടന്നാൽ മാത്രമേ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുള്ളൂ എന്ന് പറയുവാനിടയായി തീർന്നു. വീട്ടിലത് ചിന്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അന്നത്തെ സാഹചര്യങ്ങൾ. എന്നാലും അമ്മയുടെ ജീവനെ നിലനിർത്തുവാനായിട്ട് ആ ഡോക്ടർ പറഞ്ഞ പ്രകാരം ഒരു കുഞ്ഞുകൂടി ജനിക്കണം എന്നുള്ള അത് അങ്ങനെ സംഭവിക്കാനിടയായി തീർന്നു. അമ്മ ഗർഭവതിയായി. ഗർഭവതി ആയതിനു ശേഷം ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ നേരെ മൂത്ത ചേച്ചിക്ക് തന്നെ എന്നിൽ നിന്ന് 6 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ ആ ചേച്ചി ഉൾപ്പെടെ എല്ലാവരും ആഗ്രഹിച്ചു ഇതൊരു ആൺകുട്ടിയായിരിക്കും. അവരങ്ങ് ഉറപ്പിച്ചു. മറ്റു മാധ്യമങ്ങളൊന്നുമില്ല, മറ്റു രീതികളൊന്നുമില്ല. അവരങ്ങ് വിശ്വസിച്ച് ഉറപ്പിച്ചു ഇത് ആൺകുട്ടിയാണ്. എൻ്റെ ബ്രദർ ഈ പെൺകുട്ടികളെ എല്ലാം നോക്കാനായിട്ട് അച്ഛൻ തന്നെ പാടുപെടുന്ന കണ്ടപ്പോൾ, 3ാമത്തെ ആളാണ് ബ്രദർ, ഒരാളേ ഉള്ളൂ. അദ്ദേഹം ടാപ്പിംഗ് പഠിച്ചിട്ട് അച്ഛൻ തന്നെ പറ്റില്ല, ഞാനും കൂടെ ഇനി പഠിത്തം അങ്ങ് നിർത്തുക എന്ന് പറഞ്ഞ് ടാപ്പിങ്ങിന് പോയി പഠിച്ചു. അപ്പൊ ആ ടാപ്പിംഗ് ഒക്കെ പതിയെ പഠിച്ച് റബ്ബറൊക്കെ വെട്ടി ഇങ്ങനെ തുടങ്ങിയ സമയത്താണ് എൻ്റെ ജനനം.
അപ്പോ അദ്ദേഹം ആഗ്രഹിച്ചു ഇതൊരു ആൺകുട്ടിയാണെങ്കിൽ റബ്ബറിന് ചില്ലൊക്കെ അടിച്ചു കഴിയുമ്പോൾ ആ ചിരട്ടയൊക്കെ പെറുക്കി വെക്കാനായിട്ട് എനിക്കൊരു കൂട്ടായി എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ്. സഹോദരിമാരെല്ലാം കാത്തിരിക്കുക, ഒരു ചെറുക്കൻ കൂടെ വരാൻ പോവുക എന്ന് പറഞ്ഞ് കാത്തിരിക്കുക. അച്ഛനും അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചു, ഇതൊരു ചെറുക്കനാ, അതുകൊണ്ട് ഇത്രയും താമസിച്ച് ഒടുവിൽ ഒരു കുഞ്ഞിനെ തന്നത് അത് ചെറുക്കനാ, എനിക്കൊരു എന്റെ മൂത്ത മോന് ഒരു കൂട്ടായിട്ട്, എനിക്കൊരാശ്വാസമായിട്ട്. ഇതൊക്കെ അവരങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയൊക്കെ ചെയ്തു. എന്നെ ഹോസ്പിറ്റലിലാണ് പ്രസവിച്ചത്. ഹോസ്പിറ്റലിലേക്ക് അമ്മയെ കൊണ്ടുപോയി പ്രസവിച്ചു. അന്ന് പെട്ടെന്ന് ഫോൺ വിവരങ്ങൾ അറിയിക്കാനുള്ള യാതൊരു മാർഗവും ഇല്ലല്ലോ. അപ്പോൾ അച്ഛൻ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. വീട്ടിലോട്ട് കപ്പയൊക്കെ വാങ്ങിച്ചു, കുഞ്ഞുങ്ങൾ കപ്പയൊക്കെ വാങ്ങിച്ച് വീട്ടിലോട്ട് കയറി വരുമ്പോ പിള്ളേരെല്ലാം കൂടെ ഓടി വന്നു, അച്ഛാ അമ്മ പ്രസവിച്ചു കേട്ടോ. അപ്പൊ അമ്മയുടെ അമ്മയുണ്ട്. അമ്മ അമ്മ കുഞ്ഞ് ഒരു ആശങ്കയോടെ ചോദിച്ചു. മോനെ അതും പെണ്ണാ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛന് ഞാൻ പറഞ്ഞു കേട്ട അച്ഛൻ ആ കയ്യിലിരുന്ന കപ്പ വലിച്ചെറിഞ്ഞെന്നാ പറഞ്ഞു. ഓ അതും പെണ്ണാണോ എന്ന്. എന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ പഠിക്കുമ്പോൾ പലപ്പോഴും ആ വാക്ക് സങ്കടകരമായിട്ടല്ല, എന്റെ കർത്താവിനെ ലോക സ്ഥാപനത്തിന് മുമ്പേ കണ്ടു, അങ്ങനെ ഒരു പെൺകുഞ്ഞ് അവിടെ ജനിക്കണമെന്ന ദൈവത്തിന്റെ പദ്ധതിയാണ്. പിന്നീട് ജീവിതത്തിൽ ആത്മീയ ജീവിതം തുടങ്ങി ദൈവവചനം പഠിച്ചു വന്നപ്പോഴാണ് സർവശക്തനായ കർത്താവ് എന്നോട് കരുണ കാണിച്ച് എന്നെ ഒരു പെൺകുട്ടിയായിട്ട് തന്നെ അവിടെ ജനിക്കുവാൻ ദൈവം അവസരം തന്നതാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നത്. അങ്ങനെ എന്നാൽ അതിൻ്റെതായ വൈരാഗ്യമോ പിണക്കമോ ഒന്നും ഞാൻ ജനനത്തിന് ശേഷം ആർക്കും ഉണ്ടായില്ല. എന്നെ അവർ വാത്സല്യച്ച് തന്നെ വളർത്തുവാനിടയായിരുന്നു. പലപ്പോഴും ഇത് പറയാറുണ്ട്, നീ ഒരു ചെറുക്കനായിരുന്നെങ്കിൽ ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ കഷ്ടപ്പാടുകളുടെ നടുവില് എന്നെയും കൂടെ സംരക്ഷിക്കുവാൻ എൻ്റെ സഹോദരന് കൂടെ ജോലിക്കിറങ്ങി. അല്പം ഞെരുക്കമൊക്കെ ഒന്ന് മാറി തുടങ്ങി. എനിക്ക് പാലുകൂടി മാറുന്നതിന് മുമ്പേ എൻ്റെ അമ്മ ജോലിക്കിറങ്ങി. ഇതുപോലെ തന്നെ പറമ്പിൽ കൂലിപ്പണിക്ക് പോകാനിടയായി തീർന്നു. എൻ്റെ ജ്യേഷ്ഠത്തിമാർക്ക് എന്നിൽ നിന്ന് ഒത്തിരി ഏജ് ഡിഫറൻസ് ഉണ്ട്. അവര് സ്വന്തം അമ്മ, എൻ്റെ ഏറ്റവും മൂത്ത ചേച്ചിയുടെ വിവാഹം കഴിക്കുമ്പോൾ എനിക്ക് 2 വയസ്സേ ഉള്ളൂ. അത്രയ്ക്ക് അപ്പൊ ആ ചേച്ചി എന്നെ ഒരമ്മയെ പോലെ, എൻ്റെ അമ്മയെ പോലെ എന്നെ വീട്ടിൽ നോക്കുകയും പാല് കുടിക്കാൻ സമയമാകുമ്പോൾ കരയുമ്പോ എന്നെയും കൊണ്ട് അമ്മ ജോലി ചെയ്യുന്നിടത്തോട്ട് പോവുകയും ചെയ്യും. ചില ദിവസങ്ങളിൽ അവിടെ തന്നെ ആ പറമ്പിൽ തൊട്ടിലിട്ട് കിടത്തി ഉറക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതത്തിന്റെ ആരംഭം. എന്നാൽ ഒരിക്കലും ഈ പറഞ്ഞതുപോലെ എൻ്റെ ബ്രദർ വളർന്നു വന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട, എനിക്ക് യോജിക്കുന്ന ഉടുപ്പുകൾ മേടിച്ച് തയ്പ്പിച്ചു തരികയും നല്ല റെഡിമെയ്ഡ് ഉടുപ്പുകളൊക്കെ വാങ്ങി എന്നെ അത്രയ്ക്ക് എല്ലാവരും വാത്സല്യിച്ചു. ഏറ്റവും ഇളയതും ഒത്തിരി ഏജ് ഡിഫറൻസും ഉണ്ടായതുകൊണ്ട് വാത്സല്യിച്ചു. എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചു. പക്ഷെ ഈ പിതാവും സഹോദരനും തമ്മിൽ ഞങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാല്, എനിക്ക് അച്ഛനോട് അല്പം കുസൃതി ചെയ്യാനോ അല്ല കുറച്ച് സന്തോഷ പ്രകടനമൊക്കെ കൂടുതൽ നടത്താനൊന്നും ഭയമില്ല, അങ്ങനെ അത്ര അടുപ്പമാണ്. എന്നാൽ ആങ്ങളയോട് അങ്ങനല്ല, അപ്പനേക്കാൾ പേടിയും ബഹുമാനം. വെച്ചാൽ അദ്ദേഹം വഴക്ക് പറയുന്നുള്ളതല്ല, പെൺകുട്ടികളൊക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് അത്രയും കാര്യം ആ ഒരു കാലഘട്ടത്തിലും കൂടി ആയതുകൊണ്ട് ആ ഒരു ഇങ്ങനെ ഡിസ്റ്റൻസ് വെച്ച് സ്നേഹിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അച്ഛനോട് ഒരു സാധനം മേടിച്ചു തരാൻ ഞാൻ ഓടിച്ചാടി ചെന്ന് പറയുമായിരുന്നു. എന്നാൽ ആങ്ങളോട് ചെന്ന് പറയാനായിട്ട് ഞാൻ വാതിലിന്റെ മറവിൽ നിന്ന് പതിയെ പറയത്തുള്ളായിരുന്നു, എനിക്ക് ഇച്ചിരി പൈസ വേണം, സ്കൂളിൽ പോകണം, ഇതൊക്കെ പറയുന്ന അങ്ങനെയായിരുന്നു. എങ്കിലും വളരെ ഉത്തരവാദിത്വം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു ദിവസം പോലും അദ്ദേഹം, പിന്നീട് ടാപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം പെയിന്റിങ് പഠിച്ചു, പെയിന്റിങ് വളരെ നന്നായിട്ട് ചെയ്തു, കോൺട്രാക്ടർ വർക്കുകൾ എടുത്തു, വർക്ക് ചെയ്യാൻ തുടങ്ങി, വീടിന്റെ അവസ്ഥകളെല്ലാം മാറി. ഈ പെൺകുട്ടികളെ അച്ഛൻ വിവാഹം കഴിച്ച് വിടുന്നതിന് ഒപ്പം നിന്ന് 2 പെൺകുട്ടികളെ, മൂത്തവരെ വിവാഹം കഴിക്കുന്നതിൽ മാത്രം അധികം ഒന്നും ചെയ്യാൻ അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ താഴെയുള്ള പെൺകുട്ടികളെയൊക്കെ വിവാഹം കഴിച്ചു വിടുന്ന കാര്യത്തില് അച്ഛനോടൊപ്പം അതിനേക്കാൾ ഉത്തരവാദിത്വം എന്ന് പറയത്തക്ക രീതിയിൽ നിന്ന് സാമ്പത്തിക കാര്യങ്ങളിൽ അദ്ദേഹം അധ്വാനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾക്ക് ബഹുമാനവും സ്നേഹവുമുള്ള മാതാപിതാക്കളോടൊപ്പം ബഹുമാനം കൊടുക്കുന്ന ഒരാളായിരുന്നു ഞങ്ങളുടെ ഏക സഹോദരൻ. അദ്ദേഹം ഞങ്ങളെ 2 പെൺകുട്ടി, എൻ്റെ നേരെ മൂത്ത ചേച്ചി ഞാനും മാത്രം നിൽക്കെ മറ്റുള്ളവരെല്ലാം വിവാഹം കഴിച്ചു വിട്ടതിന് ശേഷം അദ്ദേഹം വിവാഹിതനാകുവാനായിട്ടിട. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അദ്ദേഹം വിവാഹം കഴിക്കുന്ന 27ാമത്തെ വയസ്സിലാണ്. ഇന്ന് 27ാമത്തെ വയസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ജോലി സംബന്ധമായി അങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ.
കുറച്ചുകൂടെ ഏജ് ഒക്കെ ആയിട്ടാണ് പലരും വിവാഹം കഴിക്കുന്നത്. എന്നാൽ അന്ന് 27 വയസ്സായി ഇതുവരെ വിവാഹം കഴിച്ചില്ല എന്ന് പറയുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലായിരുന്നു. അപ്പോ വീട്ടിലേക്ക് ഒരു ചേച്ചി വരുന്നു, ഞങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളിന്റെ സഹോദരന്റെ വൈഫ്, ആ ഒരു പെൺകുട്ടി വരുന്നു എന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം. 16 പെൺകുട്ടികളെ വിവാഹത്തിനായി കണ്ടുവെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ 16ാമത്തെ ഒരു പെൺകുട്ടി വീട്ടിലേക്ക് കടന്നു വന്നു. ഞങ്ങൾ രണ്ടുപേരും പെൺകുട്ടികളെ ഉള്ളു. ഇനി പിന്നെ അവിടെ മറ്റുള്ളവരെല്ലാം വിവാഹിതരാണല്ലോ. പിന്നെ മാതാപിതാക്കൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വളരെ സന്തോഷത്തോടെ പോകുന്ന ഒരു സമയമാണ്. അങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്ത് ചില നാളുകൾ മുൻപോട്ട് പോയപ്പോഴേ ഞങ്ങളുടെ ചിന്തകൾക്കൊക്കെ അപ്പുറമായിട്ടൊരു സ്വഭാവ രീതി ആ സഹോദരിയിൽ കാണുവാനിടയായി തീർന്നു. ഞങ്ങൾ അച്ഛന് തുല്യമായിട്ട് സ്നേഹിക്കുന്ന ഞങ്ങളുടെ സഹോദരൻ ആ അതേ ബഹുമാനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ചേച്ചിക്ക് എന്നെ ഉൾപ്പെടെ, അന്ന് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതേ ഉള്ളൂ, എന്നെ ഉൾപ്പെടെ സ്നേഹിക്കാനോ കരുതാനോ ഒന്നും കഴിയുന്നില്ലെന്നും മാത്രമല്ല, ജോലി കഴിഞ്ഞ് അദ്ദേഹം വരുമ്പോ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കുന്നതിന് മുൻപേ ഒത്തിരി കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തിന് മനസ്സിടിഞ്ഞു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ പോലും വെള്ളം എടുത്തു കൊടുത്തിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ കുറേ സമയം കഴിഞ്ഞതിന് ശേഷമാണ് ആ റൂമിൽ നിന്ന് അവർ ഇറങ്ങി വരുന്നത്. അപ്പോഴേക്കും എൻ്റെ ബ്രദറിന്റെ മുഖമൊക്കെ വാടി അല്പ ദേഷ്യത്തോടു കൂടിയൊക്കെ ആയിരിക്കും പിന്നീട് വന്ന് ഊണ് കഴിക്കാൻ വരുന്നത്. അങ്ങനെ ദിവസങ്ങൾ മുമ്പോട്ട് പോകുമ്പോ ഈ സഹോദരിയിൽ കാണുന്ന മാറ്റങ്ങൾ, ഞങ്ങളോടുള്ള സ്നേഹമില്ലായ്മ, അകൽച്ച, ഞാൻ ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ചു ചെല്ലുമ്പോ എന്നോട് കാണിക്കുന്ന നിസ്സഹകരണം, ഇതൊക്കെ കണ്ടപ്പോ ഏകദേശം എൻ്റെ മാതാപിതാക്കൾക്ക് കാര്യം പിടികിട്ടി. ചുരുക്കി പറഞ്ഞാല് 8ാമത്തെ മാസം, വിവാഹം കഴിഞ്ഞതിന് ശേഷം 8ാമത്തെ മാസം ഞങ്ങളുടെ ബ്രദർ വീട്ടിൽ നിന്ന് വാടക വീട്ടിലേക്ക് മാറുവാനിടയായി തീർന്നു. ഒരു വാക്ക് പോലും പറയാതെ അമ്മയോടും അപ്പനോടും ഒക്കെ വളരെ അകന്ന മനസ്സോടുകൂടി അവിടുന്ന് പോയി. ഞങ്ങൾക്ക് ഒരു മരണവീട് പോലെയാണ് അത് തോന്നിയത്. ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ആൾ അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ ഞങ്ങൾ നിലവിളിച്ചു. ഒരു മരണവീട്ടിലെ നിലവിളി പോലെയായിരുന്നു അവരിറങ്ങി സാധനങ്ങളുമായിട്ട് പോകുമ്പോൾ. പിന്നീട് ആശ്വസിപ്പിച്ചു. അവരുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ അവർ പോയത്, പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ അതൊന്നും ഒരു പ്രോബ്ലം അല്ല, അത് സാധാരണമാണ്. എന്നാൽ അന്ന് അത് സഹിക്കാവുന്നതിലൊക്കെ അപ്പുറമായത്, പ്രത്യേകിച്ച് ഒരേ ഒരു സഹോദരൻ. പിന്നീട് എൻ്റെ മൂത്തയാള് പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം. പിന്നെ ജീവിതത്തില് അച്ഛൻ മാത്രമായി ഞങ്ങൾക്ക് ആശ്രയം. അച്ഛൻ ഞങ്ങളെ സഹായിക്കാനും ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കുവാനും അധ്വാനിച്ചു, കഠിനമായി അധ്വാനിച്ചു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പ്രീ ഡിഗ്രിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. എൻ്റെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഈ വീടുകൾ മാറി പോകുന്നത് കൊണ്ട് 1ഉം 2ഉം ക്ലാസ്സുകളിലാണ് ഞാൻ ജനിച്ച ജന്മസ്ഥലത്ത് ഞാൻ പഠിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ പഠിച്ചത് 3 മുതൽ 9ാം ക്ലാസ്സിന്റെ ഓണപ്പരീക്ഷ വരെയുള്ള സമയം ഒരു സ്കൂളിൽ. അതിനുശേഷം ഒരു ചേച്ചിയെ വിവാഹം കഴിക്കാൻ വേണ്ടി ആ സ്ഥലം വിൽക്കുന്നു, വേറെടുത്ത് വാങ്ങുന്നു. അപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് പഠനത്തെയൊക്കെ എനിക്ക് അതൃപ്തിയോടെ കണ്ടു. നന്നായിട്ട് പഠിക്കാൻ ഉത്സാഹിച്ച സമയത്ത് 9ാം ക്ലാസ്സിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക്, ഞാൻ അതുവരെ ഗേൾസ് മാത്രമുള്ള സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെയുള്ള എല്ലാ സ്വാതന്ത്ര്യവും സന്തോഷവും, ടീച്ചേഴ്സൊക്കെ വളരെ അടുത്തിടപെട്ട ഈ സമയത്ത് മറ്റൊരിടത്തേക്ക് പോയപ്പോൾ അവിടുത്തെ അധ്യാപകരോട് എനിക്ക് അടുക്കാൻ പറ്റുന്നില്ല. ഒരു മിക്സർ ക്ലാസ്സിലാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. ആ സ്കൂളിലെ എല്ലാ ക്ലാസ്സുകളും മിക്സർ ക്ലാസ്, ആൺകുട്ടികളും. എനിക്കത് ഉൾക്കൊള്ളാനേ പറ്റാത്തൊരവസ്ഥ. അവിടെ ചെന്നിട്ട് എനിക്ക് സ്കൂളിൽ പോകണമെന്നേ ഇല്ല. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ആ സ്കൂളിൽ പോകാനായിട്ട് താല്പര്യമില്ലാതെ ഇരുന്നു. ഒരു ദിവസം പോയാൽ പിറ്റേ ദിവസം പോകത്തില്ല. 9ാം ക്ലാസ്സിലാണ്. അപ്പോ ഓണപ്പരീക്ഷയും കഴിഞ്ഞിട്ടാണ് അവിടെ ആ സ്കൂളിലോട്ട് പോകുന്നത്. അവിടെ ചെന്ന് ടീച്ചേഴ്സിന് എന്നെ പരിചയമില്ലല്ലോ, ഞാൻ പഠിക്കുന്നതായിരുന്നോ ഒന്നൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് അവര് ഈ ആൺകുട്ടികളുടെയൊക്കെ, അതാണ് ഏറ്റവും എനിക്ക് ഷോക്കാവുന്നത്, ആൺകുട്ടികളുടെ മുമ്പേ ഇട്ട് എന്നെ പരിഹസിക്കാൻ തുടങ്ങി. നീ മാവേലി വരുന്നത് പോലെ വല്ലപ്പോഴും വരുന്നതേ ഉള്ളല്ലോ എന്നൊക്കെ ചോദിച്ചു. അത് പറയുമ്പോൾ പിറ്റേ ദിവസം ഞാൻ പോകത്തില്ല, നോട്ട്സ് എഴുതി എടുക്കാറില്ല, പഠിക്കാൻ ഒട്ടും താല്പര്യമില്ല. വഴക്ക് പറഞ്ഞ ടീച്ചേഴ്സിന്റെ സബ്ജക്റ്റ് ഒട്ടുമേ പഠിക്കത്തില്ല, പഠിക്കാൻ മനസ്സ് വരുന്നില്ല. ഇങ്ങനെയായപ്പോ വഴക്ക് കൂടി ക്രിസ്മസ് എക്സാം വന്നു. വീട്ടിൽ ഇതൊന്നും ഞാൻ പറയുന്നില്ല. ക്രിസ്മസ് എക്സാം വന്നപ്പോ പല വിഷയങ്ങൾക്കും ഞാൻ തോറ്റുപോയി. അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് 1ാം ക്ലാസ് തൊട്ട് 9ന്റെ ഓണപ്പരീക്ഷ വരെ ഉണ്ടായിട്ടില്ല. അധ്യാപകർ എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് ഞാൻ അഭിമാനമായിട്ടാണ് നിന്നിട്ടുള്ളത്. പക്ഷെ 9ാം ക്ലാസ്സിന്റെ റിസൾട്ട് എന്നെ പോലും അതിശയിപ്പിച്ചു. ഞാൻ വിഷയങ്ങൾക്ക് തോൽക്കാറില്ല, എന്നാൽ അന്ന് പല വിഷയങ്ങൾക്കും തോറ്റുപോയി. അന്ന് പിന്നെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഈ വിഷയം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ നീ 9ഉം തോക്കും, 9ലും ജയിക്കില്ല, നീ 10ാം ക്ലാസ്സിൽ ജയിക്കത്തില്ല ഈ പോക്ക് പോയാൽ എന്ന് പറഞ്ഞ് ശാസിച്ചതേ ഉള്ളൂ. എൻ്റെ മാനസിക അവസ്ഥകളോ ഒന്നും മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് ആർക്കും പറ്റിയില്ല.
ഈ വാക്കുകൾ കേട്ടപ്പോൾ എനിക്കൊരു ഭയം, അയ്യോ ഞാൻ 9 തോറ്റു പോകും, ഇതിൽ തോറ്റിട്ടില്ല. അതിനുശേഷം ഞാൻ സ്വയം ചില തീരുമാനം എടുത്തു, പഠിക്കണം, ആരെന്തായാലും. ഞാൻ നോട്ട്സ് കളക്ട് ചെയ്തു, അധ്വാനിക്കാൻ തുടങ്ങി. എനിക്ക് 9ാം ക്ലാസ് പാസ്സാകാനിടയായി. സെയിം സ്കൂളിൽ തന്നെ 10ാം ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ അധ്യാപകരെല്ലാം എന്നോട് ഇണങ്ങി. എനിക്ക് നല്ല സപ്പോർട്ട് തരുന്നവരായിരുന്നു 10ാം ക്ലാസ്സിലെ അധ്യാപകർ. അവരെല്ലാം എന്നെ സ്റ്റാഫ് റൂമിൽ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറഞ്ഞു തരികയും എല്ലാം ചെയ്ത് 10ാം ക്ലാസ്സിൽ മുൻപോട്ട് പോയ ഫൈനൽ എക്സാം വരിക. അപ്പോഴത്തെ എന്റെ പിതാവ് പിന്നെ ആ ഒരു ഡയലോഗ് പറഞ്ഞു, 10ാം ക്ലാസ്സിലാ, നീ ജയിക്കുമോ? ഞാൻ പറഞ്ഞു, ജയിക്കും അച്ഛാ. അത് നീ സ്ഥിരം പറയുന്ന കാര്യമല്ലേ. ഞാൻ പറഞ്ഞു, ഞാൻ തോറ്റിട്ടില്ലല്ലോ, ഈ ഒരു പ്രാവശ്യമല്ലേ വന്നിട്ടുള്ളൂ, ഞാൻ ജയിക്കും. എനിക്കത്ര ഉറപ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോ എനിക്ക് ഉറപ്പില്ലെന്നായി. അതുവരെ ഉണ്ടായിരുന്ന ഉറപ്പും കൂടെ പോയി. അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ അധ്വാനിക്കാൻ തുടങ്ങി. എനിക്കറിയാം രാത്രികളെ പകലാക്കി. അത് അന്നത്തെ രാത്രി എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണ വിളക്കേ ഉള്ളൂ, ലൈറ്റ് ഇല്ല. അപ്പോ മണ്ണെണ്ണ വിളക്കിനകത്തെ മണ്ണെണ്ണയുടെ അളവ് കുറയുമ്പോ അതിങ്ങനെ ഡിമ്മായിട്ട് വരുമ്പോ പറയും, യോ കുഞ്ഞെ മണ്ണെണ്ണയില്ല, കെടുത്തിട്ട് കിടക്കാൻ നോക്കുക. ആ പഠിക്കുന്നതിനെ കുറിച്ചുള്ള അത്ര എന്റെ ടെൻഷൻ അവർക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് മുഴുവൻ ഇരുന്ന് പഠിച്ചാലേ കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ പലതരത്തിലുള്ള പ്രതികൂലമായ സാഹചര്യത്തിലൂടെയാണെങ്കിൽ 10ാം ക്ലാസ് എഴുതിയപ്പോഴൊക്കെ ഞാൻ നല്ല കോൺഫിഡൻസോടുകൂടി എഴുതിയിട്ട് വന്നു. അന്ന് തൊട്ട് റിസൾട്ട് വരുന്നിടം വരെ എല്ലാവരും ചോദിച്ചോണ്ടിരിക്കും, നീ ജയിക്കുമോ? സാധാരണ ചോദിക്കുന്ന. അപ്പൊ എനിക്കിത് ഭയങ്കര ടെൻഷനുള്ള ചോദ്യമാണ്. ഞാൻ അച്ഛനോട് പറഞ്ഞു, ഞാൻ ജയിക്കും. റിസൾട്ടിന് വേണ്ടി പോകുമ്പോ എന്റെ ചങ്ക് പടപെടാന്നിരിക്കുക. അന്ന് മറ്റു മാധ്യമമൊന്നും, സ്കൂളിൽ ചെന്ന് വേണമല്ലോ റിസൾട്ട് അറിയാൻ. അവിടെ ചെന്ന് റിസൾട്ട് അറിയാനായിട്ട് ചെന്നപ്പോ എന്റെ കണ്ണെല്ലാം മങ്ങി. ഇനി നമ്പർ ഉണ്ടെങ്കിൽ തന്നെ കാണത്തില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാന് ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും ഒന്നും നോക്കേണ്ട കാര്യമില്ല. 3rd ക്ലാസ്സിലുണ്ടോ അവിടേക്ക് ഞാൻ നോക്കി, എന്റെ പേരില്ല, എന്റെ നമ്പരില്ല. എന്റെ ബോധം പോയതുപോലെ ഞാൻ തോറ്റു. ഇനി ഞാൻ എങ്ങനെ? 10ാം ക്ലാസ് ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഇപ്പോഴും എപ്പോഴും. അന്നപ്പോ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണല്ലോ 10ാം ക്ലാസ്സിന്. അപ്പൊ ഞാൻ നോക്കി. പിന്നെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് നോക്കിയപ്പോ എന്റെ നമ്പർ കിടപ്പുണ്ട്. ദൈവത്തിന് മഹത്വം. അതിനു മുൻപ് സംഭവിച്ച ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താം. ഞാന് ക്രിസ്ത്യൻ സ്കൂളുകളിലാണ് പഠിച്ചത്. പക്ഷേ വീട്ടിലെ സാഹചര്യങ്ങൾ, എന്റെ പിതാവ് ഒരു മന്ത്രവാദിയും കൂടിയായിരുന്നു. അദ്ദേഹം അത് ഈ കൂലിപ്പണി ചെയ്യുമ്പോൾ തന്നെ ഈ മന്ത്രവാദത്തിൻ്റെതായ അവർ കുടുംബമായിട്ട് പലരും മന്ത്രവാദികളാണ്. അപ്പോൾ ഈ തലമുറയിൽ എൻ്റെ പിതാവായിരുന്നു മന്ത്രവാദിയായിട്ട്. അത് പലർക്കും ഗുണത്തിനും ദോഷത്തിനും ഒക്കെ ആയിട്ട് അദ്ദേഹം ആ പ്രവൃത്തികൾ ചെയ്യും. നമ്മളുടെ ഉദ്ദേശം നമ്മുടെ ഉപജീവന മാർഗത്തിന് ഒരു മാർഗമായിട്ടായിരിക്കാം എൻ്റെ പിതാവ് കണ്ടതെങ്കിലും അത് വലിയ ശാപത്തിനും ഭാരത്തിനും, അത് ഞാൻ തുടർന്ന് പറയുമ്പോൾ മനസ്സിലാവും, അതിൻ്റെ ഒരു തിക്ത ഫലങ്ങൾ ഒത്തിരി അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പിതാവായതുകൊണ്ട് ക്രിസ്ത്യൻ സ്കൂളുകളിൽ പഠിക്കുന്നതിന് കുഴപ്പമില്ല, ക്രിസ്തീയ പാട്ടുകൾ പാടാനോ അപ്പോൾ തന്നെ യേശുവിനെ കുറിച്ച് അങ്ങനെയുള്ളൊരു സാഹചര്യം എനിക്ക് അവിടെ ഉണ്ടായിട്ടില്ല. അവിടെ എങ്ങും ഇങ്ങനെ സുവിശേഷകർ വന്നതായിട്ടും എനിക്ക് ഓർമ്മയേ ഇല്ല. അപ്പോൾ ഒരു ദിവസം എൻ്റെ മൂത്ത ജ്യേഷ്ഠത്തി വിവാഹശേഷം പലപ്പോഴും രോഗിയായി തീർന്നു. അങ്ങനെ രോഗിയായി പലപ്പോഴും തീർന്ന് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി മടുത്തപ്പോ അവിടെ എവിടെയോ കോട്ടയത്ത് ഒരു പ്രാർത്ഥനാ കൂട്ടത്തിൽ പോയി ചേച്ചിക്ക് സൗഖ്യം കിട്ടി. ഇത് ഞങ്ങൾക്ക് വലിയ അതിശയവും സന്തോഷമൊക്കെയാണ്. ചേച്ചി പോവുകയും സന്തോഷിക്കുകയും പാടുകയൊക്കെ ചെയ്യും. ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ നല്ല പാട്ടുകൾ പാടും. അക്കരയ്ക്ക് യാത്രയും സിയോൻ സഞ്ചാരി എന്നുള്ള പാട്ടൊക്കെ ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഞങ്ങളതിങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടി നടക്കും. പാട്ടൊക്കെ അച്ഛന് ഇഷ്ടമാണ്, പക്ഷേ ഇങ്ങനെ നമ്മൾ അവിടെ അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഒടുവില് എന്നോട് ചേച്ചി പറഞ്ഞു, മോളെ നീ പത്തി തൂക്കുമെന്ന് പല പ്രാവശ്യം പലരും പറഞ്ഞ് ഞാൻ കേട്ടല്ലോ, നിനക്ക് ധൈര്യം ഇല്ലെങ്കിൽ വാ, ചേച്ചിയുടെ കൂടെ വാ, ഒരു ദിവസം വാ, ഒന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. എനിക്ക് കുഴപ്പം ഒന്നുമില്ല. ഞാൻ ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ചത് കൊണ്ടും യേശുവിനെ കുറിച്ചൊന്നും അറിയില്ല. എങ്കിലും ചേച്ചിക്ക് സൗഖ്യം കിട്ടിയല്ലോ, അപ്പൊ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവമാണെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായി. ഞാന് ചേച്ചിയുടെ കൂടെ ഒരു ദിവസം അച്ഛൻ അറിയാതെ പ്രാർത്ഥനയ്ക്ക് പോയി. സമയം പോകുന്തോറും എനിക്ക് പേടി, അച്ഛൻ വീട്ടിൽ വരുന്നതിന് മുമ്പ് എനിക്ക് വീട്ടിലെത്തണം. അച്ഛൻ അറിയാതെ പോയി. അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. അവിടെയുള്ള വ്യക്തി അദ്ദേഹം പ്രാർത്ഥിച്ചു, എന്റെ തലയെ കൈവച്ചു പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വസിച്ചു, ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് ജയം തരണം, യേശുവെ അങ്ങനെ സഹായിക്കണം. ഇത്ര എനിക്ക് അറിയാൻ പറ്റത്തില്ല. അത്രയും പറഞ്ഞു, മനസ്സിൽ പ്രാർത്ഥിച്ചു. പിന്നെ ഞാനങ്ങ് ഫ്രീ ആയി, മനസ്സ് ഫ്രീ ആയി. റിസൾട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അന്നേരമൊക്കെ എനിക്ക് ഭാരം വന്നെങ്കിലും സെക്കൻഡ് ക്ലാസ് മാർക്ക് എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ യേശു കർത്താവ് എനിക്ക് വേണ്ടി നൽകി തന്നതാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായി. എൻ്റെ യേശു, അത് ഞാൻ പലരോടും പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ഈ ഒരു അത്ഭുതം നടന്നത് എൻ്റെ പഠനം കൊണ്ടല്ല,
കാരണം ഞാൻ തൽക്കാലം ഒന്ന് ജയിച്ചേനെ. പക്ഷേ ഈ സെക്കൻഡ് ക്ലാസ് മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഈ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം പ്ലസ് ടു പ്രീ ഡിഗ്രി പഠിക്കാനായിട്ട് എന്നെ വിട്ടു. എന്റെ നേരെ മൂത്ത ചേച്ചി പ്രീ ഡിഗ്രി പഠിച്ചതാണ്. അതുകൊണ്ട് അത് ചേച്ചി എടുത്തത് തേർഡ് ഗ്രൂപ്പ് ആയിരുന്നു. ഞാൻ ചോദിച്ചു, എനിക്ക് ഈ ഗ്രൂപ്പിനെ കുറിച്ചൊന്നും അന്ന് പരിചയമില്ല, നമുക്ക് മറ്റു മാർഗം ആരെല്ലാം പറഞ്ഞു തന്നാലേ അറിയാവൂ. ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, നീ തേർഡ് ഗ്രൂപ്പ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് സയൻസും മാത്സും ആണ് ഏറ്റവും ഇഷ്ടം. അത് ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നതാണെന്ന് പോലും അന്നത്തെ അറിവിന്റെ പരിമിതി കൊണ്ട് എനിക്കറിയില്ലായിരുന്നു. ഞാൻ കോളേജിൽ ചെന്നു. എന്റെ പിതാവ് വളരെ കഷ്ടപ്പെട്ട് പുസ്തകങ്ങൾ, കോളേജിലെ പുസ്തകങ്ങളുടെ വിലയല്ലേ, വളരെ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി എനിക്ക് പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു തന്നു. ഞാൻ വാഴൂര് NSS കോളേജിലാണ് ഞാൻ ചേർന്ന് പഠിച്ചത്. അവിടെ ചേർന്ന് പഠിച്ച് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവര് പറയുന്നു, ഗ്രൂപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ അയ്യോ, എനിക്ക് വലിയ സന്തോഷം. ഈ ഗ്രൂപ്പിൽ, ആർട്സ് ഗ്രൂപ്പിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റുകളാണ് ഈ ഹിസ്റ്ററിയും എക്കണോമിക്സും ഒക്കെ. അപ്പൊ ഞാൻ പെട്ടെന്ന് അച്ഛനോട് എന്ന് പറഞ്ഞു, ആ ഗ്രൂപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റും, എനിക്ക് പിന്നെ സയൻസോ മാത്സോ ഉള്ള സബ് ഗ്രൂപ്പുകൾ ഞാൻ എടുത്തോളാം, സെക്കൻഡ് ഗ്രൂപ്പോ ഫസ്റ്റ് ഗ്രൂപ്പോ ഒക്കെ കിട്ടും എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, പുസ്തകങ്ങളെല്ലാം വേറെ വാങ്ങണം. ഇത് തന്നെ വാങ്ങി തന്നതിനെ കുറിച്ച് അച്ഛന് വളരെ കഷ്ടപ്പെട്ട. അച്ഛൻ പറഞ്ഞു, മോളെ ആഗ്രഹമൊക്കെ നല്ലതാണ്, യാതൊരു മാർഗവും അച്ഛനില്ല, നീ ആ ഗ്രൂപ്പ് തന്നെ അങ്ങ് പഠിച്ചാൽ മതി. ഏതായാലും പ്രീ ഡിഗ്രി എന്നല്ലേ പറയുന്നത്, അത് ഏത് ഗ്രൂപ്പ് എടുത്താലും നീ ജയിക്കും, അങ്ങനെ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു. അല്പം നിരാശയും വേദനയൊക്കെ ഉണ്ടായെങ്കിലും എൻ്റെ അച്ഛൻ്റെ സാഹചര്യം ഞാൻ കണ്ടു വന്നതുകൊണ്ട് ഞാൻ പിന്നെ നിർബന്ധിച്ചൊന്നുമില്ല. ഞാൻ തേർഡ് ഗ്രൂപ്പ് തന്നെ പഠിച്ചു, പാസ്സായി. അവിടെ പിന്നെ എനിക്ക് വളരെ ഉത്സാഹമായി. 10ാം ക്ലാസ്സിലായിട്ട് ടൈറ്റ് ഒക്കെ എൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ട് വളരെ ഉത്സാഹത്തോടെ പഠിച്ചു. പരസ്പരം ഷെയർ ചെയ്ത് പഠിക്കുകയൊക്കെ ചെയ്തു. പ്ലസ് ടു പ്രീ ഡിഗ്രി പാസ്സായി കഴിഞ്ഞപ്പോൾ വീട്ടിൽ വിവാഹപ്രായമായല്ലോ. ഇനി അവർക്ക് മറ്റൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല, പഠനം അതൊക്കെ ഇവിടെ നിർത്തിയേക്കാം, ഇനി വിവാഹം കഴിച്ചു വിടണം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒത്തിരി പഠിക്കണം. പക്ഷെ എനിക്ക് അന്ന് അച്ഛൻ സപ്പോർട്ടായിരുന്നു. പക്ഷെ അമ്മ 100% എതിർത്തു. ഇനി പഠിക്കുകയൊന്നും വേണ്ട, എനിക്ക് നിന്നെയും കാത്തിരിക്കാൻ ഇവിടെ പറ്റത്തില്ല എന്ന് ഒരു രണ്ടാനമ്മമാര് പറയുന്നത് പോലെയുള്ള വാക്കുകൾ എന്നോട് അമ്മ പറയാൻ തുടങ്ങി. എനിക്കത് ഭാരമായി തീർന്നു. അയ്യോ, എന്റെ പഠനത്തെ കുറിച്ച് അമ്മയ്ക്ക് ബോധ്യമില്ലാത്തതുകൊണ്ടാണല്ലോ. ഞാൻ പ്ലസ് ടു പാസ്സായി, അപ്പൊ ഇനി എനിക്ക് ഡിഗ്രി എടുക്കണം എന്ന് പറഞ്ഞു. വേണ്ട, എന്തെങ്കിലും ടൈപ്പോ ഷോർട്ട് ഹാൻഡോ എല്ലാം പഠിച്ചിട്ട് നീ പൊക്കോ, നിന്നെ അതിന് പോലും വിടണ്ട, നിന്നെ കല്യാണം കഴിപ്പിച്ചു വിടാം. എന്നെ ഒരു വർഷം കോളേജ് വിട്ടില്ല, ഒന്നും പഠിക്കാൻ വിട്ടില്ല. ഈ ടൈപ്പ് ഷോർട്ട് ഹാൻഡ് പഠിക്കാനും ചില ബാങ്ക് ടെസ്റ്റുകളൊക്കെ എന്റെ നിർബന്ധം കൊണ്ട് ഞാൻ എഴുതി. പക്ഷെ ജോലിക്ക് സാധ്യത വന്നൊക്കെ ട്രിവാൻഡ്രമാണ്, കോട്ടയം ജില്ലയിൽ താമസിക്കുന്ന എന്നെ കോട്ടയത്ത് തന്നെ ടെസ്റ്റിന് പോകുമ്പം എൻ്റെ കൂടെ ആൾക്കാർ വരിക. അപ്പോ തിരുവനന്തപുരത്ത് എനിക്ക് ജോലി സാധ്യത വന്നപ്പോ അമ്മ നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി. ഞാൻ നശിച്ചു പോയി എന്നുള്ള രീതിയിൽ അത്രയ്ക്ക് കരച്ചില്ല. അപ്പോ പിന്നെ ഞാൻ അതൊന്നും ബുദ്ധിമുട്ടിച്ചില്ല. ഞാൻ ഇനി മുൻപോട്ട് തന്നെ പോയി. ദൈവത്തിന്റെ കരുണയാൽ ആ വർഷം വിവാഹമൊന്നും നടന്നില്ല. പിന്നെ ഞാൻ അച്ഛനോട് ശാഠ്യമായിട്ട് പറഞ്ഞു, എനിക്ക് ഡിഗ്രിക്ക് പോയേ ഒക്കത്തുള്ളൂ, എനിക്ക് പഠിക്കണം. മക്കളുടെ ആഗ്രഹമല്ലേ, നമുക്ക് നീ പഠിച്ച കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടുമോ നോക്കാം, അവിടെ ആണെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ അവിടെ NCCയുടെ NSSന്റെ നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രവർത്തകയൊക്കെ ആയിട്ട് നിന്നതുകൊണ്ട് അധ്യാപകർക്കൊക്കെ നല്ല അറിവുണ്ട്. എനിക്ക് അവിടെ അഡ്മിഷൻ എടുത്തു തന്നു. ഡിഗ്രി BA ഇക്കണോമിക്സ് എടുത്ത് ഞാൻ അവിടെ ചേർന്നു. അതുകൊണ്ട് വലിയ സാമ്പത്തികമായ ആവശ്യങ്ങളൊന്നും പിന്നീട് വന്നില്ല. പുസ്തകങ്ങളൊക്കെ മേടിച്ചു, ഞാൻ പഠിച്ചവിടെ തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പോട്ട് പഠിച്ചുകൊണ്ട് പോയപ്പോ അതിന്റെ ഇടയ്ക്ക് എൻ്റെ ബ്രദറിന്റെ വൈഫിന് 4 വർഷമായിട്ട് അവർക്ക് മക്കളില്ല. എൻ്റെ ബ്രദർ വിവാഹം കഴിച്ച് 8ാം മാസത്തിൽ പോയതാ. ഞങ്ങളോട് ഒരു സഹകരണവും ഇല്ല. എൻ്റെ നേരെ മുത്ത് ചേച്ചിയുടെ വിവാഹത്തിന് സഹകരിച്ചില്ല. അപ്പോ ഞാൻ പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ചേച്ചി പ്രഗ്നന്റ് ആയത്. 4 വർഷം മക്കളില്ലായിരുന്നു, പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോ ഒരു ഹെൽപ്പിനും ഒരു കൂട്ടിനും ഒക്കെ ഒരാളെ ആവശ്യമുണ്ടെന്ന് തോന്നി. അന്ന് ആദ്യമായിട്ട് വൈഫും ആങ്ങളെയും കൂടെ ഞങ്ങളുടെ വീട്ടോട്ട് വന്നു. നമുക്ക് മറ്റെല്ലാം ഈ ഉരുകി മാറുന്നത് പോലെ ആ പിണക്കോ എല്ലാം ഇവരെ കണ്ടപ്പോ നമുക്ക് ഭയങ്കര ആനന്ദം. നമ്മൾ ഓടിച്ചെന്നു സന്തോഷത്തോടെ. അവർ ഈ ആവശ്യത്തിന് വന്നതായിരുന്നു. അവര് പറഞ്ഞു, വിനിയെ ഞങ്ങൾ കൊണ്ടുപോകുക, അവിടെ നിന്ന് പഠിച്ചോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പ്ലസ് ടു സമയത്ത് ഞാൻ അവിടെ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ചേച്ചി എന്നോട്, എന്നെ ഇഷ്ടമാണെങ്കിലും ഞാൻ രാത്രിയിൽ നിന്ന് ലൈറ്റ് ഇട്ട് പഠിക്കുന്നത്, വന്ന് ലൈറ്റ് ഓഫ് ചെയ്യുക, മണ്ണെണ്ണ വിളക്ക് കത്തിച്ചിരുന്ന് പഠിക്കുമ്പോൾ മണ്ണെണ്ണ വിളക്ക് കെടുത്തിക്കളയുക, ഇത്രയൊക്കെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര ഭാരമുണ്ട്. പക്ഷെ ആങ്ങളയോടുള്ള സ്നേഹം കൊടുത്ത് ഞാൻ ഒന്നും മറുപടി പറഞ്ഞേയില്ല, വീട്ടിലും പറഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലൈറ്റ് ഓഫ് ചെയ്യുന്നത് ആങ്ങളെ കണ്ടിട്ട് ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. ഞാൻ ഒന്നും പറഞ്ഞില്ല. ചേച്ചി പറഞ്ഞു, മതി, രാത്രി ഇരുന്ന് പഠിക്കണ്ട,
അപ്പൊ ഞാൻ പ്രീ ഡിഗ്രിയുടെ പരീക്ഷ നടക്കും. അപ്പോൾ അവർ തമ്മിൽ ശണ്ടയായി, വഴക്കായി. അപ്പൊ ഞാൻ ഓർത്തു, ഞാൻ കാരണമാണല്ലോ ഇവിടെ വഴക്കുണ്ടായി, ഇങ്ങനെയാണെങ്കിൽ ഞാൻ പോവുക എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നു. അവര് പിന്നെ കുഞ്ഞിനെ കിട്ടി, ആൺകുഞ്ഞിനെ അവർക്ക് 4 വർഷത്തിന് ശേഷം കിട്ടി. പിന്നെ വലിയ സഹകരണം ഇല്ലെങ്കിലും സന്തോഷത്തോടു കൂടിയൊക്കെ പോകുന്ന ഒരനുഭവമായിരുന്നു പിന്നീടുണ്ടായത്. അപ്പൊ ഞാൻ ഈ +2 ഡിഗ്രിക്ക് ചേർന്നതിന് ശേഷം എന്റെ പഠനം മുൻപോട്ട് പോവുകയാണ്. അപ്പൊ എനിക്ക് ഇംഗ്ലീഷ് ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്കൊരു ട്യൂഷൻ കിട്ടിയാൽ കൊള്ളായിരുന്നു. അപ്പോൾ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ബസ് ചാർജ് 20 പൈസ മതി. 20 പൈസ കൊടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും 20 പൈസ കൊടുത്താൽ എനിക്ക് കോളേജിൽ ചെല്ലാം. ഒരു ജംഗ്ഷനിൽ ചെന്നിട്ട് കൂട്ടുകാരെല്ലാം കൂടി ഒരു 4-5 കിലോമീറ്റർ നടന്നാ പിന്നെ പോകുന്നത്. അത്രയും ദൂരത്തിൽ ബസ്സുണ്ട്, പക്ഷെ ഭയങ്കര റഷ് ആയതുകൊണ്ട് അങ്ങനെ പോകാറില്ല. ഇപ്പൊ 20 പൈസ ഉണ്ടെങ്കിൽ 5 ദിവസത്തെ ട്യൂഷൻ നടക്കും. ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ അത് കിട്ടില്ല. ശനിയാഴ്ച എനിക്ക് 2 രൂപ വേണം. ഇത് പല പ്രാവശ്യങ്ങളിലും ആ 2 രൂപ മുടങ്ങി. ശനിയാഴ്ച ട്യൂഷൻ മുടങ്ങി. ട്യൂഷനൊക്കെ പഠന കാര്യത്തിൽ വളരെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോ ഈ അധ്യാപകർ, അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകൻ, എന്റെ പ്രായമുള്ള ഒരു മോളുള്ള അധ്യാപകൻ, അദ്ദേഹം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാത്തോണ്ട് ചോദിച്ചപ്പം പറഞ്ഞു, ഞാൻ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല. പക്ഷെ മാർക്ക് അവിടെ എപ്പോൾ ടെസ്റ്റ് പേപ്പർ ഇട്ടാലും എനിക്ക് ഫസ്റ്റാ. മറ്റു സ്റ്റുഡൻസിനൊക്കെ മാർക്ക് ഇല്ലാത്തതിന് അവരോട് പറയും, നിങ്ങളുടെയൊക്കെ പേരൻസിനോട് പറയും വിവാഹം കഴിച്ചു വിടാൻ, അല്ലെങ്കിൽ മിനി പഠിക്കുന്ന പോലെ പഠിക്കും എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഞാൻ അധ്വാനിച്ച് പഠിക്കുമ്പോൾ തന്നെ ഫീസ് കൊടുക്കാൻ പൈസയില്ല. വണ്ടിക്കൂലി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താലും എനിക്ക് ഓരോ മാസം എനിക്ക് ഭയങ്കര, നമ്മളെ അങ്ങനെ വളർത്തിയത് കൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ കടം പറയുന്നതോ വായ്പ മേടിക്കുന്നതോ ഒക്കെ അന്നും ഇന്നും എനിക്ക് ഭയങ്കര ഭാരമാണ്. എത്ര അടുപ്പമുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ എന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ പറയില്ല. ഇപ്പോൾ അതൊരു നല്ല പാഠമായിട്ട് എനിക്ക് മനസ്സിലായി. ഞാനൊരു കൂട്ടായ്മയിൽ ഇന്ന് വരെ എന്റെ ഒരു ആവശ്യം, എന്റെ വീട്ടിലെ ആവശ്യം, എന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക ആവശ്യമുണ്ട് എന്ന് വന്നാൽ ഞാനത് അവരുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തത്തില്ല. ജസ്റ്റ് സാക്ഷ്യത്തിൽ പോലും പറയത്തില്ല. ചർച്ചിലാണെങ്കിലും ഞാനത് പറയത്തില്ല. കാരണം മനുഷ്യനല്ലേ, അവൻ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് ചിന്തിക്കരുത്. കാരണം അത് ദൈവത്തിന്റെ നാമത്തിനും മഹത്വത്തിനും ക്ഷീണമായി എന്നുള്ളത് കൊണ്ട് ഞാൻ അത് പറയാറില്ല. എന്റെ വിശ്വാസത്തിനും അത് ക്ഷീണമായി തീരും. ആ സിസ്റ്റർ ഇത് ഉദ്ദേശിച്ചായിരിക്കും, നമ്മളെ പ്രതീക്ഷിച്ചായിരിക്കും എന്ന് വിചാരിക്കരുത്. ആരും വിചാരിക്കരുത്. എനിക്ക് എന്റെ ദൈവം തന്നാൽ മതി. അത്രത്തോളം ഒരു അനുഗ്രഹം ദൈവം ഇതുവരെയും നമ്മളെ നടത്തി. അപ്പോ അങ്ങനെ ഞാൻ അങ്ങനെ ആരോടും പണ്ടേ അത് പറയത്തല്ലാത്തത് കൊണ്ട് ഈ ട്യൂഷൻ ഫീസ് കൊടുക്കാനായിട്ടുള്ള സമയമാകും എനിക്ക് ഭയങ്കര ഭാരം. വീട്ടിൽ നിവൃത്തിയാവില്ല. ആ ഒരു മാസമാകുമ്പോൾ പൈസ കൊടുക്കാനില്ല. അപ്പോഴത്തേനും എന്നോട് പറയും, എടി അടുത്ത മാസം ആകട്ടെ സാറിനോട് പറ. ഞാൻ പറഞ്ഞു, എനിക്ക് പറയാൻ നാണക്കേടാ. എന്നാ ഞാൻ പറഞ്ഞോളാം. 1-2 പ്രാവശ്യം അച്ഛൻ വന്ന് പറഞ്ഞു. അപ്പോ ആ സാറ് പറയുക, ഈ എന്റെ ഒഫീഷ്യൽ മിനിക്കുട്ടി എന്നാ. മിനിക്കുട്ടി നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് വരെ ട്യൂഷൻ ഫീസ് ചോദിച്ചിട്ടുമില്ല. പിന്നെ എന്തിനാ അച്ഛൻ ഇങ്ങനെ വന്ന് പരാതി പറയുന്നത്? അവള് പഠിക്കട്ടെ എന്ന് പറഞ്ഞു. അത് അച്ഛന് വലിയ ആശ്വാസമായി. മോളെ അങ്ങനാ പറഞ്ഞെന്ന് പറഞ്ഞു. എനിക്ക് പക്ഷെ ഓരോ ദിവസം ചെല്ലുമ്പോ ഇതാ നാണംകേടായിട്ട് കിടക്കുമോ, പൈസ കൊടുക്കാൻ പറ്റാതെ പഠിക്കുന്നല്ലോ എന്ന്. അപ്പോ അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഇനി വരുന്നില്ല. എത്ര മാസത്തെ ഫീസാ തരാനുള്ളത്, ഞാൻ വരുന്നില്ല. ഞാൻ എന്നോട് വഴക്ക് പറഞ്ഞു, ഇനി അങ്ങനെ പറയരുത്, നീ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയെ. അങ്ങനെ ഫീസിന് അദ്ദേഹം ഒരു ആശ്വാസം വാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ദിവസം ഞാൻ ട്യൂഷന് ശനിയാഴ്ച പോകാൻ തുടങ്ങിയപ്പോ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞപ്പോ അച്ഛനോട് വണ്ടിക്കൂലി ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, എന്റെ പൈസ ഇല്ല, 2 രൂപ എടുക്കാനില്ല അന്നത്തെ ദിവസം. അപ്പൊ എന്റെ ട്യൂഷൻ അന്നും മുടങ്ങുകയാ. അപ്പോൾ ഞാന് അന്ന് പോകാൻ പറ്റിയില്ല. വീട്ടിൽ ഈ കാര്യം പറഞ്ഞ അമ്മയും അച്ഛനും തമ്മിൽ വഴക്കായി. 2 രൂപ കൊടുക്കാനില്ലാത്തതിന്റെ വിഷയത്തിൽ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്കായി. ഞാൻ പറഞ്ഞു, വഴക്കാരും ഉണ്ടാക്കണ്ട, എനിക്ക് വേണ്ടി ആരും വഴക്കുണ്ടാക്കണ്ട. ആ വഴക്കങ്ങ് മൂർച്ഛിച്ച് പല വിഷയങ്ങളിലേക്കായി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി ഇതിനു വേണ്ടി വഴക്കാരും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നീ അങ്ങ് പഠിത്തം നിർത്താം. അമ്മയ്ക്ക് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് പറയും, നീ പഠിത്തം നിർത്തുന്ന, കെട്ടിച്ചു വിടാം. കെട്ടിച്ചു വിടാൻ അവിടുന്ന് പൈസ ഒന്നുമില്ല. 2 രൂപ തരാനും നിവൃത്തിയില്ല. അങ്ങനെ ഒരു അനുഭവത്തിലൂടെ ജീവിതം മുമ്പോട്ട് പോവുക. പഠനത്തെക്കുറിച്ച് എനിക്ക് ആർത്തി, അത് അന്നും ഇന്നും പഠനത്തെക്കുറിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിനുള്ള സാഹചര്യങ്ങൾ വരാഞ്ഞത് കൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഞാൻ BA എക്കണോമിക്സ് എടുത്ത് പഠിച്ച് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ഞാൻ 2ാമത്തെ വർഷം ഡിഗ്രി ക്ലോസ് ചെയ്യുക മാത്രമല്ല, പിന്നെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഓരോ ദിവസങ്ങളും വലിയ ശല്യം പോലെ എന്റെ മാതാവ് പറയാം. അത് മാതാവിന്റെ ഹൃദയത്തിൽ എനിക്ക് ശല്യമായിട്ട് തോന്നിയെങ്കിലും മാതാവ് ഉദ്ദേശിക്കുന്ന ഒരു ഉത്തരവാദിത്വം കൂടെ കഴിച്ചിട്ട് എനിക്ക് സ്വസ്ഥമായത്. ഇതും കൂടെ ഉള്ളല്ലോ, അതുകൂടെ കഴിഞ്ഞാൽ എനിക്ക് സ്വസ്ഥമായി. എന്നോട് പറഞ്ഞു, എന്നോടൊരു മോളെ പോലെ, അത് അന്നത്തെ ഒരു സംസാരം, മോളെ പോലെ പോലും അല്ല പറയുന്നത്. അപ്പൊ ഞാൻ വളരെ ഭാരപ്പെട്ടു. നീ അധികപ്പറ്റാ, നിന്നെ നോക്കിയിരിക്കാൻ എനിക്ക് നേരമില്ല. നീ ഏതവന്റെയും കൂടെ പൊക്കോ, എന്നുവെച്ചാൽ വിവാഹം കഴിച്ച പറഞ്ഞു വിടാം, പൊക്കോ. പക്ഷെ എനിക്ക് നിന്നെ നോക്കിയിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് വഴക്കുണ്ടായി. എന്നെ പഠിക്കാനായിട്ട് അച്ഛൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഇവർ തമ്മിൽ വഴക്കായി. അച്ഛൻ
ഇറങ്ങിപ്പോയി. ഈ വിഷയം അത്രയ്ക്ക് മൂർധന്യാവസ്ഥയിലായി, ഇറങ്ങിപ്പോയി. ഞാനും അമ്മയും മാത്രമായി. അച്ഛൻ ഇറങ്ങിപ്പോയത് മറ്റൊന്നും എങ്ങോട്ടും അല്ല, എന്റെ സഹോദരിമാരുടെ വീടുകളിലേക്കൊക്കെയാ. പക്ഷേ പിന്നെ ഒന്നും ഞങ്ങളെ അന്വേഷിക്കാതായി. എങ്ങനെ പിന്നെ മുമ്പോട്ട് ജീവിതം നയിക്കുക? പിന്നെ ഒറ്റ വാശിയിൽ അമ്മ നിൽക്കുകയാണ് എന്നെ വിവാഹം കഴിപ്പിച്ചു. ഇത്രേ ഉള്ളൂ. താമസിക്കുന്ന അല്പ സ്ഥലവും വീടും മാത്രമുണ്ട്. എന്നെ വിവാഹം കഴിപ്പിച്ചു വിടാൻ പോവാൻ. അതുകൂടെ വിൽക്കും. പിന്നെ അമ്മയുടെ കാര്യം എന്നാ, ഞാൻ എവിടെയെങ്കിലും എന്റെ പെൺപിള്ളേരുടെ കൂടെ ജീവിച്ചോളാം. ഈ പറച്ചിലൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്ക് എന്റെ പെൺപിള്ളേരെന്ന് പറയുമ്പോൾ ഞാൻ ഇതിനകത്ത് നിന്ന് മാറി നിൽക്കുന്ന ആളാണോ, അങ്ങനെയൊക്കെ തോന്നി മാനസികമായിട്ട് ക്ഷീണിച്ചു. ഒടുവിൽ ഞാൻ വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ അച്ഛന്റെ അസാന്നിധ്യത്തിൽ, സഹോദരന്റെ അസാന്നിധ്യത്തിൽ 2-3 സഹോദരിമാർ മാത്രം സഹകരിച്ചുകൊണ്ട് വീടിന്റെ മുറ്റത്ത് വെച്ച്, ആ വീട് വിറ്റു, സ്ഥലം വിറ്റു, ആ മുറ്റത്ത് വെച്ചുകൊണ്ട് എന്റെ വിവാഹം ഒട്ടും ആഡംബരമില്ലാതെ, ഒന്നും പ്രത്യേകിച്ച് സ്ത്രീധനം കൊടുത്തു എന്ന് പറയാൻ ഒന്നുമില്ലാതെ ആ വിവാഹം നടക്കുവാൻ. അല്ലെങ്കിൽ എന്നോട് അമ്മ പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കാരണം അതൊന്നും വേണ്ട, ഏതായാലും വിദ്യാഭ്യാസം മുടങ്ങി, എല്ലാം തകർന്നു, ആങ്ങളെ സംരക്ഷിക്കാനില്ല, അച്ഛൻ സംരക്ഷിക്കാനില്ല, ഇനി ഞാൻ വാശി പിടിച്ച പറ്റില്ല എന്ന് തോന്നിയിട്ട് ഞാൻ വിവാഹത്തിന് സമ്മതിച്ചു. അങ്ങനെ വിവാഹം നടക്കുവാനിടയായി തീർന്നു. 1992 ഏപ്രിൽ 2-ാം തീയതിയാണ് ഞങ്ങളുടെ വിവാഹം. 32 വർഷമായി ഞങ്ങളുടെ വിവാഹം നടന്നിട്ട്. അപ്പോ അങ്ങനെ വിവാഹം നടന്നു. പക്ഷെ വിവാഹ ജീവിതത്തിന് ശേഷം ഞാൻ സന്തോഷവതിയായിരുന്നു. എനിക്ക് വീട്ടിൽ ഒരു ജോലിയോ ഒന്നും അറിയത്തില്ല. കാരണം പഠനം കഴിഞ്ഞിട്ട് 1 മാസത്തിനുള്ളിൽ വിവാഹം നടന്നു. എനിക്ക് വീട്ടിലെ കാര്യങ്ങളോ അന്ന് ഒന്നും ശീലിപ്പിച്ചിട്ടില്ല അമ്മ. അങ്ങനെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്, അതുകൊണ്ട് തുടർ പഠനമോ മറ്റു സാഹചര്യമോ ഒന്നും ചിന്തിക്കാനേ പറ്റത്തില്ല. അടുക്കളപ്പണി പോലും ഒന്നും അറിയത്തില്ല. പക്ഷെ വളരെ സ്നേഹത്തോടെ മാതാവ് ഞങ്ങളോട് ഇപ്പോൾ ഉണ്ട്, 85 വയസ്സുണ്ട് മാതാവിന്. ആ മാതാവ് അന്ന് ഒരു വഴക്കും പറയാതെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ജോലി ചെയ്ത് പഠിപ്പിച്ച് എന്നെ അവർ സ്നേഹത്തോടെ കരുതി മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ മുമ്പോട്ട് പോയി. ചില മാസങ്ങൾ കഴിയുമ്പോൾ എല്ലാവരുടെയും പൊതുവെ ഉള്ളൊരു ചോദ്യമാണ്, എന്തൊരു വിശേഷം? ആ വിശേഷത്തിന്റെ അർത്ഥം നമുക്കറിയാം. പക്ഷെ അങ്ങനെ ഞങ്ങൾ തീരെ ചെറുപ്പവുമാണ്. എനിക്ക് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ചേച്ചിമാരുടെ കുഞ്ഞുങ്ങളെ എന്നോട് ഞാൻ ചോദിക്കാറുണ്ട്, എന്നെ അമ്മേന്ന് വിളിക്കാവോടി ചോദിക്കാറുണ്ട്. അത്രയ്ക്ക് പിള്ളേരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു ഓവറായിട്ടുള്ള ഭയങ്കര സ്നേഹമാണ്. അപ്പോ ഞാൻ വിവാഹം കഴിച്ച് കുറച്ച് പ്രതീക്ഷിച്ചിരിക്കുക, 2 മാസം കഴിയുമ്പോൾ എനിക്കൊരു കുഞ്ഞ് ജനിക്കും, ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. 1 വർഷമായി, 1.5 വർഷമായി ഡോക്ടേഴ്സിനെ കാണാൻ തുടങ്ങി. ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു ഒരു പ്രോബ്ലവും ഇല്ല, 2 പേർക്കും പ്രശ്നമൊന്നുമില്ല. പിന്നെന്താ, പിന്നെ സ്നേഹിച്ചവരൊക്കെ കുത്തുവാക്കുകൾ പറയാൻ തുടങ്ങി. മറ്റു ചില പേരുകൾ എന്നെ വിളിക്കാൻ തുടങ്ങി. മച്ചി എന്ന പേര് ധാരാളം പ്രാവശ്യം കേട്ടു ഈ 1.5 വർഷത്തിനുള്ളിൽ. അപ്പൊ ഞാൻ തന്നെ ഓർത്ത്, ഇപ്പോഴേ എന്തിനും ഇവരിങ്ങനെ, ഇനി സമയമുണ്ടല്ലോ എന്ന് ഓർത്തിട്ടും ഇവരുടെ വാക്കുകൾ മുറിവേൽക്കാൻ തുടങ്ങി. എന്തിനും ഈ ഒരു കാരണം പറയാൻ തുടങ്ങി. ഭർത്താവിൽ നിന്ന് ഒരു പ്രശ്നവും എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരു വാക്കുപോലും ദൈവവചനത്തിൽ കിടക്കുന്നത് പോലെ, എൽക്കാന പറഞ്ഞതുപോലെ എന്നെ ആശ്വസിപ്പിക്കാറുണ്ടായിരുന്നു. പക്ഷെ മറ്റുള്ള വേദനകൾ ഉണ്ടായപ്പോൾ ഞാൻ കരയാൻ തുടങ്ങി. അങ്ങനെ ഒരു 1.5 വർഷം ആയപ്പോ ഞങ്ങളുടെ കുടുംബത്തിൽ, അതായത് ഹസ്ബൻഡിന്റെ കുടുംബത്തില് ഒരു വലിയ സംഭവം, ഒരു വിടുതലും നടന്നു. അതെന്താണെന്ന് വെച്ചാൽ, എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലെ വല്യപ്പച്ചനും മന്ത്രവാദിയാണ്, വലിയ ശക്തമായി നിൽക്കുന്ന ഒരു മന്ത്രവാദിയാണ്. എന്നാൽ എന്റെ പപ്പായി മന്ത്രവാദിയാണ്. ആ സാഹചര്യത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു നോക്കി, ഡോക്ടേഴ്സിനെ എല്ലാം കണ്ടു നോക്കി, ഒരു പ്രയോജനവും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ ഹസ്ബൻഡിന്റെ, കർത്താവിന്റെ ദാസന്റെ മൂത്ത ജ്യേഷ്ഠൻ മദ്യപാനി എന്ന് പറഞ്ഞാൽ പോരാ, ഇതുപോലെ മദ്യപിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അത്രയ്ക്ക് മദ്യപാനം. 2 ആൺകുഞ്ഞുങ്ങളാണ് അവർക്കുള്ളത്. ആ കൊച്ചു കുഞ്ഞുങ്ങൾ എന്നും രോഗികളായിട്ട് ഹോസ്പിറ്റൽ, കാരണം കൃത്യമായിട്ട് ആഹാരം കിട്ടുന്നില്ല. ഇദ്ദേഹം ജോലി ചെയ്തിട്ട് കൊണ്ടുവന്ന 2 രൂപയാണ് കൊണ്ടിരുന്ന, ബാക്കി മുഴുവൻ പണവും ഷാപ്പിൽ കൊടുത്തു. ഒന്നിനും നല്ലൊരു യൗവനക്കാരൻ, ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം. 4 കാലിലെ വീട്ടിൽ വരത്തുള്ളൂ. ചേച്ചി കരയാനും സങ്കടം പറയാനും ഒക്കെ ആയിട്ട് വരും. അങ്ങനെ വളരെ ഭാരം, ഇദ്ദേഹത്തെ കുറിച്ച് നിരാശയായിരുന്നു ഞങ്ങൾക്ക്. അതുപോലെ സ്മോക്കിങ്ങും, കഠിനമായ ഒത്തിരി ബീഡി വലിച്ചു തള്ളുമായിരുന്നു. ഇങ്ങനെ അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നു. ചേച്ചിക്കൊന്നും ഉടുക്കാൻ വസ്ത്രമില്ല, ഈ കുഞ്ഞുങ്ങൾക്കൊന്നും ധരിക്കാൻ വസ്ത്രമില്ലാത്ത ഒരനുഭവത്തിലേക്ക്. നമുക്കറിയാമല്ലോ അങ്ങനെ ഒരു മദ്യപാനിയുടെ വീടിന്റെ അവസ്ഥ. അങ്ങനെ അവര് ഒരു ദിവസം മദ്യവുമില്ല പണിയുമില്ലാതെ വീട്ടിൽ ഇരിക്കുന്ന ഒരു സമയം, ചേച്ചി ഉടുത്തിരുന്ന ഡ്രസ്സ് കഴുകിയിട്ടിട്ട് മറ്റൊന്നും ഉടുക്കാനില്ലാതെ ഒരു സാരി മടക്കി ഉടുത്തോണ്ട് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദേവദാസനും 2-3 സുവിശേഷകരും കൂടെ പല വീടുകൾ കയറി വന്ന കൂട്ടത്തിൽ അവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അപ്പോൾ അവർ എതിർത്തൊന്നുമില്ല. മദ്യമില്ലാതെ കൊണ്ട് ചേട്ടൻ കയറ്റിയിരുത്തി അദ്ദേഹം സുവിശേഷം, വളരെ നിർമ്മല സുവിശേഷം അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്തതിന് ശേഷം
ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെ. കാരണം ദൈവവചനം പറയുന്ന സഹോദര, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. മദ്യപാനം നശിപ്പിക്കത്തേ ഉള്ളൂ ഒരു വ്യക്തിയെ, കുടുംബത്തെയും വ്യക്തിയെയും വ്യക്തിത്വത്തെയും എല്ലാം നശിപ്പിക്കുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി. ചേച്ചിക്ക് ഓർത്തു, ദൈവമേ ഇവരൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോയിരുന്നേ എനിക്കൊരു സമാധാനമെങ്കിലും കിട്ടിയേനെ എന്നോർത്തു. ഏതായാലും അതിനുവേണ്ടി അവർ തകർന്നിരുന്നത് കൊണ്ട് ചേട്ടൻ ഉൾപ്പെടെ തലകുനിച്ചു നിന്നു. ആ മനുഷ്യൻ പ്രാർത്ഥിച്ചിട്ട് പോയി. പ്രാർത്ഥിച്ചിട്ട് അവർ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന സ്ഥലത്താണ് എൻ്റെ ആരാധന, അവിടെ വന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്ന് പറഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ, ദൈവത്തിന്റെ കരുണ എന്ന് പറയുന്നത് അതാണ്. ആ ഒരു ദിവസം മദ്യപിക്കാതിരുന്ന ആ മനുഷ്യൻ ഇന്ന് വരെയും ദൈവത്തിന്റെ മഹത്വത്തിനായി വേർതിട്ട് നിൽക്കുന്നു. മദ്യപിക്കുന്നില്ല, സ്മോക്കിംഗ് ഇല്ല അന്നു മുതൽ. അതല്ലാതെ ഗ്രാജുവലി 10 ബീഡി വലിച്ചത് 2 അങ്ങനൊന്നുമല്ല. അന്ന് മദ്യപാനം നിർത്തി, അന്ന് ബീഡി വലി നിർത്തി. അവർ പിറ്റേ ദിവസം ഞായറാഴ്ചയായിരുന്നു, അവർ ആ സഭ തേടി അവിടെ സഭായോഗത്തിന് പോയി. ഇത് കേട്ടിട്ട് ഞങ്ങൾക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഈ മനുഷ്യൻ മദ്യപാനം നിർത്തി, ഒരിക്കലും സാധ്യമല്ല. അങ്ങനെ ആ ചേച്ചി പറഞ്ഞു, ഇല്ല, സ്വഭാവത്തിന് മുഴുവൻ മാറ്റം വന്നു. ഇപ്പം ജോലിക്ക് ചെയ്ത് പൈസ കിട്ടിയാൽ വീട്ടിൽ കൊണ്ടിരുന്നുണ്ട്, ഒരു നിമിഷം പോലും അല്പം പോലും അതിന് മദ്യപിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകുന്നു. ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായി. എന്റെ 10ാം ക്ലാസ്സിൽ യേശു എന്റെ കർത്താവ് എനിക്ക് ജീവിതത്തിൽ ചെയ്ത ഒരു വിജയത്തിന്റെ ഒരു കഥ എനിക്കുണ്ട് മനസ്സിൽ. ഇവരിങ്ങനെ ചെയ്തപ്പോ പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്ന കാര്യം, അയ്യോ എന്നാ അവിടെ പോയി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എനിക്കൊരു കുഞ്ഞിനെ കിട്ടും. പ്രാർത്ഥനയുടെ ശക്തി എനിക്ക് ബോധ്യമായി. അപ്പോ പക്ഷെ അത് തുറന്നു പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ആ കൂട്ടായ്മയിലോട്ട് എന്നെ വിളിച്ചാലോ ഞാൻ ആരോടും പറഞ്ഞില്ല, വീട്ടിൽ പറഞ്ഞില്ല. ഈ ഒരു വിഷയത്തിൽ ചേട്ടൻ മാനസാന്തരപ്പെട്ടതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല സ്വഭാവം വന്നത് ഇഷ്ടപ്പെട്ടു. മദ്യപാനം നിർത്തിയത് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഈ കൂട്ടായ്മയിൽ പോയത് ഇഷ്ടപ്പെട്ടില്ല. ഇതൊക്കെ വീട്ടിലിരുന്ന് സംഭവിച്ചാൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ കൂട്ടായ്മയിൽ പോയത് ആർക്കും, എൻ്റെ ഹസ്ബൻഡിന്റെ കുടുംബത്തിൽ ആർക്കും, വിശേഷിച്ച് എൻ്റെ ഹസ്ബൻഡിന്, ഇവർ ഞങ്ങളെ പേടിച്ചിട്ട് അല്ലെങ്കിൽ ഞങ്ങളോട് സഹകരിക്കാൻ സ്നേഹക്കുറവുകൊണ്ടല്ല, ഈ ഒരു സാഹചര്യവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവില്ല എന്ന് മനസ്സിലായതുകൊണ്ട് വീട്ടിലോട്ട് വരാനൊക്കെ താമസിക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന ഏക ചോദ്യം ഇതാ, അവൻ അതാണോ പഠിപ്പിച്ചിരിക്കുന്നേ, അയാൾ അതാണോ പഠിപ്പിച്ചിരിക്കുന്നത്, ഇങ്ങനെയുള്ള വാക്കുകൾ ചോദിച്ച് മുറിവേൽപ്പിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും വരാൻ വൈമനസ്യം കാണിച്ചു. ഞങ്ങൾ വീട്ടിൽ വഴക്കിന് ചെല്ലുക, അവരുടെ വീട്ടിൽ ചെന്നിട്ട് ചോദിക്കും. ഞാനും ഹസ്ബൻഡും പോണത്. എനിക്ക് ഈ യേശുവിന്റെ സ്നേഹം ഉള്ളിൽ കിടക്കുന്നത് ഞാൻ ദേഷ്യപ്പെട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ അവനെ തല്ലും, നിന്നെ ഇങ്ങനെ ചേട്ടനെ ഇങ്ങനെ കൊണ്ടുപോയി ഇപ്പോഴാണ് നശിപ്പിച്ചെന്ന് അവർക്കൊക്കെ തോന്നിയത്, നശിപ്പിച്ച ആ മനുഷ്യനെ ഞാൻ തല്ലും എന്ന് പറഞ്ഞു. അവര് ഒന്നും വേണ്ടത്തില്ല. ആ കുഞ്ഞുങ്ങളും ഞങ്ങളോട് ഈ കാര്യത്തിൽ ഒന്നും പറയാതെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ നിന്ന് ഞങ്ങൾ ഇതെല്ലാം പറഞ്ഞിട്ട് പോരും. അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. ചിലപ്പോൾ വീട്ടിൽ വന്നപ്പോ ഞാനിങ്ങനെ മക്കളില്ലാതിരിക്കുന്ന ഒരു ഭാരം എൻ്റെ ചേച്ചിയായിട്ട് പങ്കുവെച്ചിട്ട് ചേച്ചി പറഞ്ഞു, മോളെ നീ മറ്റൊന്നും നോക്കണ്ട, നീ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കും, നിനക്കൊരു കുഞ്ഞിനെ ദൈവം തരും. ചേച്ചി എനിക്ക് സന്തോഷമാണ്, നിങ്ങൾ പ്രാർത്ഥിക്കും, പക്ഷെ ഞാൻ അവിടെ വരില്ല എന്ന് പറഞ്ഞു. അത് നീ എന്നേലും വരും, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോയി. കുറെ നാളുകൾ കഴിഞ്ഞപ്പോ ഈ പാസ്റ്റർ, എൻ്റെ ഹസ്ബൻഡിന്റെ മനസ്സിൽ മുഴുവൻ ആ പാസ്റ്ററിനെ തല്ലണം. എൻ്റെ ജ്യേഷ്ഠനെ കൊണ്ട് ഇങ്ങനെ ഒരു കൂട്ടത്തിൽ കൊണ്ട് വലിച്ചോണ്ട് പോയതാ. എന്നാൽ വലിച്ചോണ്ട് പോയത് ചതിച്ചതാ. അങ്ങനെ എനിക്ക് പറ്റത്തില്ല, എനിക്ക് അയാളെ തല്ലണം, ഇത് മനസ്സിലുണ്ട്. ഒരു ദിവസം ശനിയാഴ്ച ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെന്നു. അവരുടെ വീട്ടിൽ ചെന്ന് അപ്പം പറഞ്ഞു, അവർ സ്നേഹത്തോടെ പറഞ്ഞു, നാളെ സഭായോഗമാ, നിങ്ങൾ കൂടെ ഒന്ന് വാ, പ്രാർത്ഥിച്ചിട്ട് പൊക്കോ. നല്ല കാര്യമാണ്, കിട്ടത്തില്ല, ഞങ്ങൾ പോവുക, ഇപ്പൊ തന്നെ പോവുക എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. പക്ഷെ പിറ്റേ ദിവസം ഞായറാഴ്ച ഇവർ പറഞ്ഞു, നമുക്ക് ഒന്നിച്ചിറങ്ങാം എന്ന് പറഞ്ഞു. ഒന്നിച്ചിറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇവർ വളരെ നിർബന്ധിച്ച്, നീ ആ പാസ്റ്റർ ഒന്ന് കണ്ടേച്ചങ്ങ് പോകും. എന്തോ മാനുഷികമായതല്ല, ദൈവിക നിയോഗം എന്ന വണ്ണം ഞങ്ങൾ ആ നിർബന്ധത്തിന് വഴങ്ങി. തലേ ദിവസം ഞാൻ ഇവിടെയൊക്കെ തൊട്ടിരുന്ന പൊട്ടൊന്നും മാഞ്ഞു പോയിട്ടില്ല. ഇതും എല്ലാം ആയിട്ട് ധാരാളം ആഭരണം വിഭൂഷിതരായി ഞങ്ങൾ രണ്ടുപേരും ആഭരണമൊക്കെ ഉപയോഗിക്കുന്നവരായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പോ വളരെ സൗമ്യതയോടെ സ്നേഹത്തോടെ ഒരൊറ്റ ചിരി, എനിക്കിപ്പോഴും ഓർമ്മ, യേശുവാണ് ചിരിച്ചതെന്ന് എനിക്ക് തോന്നിപ്പോ. അത്രയ്ക്ക് സൗമ്യതയോടെ ആ ദേവദാസൻ ചിരിച്ചിട്ട് പറഞ്ഞു, മക്കളെ വാ എന്ന് പറഞ്ഞു. ഞങ്ങളെ വിളിച്ചിരുത്തി കാര്യങ്ങൾ സംസാരിച്ചു. ഒന്നും പറയാൻ ഞങ്ങൾക്കില്ല. തല്ലാൻ പോയ ആൾക്ക് തല്ലണ്ട, ഒന്നും പറയാൻ പറ്റുന്നില്ല. ആ മുഖത്ത് അങ്ങനെ ഒരു ദൈവിക ശോഭ ഞങ്ങൾ കണ്ടു. പക്ഷെ ഞങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുക, മനസ്സിൽ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഇരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഊണും കഴിച്ചിട്ട്, പ്രാർത്ഥന കൂടി ഊണും കഴിച്ചിട്ട് പോയാൽ മതി. അയ്യോ ഞങ്ങൾക്ക് പോകണം, ഞങ്ങൾക്ക് അത്യാവശ്യമുണ്ടെന്ന്. ഒരത്യാവശ്യവുമില്ല. അദ്ദേഹം അധികാരത്തോടെ ഞങ്ങളോട് പറയുക, ഒരത്യാവശ്യവുമില്ല, ഇന്ന് സഹോദരങ്ങളുടെ കൂടെ കൂട്ടായ്മ കൂടിയിട്ട് ഊണും കഴിച്ചിട്ട് പോയാൽ മതി.
അപ്പൊ അത്ര സമയം കൊണ്ട് സഭായോഗത്തിന് സമയമായി. ഞങ്ങൾക്ക് പിന്നെ പുറത്തിറങ്ങാൻ വയ്യാതെയായി. അവിടുന്ന് ഞങ്ങൾ മാത്രമല്ല, പല സ്ഥലങ്ങളിൽ നിന്നും ഞായറാഴ്ച പുതിയ ആൾക്കാർ അവിടെ വരും. അവിടെ അദ്ദേഹത്തിന് ഭൂതത്തിന്മേലുള്ള അധികാരത്തിന്റെ ശുശ്രൂഷയുണ്ട്. രോഗസൗഖ്യം അദ്ദേഹം പ്രാർത്ഥിച്ചാൽ പ്രാപിക്കുന്ന ജനങ്ങളുണ്ട്. അതുകൊണ്ട് അവിടെ ജനങ്ങൾ ധാരാളം വരും എല്ലാ ദിവസവും, പുതിയ ആൾക്കാർ. അപ്പൊ ജനങ്ങൾ വന്നു കഴിഞ്ഞ് ഞങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റാത്തൊരവസ്ഥയായി. ഞങ്ങൾ അവിടെ ചേച്ചിയുടെ അടുത്ത് ഞാനും ചേട്ടന്റെ അടുത്ത് സഹോദരൻ എന്റെ ഹസ്ബൻഡും പോയി ഇരുന്നു. വളരെ ശ്വാസം മുട്ടിയായിരുന്നു. ഈ അന്തരീക്ഷം ഞങ്ങൾക്ക് ഒട്ടും പിടിക്കുന്നില്ല. ഞങ്ങൾ അവിടെ കുറച്ച് സമയം കഴിഞ്ഞു സൈലന്റ് ആയി. ദൈവവചനം എഴുന്നേറ്റ് പാട്ടുപാടി ആരാധിച്ച ശേഷം ദൈവവചനം സംസാരിച്ച് സങ്കീർത്തനം അദ്ദേഹം പ്രബോധിപ്പിച്ചു. ആ ദൈവവചനത്തിന്റെ ആഴങ്ങൾ എനിക്ക് ഇപ്പോഴും എത്ര എങ്ങനെ എനിക്ക് അതിന്റെ ഹൃദയത്തിലേക്ക് ആഞ്ഞു തറയ്ക്കാൻ തുടങ്ങി ദൈവവചനം. അങ്ങനെ 115 സങ്കീർത്തനം അദ്ദേഹം അന്ന് സംസാരിച്ചത്. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവർക്ക് എഴുന്നേറ്റ് നിന്ന് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ആ കേട്ട നിമിഷം ഞാൻ എഴുന്നേറ്റ് നിന്നു. എനിക്കൊരു നിമിഷം ചിന്തിക്കാമായിരുന്നു, തല്ലാൻ വന്ന ഹസ്ബൻഡാണ് അപ്പുറത്തിരിക്കുന്നത്, ഇവിടെ നിന്ന് ഈ ഷോയൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും അങ്ങോട്ട് ഇറങ്ങുമ്പോൾ എന്തായി തീരുമെന്ന് അറിയത്തില്ല എന്ന് പോലും ഒരു നിമിഷം ചിന്തിക്കാൻ ദൈവം അനുവദിച്ചില്ല. പരിശുദ്ധാത്മാവ് എന്നെ ഇങ്ങനെ എഴുന്നേൽപ്പിച്ച് നിർത്തി. അതൊക്കെ ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നത്. അവിടെ ചേച്ചി പോലും അതിശയിച്ചു പോയി. ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്ന ആ മൊമെന്റിൽ തന്നെ, ആ നിമിഷം തന്നെ സഹോദരന്മാരുടെ ഭാഗത്ത് ആരോ എഴുന്നേറ്റ് നിന്നതായിട്ട് ആ സമയത്ത് തന്നെ എഴുന്നേറ്റ് നിന്നതായിട്ട് എനിക്ക് തോന്നിയിട്ട്, ആരാന്നറിയാനുള്ളൊരു ആഗ്രഹം. ഹസ്ബൻഡാന്ന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ഒരു സപ്പോർട്ടിന് ആരോ എഴുന്നേറ്റിട്ടുണ്ടല്ലോ എന്നെ പോലെ അന്നേരം എനിക്ക് നോക്കണമെന്ന് തോന്നി. ഞാൻ ഇങ്ങനെ കണ്ണു വെട്ടിച്ചേർന്ന് നോക്കിപ്പോ എന്റെ ഹസ്ബൻഡ് അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നു. അതേ സമയം ഒരേ നിമിഷം. ഏറ്റവും വലിയ ഭാഗ്യം ഭൂമിയിൽ എന്താ കിട്ടിയെന്ന് ചോദിച്ചാൽ, കർത്താവിനെ, എന്റെ പ്രിയപ്പെട്ടവനും എനിക്ക് ഒരേ നിമിഷം യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാനായിട്ടൊരു അവസരം എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ തന്നു എന്നുള്ളതാണ് എന്റെ ജീവിതത്തിൽ ഇനിയും കിട്ടാനുള്ള ഏറ്റവും വലിയ ഭാഗ്യം. ഞങ്ങളവിടെ ഞാൻ എഴുന്നേറ്റ് നിന്നു. ഭയങ്കര ജനം, അറിയാമല്ലോ, മക്കള് യേശുവിനെ സ്വീകരിച്ച ദൈവജനത്തിന്റെ സന്തോഷം. അവർ എല്ലാവരും ആരാധിച്ചു, സന്തോഷിച്ചു. ഞങ്ങൾ സമർപ്പിച്ചു ദൈവസന്നിധിയിൽ. പരസ്പരം ഞങ്ങൾ വീട്ടിൽ കോട്ടയം വാകത്താനമാണ് ഹസ്ബൻഡിന്റെ വീട്. അവിടെ വരെ ബസ്സിൽ യാത്ര ചെയ്ത് വന്നിട്ട് ഈ ഒരു വിഷയമൊന്നല്ല, ഒരു വിഷയവും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയില്ല. ഞങ്ങൾക്ക് മിണ്ടാൻ പറ്റുന്നില്ല. ഒരു കാര്യം പിന്നീട് മനസ്സിലായി, ദൈവവചനം പഠിച്ചു വന്നപ്പോഴാ മനസ്സിലായത്, ദൈവിക കാര്യങ്ങളിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവസ്നേഹത്തിലേക്ക് ഒരുവൻ വരണമെന്നുണ്ടെങ്കിൽ ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കണ്ട. അത് പിന്നീട് ദൈവവചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഈ കാര്യത്തിൽ ഹസ്ബൻഡെന്നോ വൈഫെന്നോ അമ്മയെന്നോ അപ്പനെന്നോ ഒന്നുമില്ല, ദൈവവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് പിന്നീട് ദൈവവചന പഠനത്തിന് ശേഷം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് എന്നെ അവിടെ അച്ചായനോട് ചോദിക്കട്ടെ എന്ന് ചോദിക്കാൻ ദൈവം അതിനുള്ള അവസരം തരുന്നത്. പരസ്പരം എന്നോടും ചോദിച്ചിരിക്കും. ഞാൻ എഴുന്നേറ്റതല്ല, എല്ലാവരും അത് എപ്പോഴും സാക്ഷീകരിക്കാറുണ്ട്. അപ്പോ ഞങ്ങൾ വീട് വരെ മിണ്ടിയില്ല. വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ആദ്യം ചെയ്തത്, ഞാൻ ഒത്തിരി ഈ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളാണ്. ഒത്തിരി സാധനങ്ങൾ ഉപയോഗിക്കും. എനിക്ക് രാത്രി ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ചന്ദനം കൂടെ തൊട്ട് കിടന്നാലേ ഉറക്കം വരത്തുള്ളൂ. പൊട്ടും കണ്ണും എല്ലാം എഴുതി ചന്ദനം ആർക്ക് വേണ്ടിയാണെന്ന് അറിയത്തില്ല, രാത്രി ഉറക്കം വരണമെന്ന് അങ്ങനെ മേക്കപ്പിൽ കിടക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോ ഞാൻ ആദ്യം വന്ന് എന്റെ മേക്കപ്പ് സാധനങ്ങളെല്ലാം എന്റെ വീടിന്റെ പുറകിലുള്ള കണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അത് ആരെത്രത്തോളം ശ്രദ്ധിച്ചൊന്നും എനിക്കറിയത്തില്ല. ഞാൻ കളഞ്ഞൊന്നും ആരും കണ്ടില്ല. അതിനുശേഷം ഞാൻ ഉപയോഗിച്ചില്ല. പിന്നെ ആഭരണമുണ്ട്. വീട്ടിൽ കാര്യങ്ങൾ പറയണമല്ലോ. വീട്ടിലെ കാര്യങ്ങൾ വഷളായി. എൻ്റെ അമ്മയോട് പറയേണ്ടി വന്നു പല കാര്യങ്ങളും. വീട്ടിലെ പല സാഹചര്യങ്ങളിലും ഞാൻ നിസ്സഹകരണം കാണിച്ചപ്പോൾ അവർക്ക് കാര്യങ്ങൾ പിടികിട്ടി. പിന്നെ എല്ലാ ഞായറാഴ്ചയും, ഈ ആരാധനയ്ക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, എല്ലാ ഞായറാഴ്ചയും പോയപ്പോൾ വീട്ടിൽ കാര്യങ്ങൾ പറഞ്ഞു. അവർക്ക് വലിയ പ്രശ്നമായി തീർന്നു. ഞങ്ങൾ ഒറ്റപ്പെട്ടു. അവർ പറയുന്നത്, അവർ മനസ്സിലാക്കുന്നത് വല്ലാത്തൊരു സമൂഹത്തിലേക്ക് പോയി എന്നുള്ള നിലവാരത്തിൽ അവർ ഞങ്ങളെ വേദനിപ്പിച്ചു. വേദനിപ്പിക്കുന്ന വാക്കുകളും കളിയാക്കലുകളും അപ്പോൾ തന്നെ തർജനങ്ങളും ഒക്കെ ഉണ്ടായി. അങ്ങനെ എന്നാൽ ഒരാഴ്ച ഞങ്ങൾ ഇതൊന്നും വകവെച്ചില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച, അതുകൊണ്ട് അവർക്കൊന്നും പറയാനും അധികം പറ്റുന്നില്ല. അവർ സൈലന്റ് ആയിപ്പോയി. അതിനുശേഷം ഞങ്ങൾ എല്ലാ ഞായറാഴ്ച, ഇത്രയും ദൂരെയാണ് സഭായോഗത്തിന് വരുന്നത്. അപ്പോൾ അവിടുത്തെ കർത്താവിന്റെ ദാസൻ, ഞങ്ങൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ആ സഭയിലെ കർത്താവിന്റെ ദാസന്, ഒരു പക്ഷേ കർത്താവിന്റെ ദാസൻ പ്രിയപ്പെട്ടവർക്കെല്ലാം അറിയാവുന്ന മുക്കാലി രാജു പാസ്റ്റർ എന്ന് പറഞ്ഞ കർത്തൃദാസനാണ്. അദ്ദേഹം അതിശക്തമായി ഇന്നും കർത്തൃവേലയിലും തന്നെ ഏൽപ്പിച്ച വ്യത്യസ്തമായ ശുശ്രൂഷകളിലും ഒക്കെ ശക്തനായിട്ട് നിൽക്കുന്ന ഒരു കർത്തൃദാസനാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ യാത്ര ചെയ്ത് ഇവിടെ വരുന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്ക് സമീപത്ത് എവിടെയെങ്കിലും നല്ല ആരാധനയ്ക്ക് വേണ്ടി ക്രമീകരിച്ച്
പോകണം എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ ഒരു ദേവദാസിനെ പരിചയപ്പെടുത്തി. PJ തോമസ് എന്ന് പറഞ്ഞ ഒരു കർത്തൃദാസൻ. ഇപ്പോൾ അദ്ദേഹം അമേരിക്കയിലാണ്. അവിടേക്ക് ഞങ്ങളെ ആരാധനയ്ക്ക് വിട്ടു. കോട്ടയത്ത് തന്നെയുള്ള കൈതേപ്പാലം എന്ന സ്ഥലത്ത്, ഞങ്ങളുടെ വീടിനോട് കുറച്ചടുത്താണ്, കുറച്ച് ദൂരമേ ഉള്ളൂ. അവിടെ പോയി ആരാധനയ്ക്ക് പോയി. അവിടെയും നല്ല ആത്മീയ സന്തോഷം കിട്ടി. ഞങ്ങളെ നന്നായിട്ട് ആത്മീയ കാര്യങ്ങൾ പഠനങ്ങൾ തന്നു ക്രമീകരിച്ചു. ദൈവം വചനം പഠിച്ചു. മെയ് 1-ാം തീയതി 1993 ഡിസംബർ 19-ാം തീയതിയാണ് ഞങ്ങൾ രക്ഷിക്കപ്പെടുന്നത്. 1994 മെയ് 1-ാം തീയതി യേശുവിനെ ജലത്തിൽ ഞങ്ങൾ ഇരുവരും സാക്ഷീകരിച്ചു. ആ ജലത്തിൽ വെച്ച് തന്നെ ആത്മാവിന്റെ അഭിഷേകവും ശക്തിയും കർത്താവിന്റെ ദാസൻ പ്രാപിച്ചു. അതിനുശേഷം ഞങ്ങൾ ആ കൂട്ടായ്മയും തുടർന്നു പോയി. 1994 മെയ് 1-ാം തീയതി സ്നാനപ്പെട്ടതിന് ശേഷം അതേ വർഷം ജൂൺ 12, 13 ദിവസങ്ങളിൽ എനിക്ക് ഒരിക്കലും എൻ്റെ കുടുംബത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത അതിഭയങ്കരമായൊരു മഹാദുരന്തം ഞങ്ങളുടെ കുടുംബത്തുണ്ടായി. അത് ഞങ്ങൾക്ക് അതൊന്ന് ഞാൻ വിശദീകരിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു. ആ നാളുകളിൽ തന്നെ ഉണ്ടായ ഒരു വലിയ സംഭവം എൻ്റെ കുടുംബത്തിലാണ് സംഭവിച്ചത്. ഒരു ഞായറാഴ്ച സഭായോഗത്തിന് പോയിരിക്കുമ്പോൾ അവിടുത്തെ കർത്തൃദാസൻ ദൈവവചനം സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് എന്നോട് പറഞ്ഞു, മിനി എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, മിനി, നിന്റെ കുടുംബത്തിൽ നിന്ന് ഒരു സ്ത്രീയും കുഞ്ഞും ഇറങ്ങിപ്പോകുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊന്നും മനസ്സിലായില്ല. ഒരു സ്ത്രീയും കുഞ്ഞും എന്ന് പറഞ്ഞാൽ എനിക്ക് 5 ചേച്ചിമാരുണ്ട്, എൻ്റെ അമ്മയുണ്ട്, അപ്പോൾ തന്നെ എൻ്റെ ആങ്ങളുടെ ഭാര്യയുണ്ട്. പേരൊന്നും പറഞ്ഞില്ല, ഇങ്ങനെ പറഞ്ഞു. എന്നാൽ ആ ഒരു ആത്മീയ പ്രായം, ആത്മീയത്തിന്റെ ശിശുക്കളായിരുന്നതുകൊണ്ട് ഇത് എങ്ങനെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണമെന്നൊന്നും അറിയില്ല. അയ്യോ, ആരാ ഇറങ്ങിപ്പോയി, ഇങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നു. ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ വിശ്രമിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠൻ ഓടി വീട്ടിലേക്ക് കയറി വന്നു. അന്ന് മറ്റു ബസ്സിൽ യാത്ര ചെയ്ത് വരണം, മൊബൈൽ സംവിധാനവുമില്ല. ഓടി വീട്ടിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, മിനി, നിന്റെ ആങ്ങളുടെ ഭാര്യയും കുഞ്ഞും ആത്മഹത്യ ചെയ്തു. എനിക്ക് ഇന്നും അന്നും എനിക്ക് ഇത് കേൾക്കുമ്പോൾ വിശ്വസിക്കാനേ പറ്റാത്ത, എന്താ സംഭവിച്ചെന്ന് പോലും ചോദിക്കാൻ ആവാതെ ഞാൻ തളർന്നു വീണു. ആ കുഞ്ഞിനെ 4 വർഷം ഇല്ലാതെ ട്രീറ്റ്മെന്റിലൂടെ അവർക്ക് 4 വർഷം കഴിഞ്ഞപ്പം കിട്ടിയ ഒരു കുഞ്ഞാണ്. അവൻ അന്ന് 5 വയസ്സുണ്ട്. അവനെ സ്കൂളിൽ ചേർത്തിട്ട്, ജൂൺ മാസത്തിലാണല്ലോ സ്കൂളിൽ ചേർക്കുന്നത്, ആ ദിവസങ്ങളെ ആയിട്ടുള്ളൂ. വളരെ മിടുക്കനായൊരു കുഞ്ഞാണ്. ഞാൻ ഇതിന് ശേഷം വിവാഹത്തിന് ശേഷം കുഞ്ഞിനെ പോയി കാണാനും ഒക്കെ പോയി. വളരെ സന്തോഷത്തോടെയൊക്കെ ആ പണ്ടത്തെ ബന്ധങ്ങളൊക്കെ തകർന്നൊക്കെ മാറി സന്തോഷത്തോടെ പോവുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കാൻ പോലും, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് ചോദിക്കാൻ എനിക്ക് പറ്റുന്നില്ല. പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, പെട്ടെന്ന് ഡ്രസ്സ് മാറി നമുക്ക് പോകാം എന്ന് പറഞ്ഞു. ഒരു തരത്തിൽ ഞാൻ ഒരുങ്ങി നിലവിളിയോടെ ഞങ്ങൾ ആ വീട്ടിലേക്ക് ചെന്നപ്പോ അവിടെ എല്ലാം കൂട്ടക്കരച്ചിലാണ്. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സംഭവത്തിന് പിന്നിലെ സംഭവം, ശനിയാഴ്ച തലേ ദിവസം ഈ ചേച്ചി വിവാഹം കഴിച്ച് ഞങ്ങളിൽ നിന്ന് വീട്ടിൽ നിന്ന് മാറിപ്പോയതിന് ശേഷവും ദിനംതോറും വഴക്കായിരുന്നു. ഇതൊന്നും നമ്മൾ കൂടുതൽ ഗ്രഹിക്കുന്നില്ല, ആങ്ങളെ ആരോടും പറയാറുമില്ല. വഴക്കിന്റെ കാരണം ഒന്നെങ്കിൽ ജോലി ചെയ്തിട്ട് 5 മിനിറ്റ് താമസിച്ചു വന്നാൽ വഴക്ക്, ഏതെങ്കിലും സ്ത്രീകളോട് അയൽക്കാരോട് ആരോടെങ്കിലും ഒന്നും മിണ്ടിയാൽ വഴക്ക്, ഭയങ്കരമായ സംശയരോഗം, ഇടം വലം തിരിയാൻ പറ്റുന്നില്ല. ഇതൊന്നും ആങ്ങള ആരോടും പറഞ്ഞില്ല. ഇങ്ങനെ വഴക്കുണ്ടാകുന്നതും ആർക്കും അറിയത്തില്ല. ഇവർ വേറെ വാടകയ്ക്ക് താമസിക്കുകയെന്നല്ലേ. എൻ്റെ പഠന സമയത്ത് ഞാൻ ഇടയ്ക്ക് പോയപ്പോൾ എനിക്കറിയാമായിരുന്നു, എന്നും രാത്രിയിൽ ബഹളവും വഴക്കും കേട്ടിട്ടുണ്ട് മുറിയിൽ നിന്ന്. പക്ഷേ ഞാനത് അവർ തമ്മിൽ പ്രശ്നം, രാവിലെ നോക്കുമ്പോൾ ചേച്ചി എന്നോടും മിണ്ടത്തില്ല, ആങ്ങളോടും മിണ്ടത്തില്ല. എന്താ പ്രശ്നമെന്ന് ഞാൻ ചോദിക്കാറില്ല. ചോദിക്കാൻ എനിക്ക് പേടിയാ ചേച്ചിയോട് ചോദിക്കാൻ. ആങ്ങളോടൊട്ടും ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല. അതുകൊണ്ട് കാര്യങ്ങളൊന്നും വിശദമായിട്ട് അറിയില്ലായിരുന്നു. ഇവർ ഈ സംഭവിച്ചതിന്റെ ഒരു 11-ാം തീയതി, ജൂൺ 11-ാം തീയതി എന്ന് പറയുന്ന ആ സമയത്ത്, ശനിയാഴ്ച ഈ രാത്രിയിൽ ചെറിയ വിഷയങ്ങൾക്ക് അന്ന് ജോലി താമസിച്ചു വന്നു. ഞായറാഴ്ച എനിക്ക് വർക്കുണ്ടെന്ന് പറഞ്ഞു. ഞായറാഴ്ച എനിക്ക് തീർത്തു കൊടുക്കേണ്ട വർക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിന് വഴക്കുണ്ടായി. രാത്രി മുഴുവനും വഴക്കുണ്ടായി. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാദിച്ചു. കുഞ്ഞിനെ ഞാൻ കൊല്ലും, നീ കൊല്ലും, ഇങ്ങനെ ഞാൻ കൊല്ലും, കെട്ടിത്തൂക്കുമെന്ന് എന്നിട്ട് ഞാൻ ചാവുമെന്ന് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് അധികാരം, ഞാൻ തന്നെ കൊന്നേക്കാം എന്നൊക്കെ വാക്കുകൾ കൊണ്ട് പരസ്പരം ഇവർ പറഞ്ഞു. രാവിലെ അദ്ദേഹം ജോലിക്ക് പോയി. എൻ്റെ പേരൻസ് അവിടെ ഉണ്ട്, മാതാപിതാക്കൾ അവരോടൊപ്പം ഉണ്ട്. ഇവർക്ക് എന്ന് ഈ വഴക്കായതുകൊണ്ട് അവരുടെ സ്വസ്ഥതയില്ല. രാവിലെ അവരെഴുന്നിട്ട് ഇന്ന് രാത്രിയിൽ ഉറങ്ങിയില്ല, സ്വസ്ഥതയില്ലായിരുന്നു എന്ന് പറഞ്ഞ് കുറച്ച് സമീപത്ത് താമസിക്കുന്ന ഞങ്ങളുടെ സഹോദരിയുടെ വീട്ടിലേക്ക് എൻ്റെ അപ്പനും അമ്മയും പോയി. അപ്പോൾ നാത്തൂനും കുഞ്ഞും മാത്രം വീട്ടിൽ. കുഞ്ഞ് രാവിലെ അയലോക്കത്തുള്ള വീട്ടിലേക്ക് കളിക്കാൻ പോയി കഴിഞ്ഞിട്ട്
അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു വടി ഒടിച്ച് ചേച്ചി അതിനെ അടിച്ചോണ്ട് വീട്ടിൽ കൊണ്ടുവന്നു. അത് ആ അയലോക്കത്തുള്ളവർ പിന്നീട് പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്നായിരുന്നു. വീട്ടിൽ കൊണ്ടുവന്ന് കയറ്റി. ആ കൊച്ചാണ് കുഞ്ഞ് ഒത്തിരി പാവമാണ്, ഒത്തിരി അനുസരണമുള്ള ഒരു കുഞ്ഞാണ്. അവൻ ബഹളമൊന്നും ഉണ്ടാക്കില്ല, കരഞ്ഞോണ്ട് പാവം അകത്തേക്ക് കയറിപ്പോയി. ഈ അമ്മയും ജ്യേഷ്ഠൻ ഞായറാഴ്ച ജോലിക്ക് പോയി. അമ്മയും അച്ഛനും ഒരു 4 മണിയോടുകൂടി മോൻ വരുന്നതിന് മുമ്പ് ഇങ്ങനെ എത്താമെന്ന് വിചാരിച്ച് 4 മണിയോടുകൂടി വീട്ടിൽ വന്നപ്പോ ഡോർ ചാരി ഇട്ടേക്കുക. അച്ഛനാണ് ആദ്യം വാതിൽ തുറന്നു നോക്കിയത്. തുറന്നു നോക്കിയപ്പോ അകത്തെ മുറിയിൽ കർട്ടന്റെ അപ്പുറം കൊച്ചു നിൽക്കുന്നതായിട്ട് കണ്ടു. അപ്പോ മോനെ, ലാലുമോനെ എന്ന് എന്റെ അച്ഛൻ വിളിച്ചു. മിണ്ടിയില്ല. പല പ്രാവശ്യം വിളിച്ചിട്ട് മിണ്ടാഞ്ഞത് കൊണ്ട് കർട്ടൻ നീക്കി നോക്കിയപ്പോ ആ കുഞ്ഞ് ഇങ്ങനെ ഒരു തുണിയിൽ കെട്ടി ഞാന്ന് കിടക്കുകയാണ് മുകളിൽ. സമീപത്ത് തന്നെ ഞങ്ങളുടെ നാത്തൂനും കെട്ടി ഞാന്ന് കിടക്കുകയാണ്. അച്ഛൻ ബോധം കെട്ടു വീണു. പക്ഷെ അമ്മ അലർച്ച കേട്ട് ഓടി വന്നിട്ട് രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ച് രണ്ടുപേരെയും അറുത്തിട്ടു. പക്ഷെ അവർക്ക് അതിനു മുമ്പേ മരണം സംഭവിച്ചിരുന്നു. ഒരിക്കലും താങ്ങാൻ വയ്യാത്ത അതിദാരുണമായ, എന്നെ സംബന്ധിച്ച് ഞാൻ മക്കളില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കി കൊല്ലുക എന്നൊക്കെ എനിക്ക് ഇന്നും അന്നും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതെന്നെ ഞങ്ങളെ മാനസികമായി തകർത്തി തരിപ്പണമാക്കി. എനിക്ക് ഒന്നും ആർക്കും ഒന്നും പറയാൻ വയ്യാത്ത അവസ്ഥ. വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുന്നതിന് മുമ്പേ വിവരവുമായി ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ആളുകൾ ചെന്നു, ആങ്ങളയുടെ അടുത്തേക്ക്. അവിടെ ചെന്ന് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്നപ്പോ, നീ പറഞ്ഞതുപോലെ ചെയ്തല്ലേടി എന്ന് മാത്രം ചോദിച്ചു. അദ്ദേഹവും ബലമില്ലാത്തവനായി വീണു. ഭയങ്കര നിരാശയായിപ്പോയി. പോലീസ് വന്നു. ബോഡി എടുത്തിട്ട് പറഞ്ഞു, ബ്രദറ്, അതായത് ഞങ്ങളുടെ ബ്രദറ്, അദ്ദേഹത്തിന്റെ പേര് ഗോപി എന്നാണ്, അദ്ദേഹം സൂക്ഷിക്കണം, വലിയ ഷോക്കാണ് അദ്ദേഹത്തിന് വന്നിരിക്കുന്നത്. സൈലന്റ് ആയിട്ട് ഇരിക്കുക, ആരോടും മിണ്ടുന്നില്ല, ഒരു നിർവികാരമായ ഒരു അനുഭൂതി, കരയുന്നുമില്ല, മിണ്ടുന്നുമില്ലാത്ത അവസ്ഥ. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങളത് എല്ലാവരും അളിയന്മാർ ഇത്രയും പേരുണ്ടല്ലോ, അപ്പനും അമ്മയും ഉണ്ടല്ലോ, സൂക്ഷിക്കണം, വലിയൊരു അപകടത്തിന് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ വിവരം അറിഞ്ഞ് ഞങ്ങളും രാത്രിയിൽ അവിടെ ഞായറാഴ്ച രാത്രിയാണ് അവിടെ ചെല്ലുമ്പോ കട്ടിലില് കുഞ്ഞിന്റെ ഒരു ഉടുപ്പ് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ അനങ്ങാതെ ഇരിക്കുന്ന ബ്രദറിനെ ഞാൻ കാണും. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങേയറ്റം ബഹുമാനത്തോടും ഭയത്തോടും നിന്ന ആ സഹോദരൻ നിരാലംബനെ പോലെ നിറഞ്ഞ കണ്ണുമായിട്ട് ഇങ്ങനെ കുഞ്ഞിന്റെ ഉടുപ്പുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോ അത് മരിച്ച വീടിനൊക്കെ അതിദുഃഖ ഈ ഒരു കാഴ്ചയായിരുന്നു. അത്രയ്ക്ക് താങ്ങാൻ പറ്റിയില്ല. സംഭവിച്ചൊക്കെ ഞങ്ങൾക്ക് വ്യക്തതയും വരുന്നില്ല എന്താ സംഭവിച്ചത്. ഏറ്റവും ഒടുവില് ഞാൻ എന്തോ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, ഞാൻ മാത്രം ആങ്ങളെ ചാച്ചാന്നാ വിളിക്കുന്നത്, ബാക്കിയുള്ളവരെല്ലാം ഗോപി എന്നാ വിളിക്കുന്നത്. ഞാൻ ചാച്ച, എനിക്ക് ആ കുഞ്ഞിനെ തരാമായിരുന്നില്ലേ എന്ന് ചോദിച്ചതും അദ്ദേഹം പൊട്ടിക്കരഞ്ഞു, തകർന്നുപോയി. പിന്നെ ഒന്നും മിണ്ടാൻ ഞാൻ നിന്നില്ല. ഞങ്ങള് അദ്ദേഹത്തെ കെയർ ചെയ്തുകൊണ്ട് സൂക്ഷിച്ച് അളിയന്മാരെല്ലാം ഇങ്ങനെ നിന്നു. രാത്രിയായി, 1 മണിയായി, 10 മണി 12 ഇങ്ങനെ 12 മണിയായപ്പോ സഹോദരന്മാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കാനൊക്കെ പോയിട്ട് പറഞ്ഞു, ഇവനെ നോക്കിക്കോണമെന്ന് പറഞ്ഞു. അച്ഛനെയും അമ്മയും ഉണ്ട് അവിടെ, സഹോദരങ്ങളെല്ലാം അവിടെ ഇവിടങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോ അച്ഛന്റെ അടുത്തൊരു 3-3:30 വെളുപ്പായപ്പോ എന്റെ ബ്രദർ വന്ന് പറഞ്ഞു, നാളെ ബോഡി എടുക്കണം ഹോസ്പിറ്റലിൽ നിന്ന്, മോർച്ചറിയിൽ നിന്ന്. അപ്പോ എന്റെ കയ്യിൽ പണമൊന്നുമില്ല. ഞാൻ ഒരു ഡോക്ടറിന്റെ അവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടറിന്റെ അടുത്ത് ഞാൻ പണം മേടിക്കട്ടെ. അതിന് നീ ഇപ്പൊ എന്തിനാ പോകുന്നത്? ഇപ്പൊ പോയില്ലെങ്കിൽ 7:30-എങ്കിലും ബോഡി എടുക്കണ്ടേ എന്ന് പറഞ്ഞു. എല്ലാ കാര്യത്തിലും ഉത്തരവാദിത്വം കാണിച്ചുകൊണ്ടിരുന്ന മനുഷ്യനെ അന്ന് ശ്രദ്ധിക്കാനായിട്ട് അച്ഛന് പോകണ്ടടാന്ന് പറയാനോ ഞാനും കൂടെ വരാമെന്ന് പറയാനോ അച്ഛൻ പറ്റിയില്ല. ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, ആരും അറിഞ്ഞില്ല. പെട്ടെന്ന് അച്ഛനോട് മാത്രം രഹസ്യമായിട്ട് പറഞ്ഞിട്ട് അദ്ദേഹം, വണ്ടിയൊന്നുമില്ല, സ്റ്റാർട്ട് ചെയ്യുന്ന ഒച്ചയൊന്നും ഇല്ലല്ലോ, നടന്ന് അദ്ദേഹം വഴിയിലേക്ക് പോയെന്നറിഞ്ഞപ്പോഴേ അച്ഛന് പെട്ടെന്ന് തോന്നി, ഇത് ഇങ്ങനെ പോലീസ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നോർത്ത് സഹോദരന്മാരുടെ അടുത്തേക്ക്, ഞങ്ങളുടെ അളിയന്മാരുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, ഗോപി ഇങ്ങനെ പണത്തിനാന്നും പറഞ്ഞ് പുറത്തോട്ട് പോയി. അയ്യോ ചതിച്ചോ അച്ഛാ എന്ന് പറഞ്ഞ് ഈ സഹോദരങ്ങളെല്ലാം കൂടെ ഓടി പുറകെ ചെന്നു. പക്ഷെ എവിടെയും എൻ്റെ ആങ്ങളെ കണ്ടില്ല. സ്റ്റാൻഡിൽ ചെന്നിട്ട്, ഓട്ടോ സ്റ്റാൻഡിൽ ചെന്നിട്ട് അവരോട് ചോദിച്ചു, ഇപ്പോൾ ഒരു ഓട്ടോ വിളിച്ചാരെങ്കിലും പോയോ? ഞങ്ങൾ ആരും കണ്ടില്ല എന്ന് പറഞ്ഞു. കുറച്ചു സമയം നിന്ന് നിരാശരായി ഇവർ വീട്ടിലേക്ക് വന്നു. പെൺകുട്ടികൾ സഹോദരിമാരും അറിഞ്ഞിട്ടില്ല. ഒരു 5:30 മണിയായപ്പോ കൊച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂൾ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ക്ലാസ് ആണ്, 1ഉം 2ഉം ക്ലാസ്സുകൾ. അവിടെ മോനെ ചേർത്തിട്ട്, ആങ്ങളുടെ മോനെ ചേർത്തിട്ട് 4-5 അല്ലെ ഒരാഴ്ചയോ ആയിട്ടുള്ളൂ. അതിലെ പാല് കൊടുക്കാനായിട്ട് ഒരു മനുഷ്യൻ പാലുമായിട്ട് ഇങ്ങനെ വരുന്ന വഴി 5:30 മണി വെളുപ്പിനെയാണ്. അദ്ദേഹം ആരോ തൂങ്ങിക്കിടക്കുന്നത് കണ്ട്, സ്കൂളിന്റെ വരാന്തി തൂങ്ങിക്കിടക്കുന്നുണ്ട്, അലറി ടൗണിൽ ചെന്നു, ബഹളം വെച്ചു. അപ്പോൾ അവിടെയുള്ള ഓട്ടോക്കാരെല്ലാം ഓടി വന്നു. ഏകദേശം കാര്യം മനസ്സിലായി.
വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ അറിവ് തന്നു. അത് മറ്റാരുമല്ലായിരുന്നു, എൻ്റെ സഹോദരന്, ഞങ്ങളുടെ ഏക സഹോദരനായിരുന്നു അവിടെ. അദ്ദേഹത്തിന് താങ്ങാൻ പറ്റാത്ത ആ വേദന താൻ ആത്മഹത്യയിലൂടെ അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു. ഇത് ഞങ്ങൾക്ക് ഈ ഒരു ഒരു സ്വപ്നം പോലെ, ഇതൊരിക്കലും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് ഇത് സംഭവിച്ചതാണെങ്കിൽ ഞങ്ങൾ ആരും നിലനിൽക്കത്തില്ല. അതുപോലത്തെ വേദനാജനകമായ സംഭവമായി, ഒരു ഭയങ്കരമായ സംഭവം. 3 പേർ ഒരു വീട്ടിലുണ്ടായിരുന്ന 3 പേരും ഞങ്ങൾ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ഞങ്ങളുടെ ഏക സഹോദരൻ, എൻ്റെ മാതാപിതാക്കളുടെ ഏക മകൻ, ആ ഭാര്യയും കുഞ്ഞും മരണപ്പെടുക, ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായിട്ട് മരണപ്പെടുവാനിടയായി. സംഭവങ്ങളെല്ലാം കഴിഞ്ഞു പോയി. അന്ന് തിങ്കളാഴ്ച വൈകിട്ട് ബോഡി കൊണ്ടുവന്ന ഒരേ കുഴിയിൽ, അവരുടെ പറമ്പിൽ ഒരേ കുഴിയിൽ 3 പേരെയും ആ ആചാരപ്രകാരം അടക്കി. അത് എനിക്ക് ഭയങ്കര മാനസികമായ ഷോക്കായിപ്പോയി. എനിക്ക് താങ്ങുന്നതിലൊക്കെ എല്ലാവരും ദുഃഖിതരാണ്. എന്നെ ഒരു പിതാവിനെ പോലെ ചാച്ചാന്ന് വിളിച്ച് ഞാൻ സ്നേഹിച്ച് നടന്ന അദ്ദേഹത്തിന്റെ ആ നിർജീവമായ ശരീരം, പ്രത്യേകിച്ച് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ആ കണ്ണുകൾ, നീല കളറിൽ ആ കണ്ണുകൾ അടഞ്ഞു നിൽക്കുന്നത് എനിക്ക് ഓർക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഭയങ്കരമായ അതിദാരുണമായ ആ സംഭവം പത്രവാർത്തകളിലൂടെ വന്നു, മാഗസിനുകളിൽ വന്നു. സംശയത്തിന്റെ ഒരു അനന്തര ഫലമായിട്ട് വളരെ സമാധാനത്തോടെ സ്വന്തമായിട്ട് വീടും വെച്ച്, സ്ഥലവും മേടിച്ച്, വീടും ഒക്കെ വെച്ച് സന്തോഷത്തോടെ പോകുന്ന അവസ്ഥയിൽ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി തകർന്നു പോയൊരു കുടുംബമാണ് എൻ്റെ സഹോദരന്റെ കുടുംബം. ഞാൻ അന്ന് ഓർക്കുകയായിരുന്നു, യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നിന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഒരു മാനസിക രോഗിയായി തീരുമായിരുന്നു. അതിനുശേഷം പോലും പലപ്പോഴും ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നില്ല എന്നോർത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് ജീവിക്കണ്ട എന്നിപ്പോഴും ഞാൻ ആ വിശ്വാസത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളാണല്ലോ, അങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ 1 വർഷം കഴിഞ്ഞു. എല്ലാവരും ജീവിതത്തിന് വേണ്ടി, ഒറ്റപ്പാടുകൾക്ക് വേണ്ടി, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾക്ക് വേണ്ടി തിരിഞ്ഞു. 1 വർഷം കഴിഞ്ഞപ്പോൾ ഈ മാതാപിതാക്കൾ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് ആങ്ങളുടെ വീട്ടിൽ. അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസം അച്ഛൻ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് എൻ്റെ പിതാവ് എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. ബ്രദർ മരിച്ചതിന്റെ പിറ്റേ വർഷം 95. ഇന്ന് വരെ എവിടെ ഇറങ്ങിപ്പോയതെന്നോ, ജീവനോടെ ഉണ്ടായിരിക്കുമോ മരിച്ചോ എന്നൊന്നും അറിയാത്ത വിധം അതിദുഃഖകരമായ ഒരു അനുഭവമാണ് എൻ്റെ പിതാവിന് ഉണ്ടായത്, ഞങ്ങൾക്ക് ഉണ്ടായത്. അച്ഛൻ എഴുതി വെച്ചു, എന്നെ അന്വേഷിക്കരുത്, അത് നിങ്ങൾക്ക് അപകടമാണ്. നിങ്ങൾ ഇനി പെൺമക്കളും മരുമക്കളും ഉള്ളല്ലോ, അമ്മയുണ്ട്, നിങ്ങൾ അമ്മയെ നോക്കണം. ഞാൻ ഇനി ജീവനോടെ ഇരിക്കത്തില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ അന്വേഷിക്കരുത്, അത് അപകടമാണ്. പക്ഷെ അത് കേട്ടില്ല. ലെറ്റർ വായിച്ചതിന് ശേഷം മക്കളെല്ലാം അവരുടെ ആവോളം അന്വേഷിച്ചു. കഴിഞ്ഞ 29 വർഷമായിട്ട് എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിവ് കിട്ടിയിട്ടില്ല. മരണത്തെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ല. എൻ്റെ അച്ഛൻ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ദുരന്തം വീണ്ടും ആവർത്തിച്ചു. ഈ ദുരന്തം പലപ്പോഴും ഞങ്ങളുടെ സഹോദരിമാരുടെ പല ഭവനങ്ങളിലും ആവർത്തിക്കപ്പെടുവാൻ ഉള്ള സാഹചര്യങ്ങളും ഉണ്ടായി. പല സഹോദരിമാരും ആത്മഹത്യക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നു. എൻ്റെ വിശ്വാസ ജീവിതത്തിൽ നിന്നും അതിൻ്റെ ആ അനുഭവത്തിൽ നിന്നും എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, മന്ത്രവാദത്തിൻ്റെതായ ആഭിചാരത്തിൻ്റെതുമായ ശക്തി ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ ശാപമായിട്ട് തീർന്നു. എൻ്റെ പിതാവും ഞാൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ഭവനത്തിലെ അപ്പച്ചനും ഞങ്ങളുടെ പിതാക്കന്മാർ പലരും ഈ ഒരു നിലവാരത്തിൽ പോയതുകൊണ്ട് എല്ലാ കുടുംബങ്ങളും അധപ്പതിച്ചു പോയതായിട്ട് വ്യക്തമായിട്ട് എനിക്ക് അറിയാം. ഞങ്ങൾ കോരകപുത്രന്മാര് ആ യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പിടിച്ചതുപോലെ യേശപ്പന്റെ കണ്ണുകളിലേക്ക് നോക്കി ആ യേശുവിനെ അപ്പനായി പിതാവായി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ശാപം ഞങ്ങളെ ഫോളോ ചെയ്യുമായിരുന്നു. എന്നാൽ അത് അനുവദിച്ചില്ല ദൈവം. പലപ്പോഴും എൻ്റെ ജീവിതത്തില് വേദനകളുണ്ടായി, നിരാശകളുണ്ടായി, തലമുറയില്ലാതെ ദീർഘനാളുകൾ ഇരുന്നപ്പോഴും യേശുപ്പ അങ്ങ് എനിക്കുണ്ടല്ലോ അപ്പനായിട്ട്, അങ്ങ് എനിക്കുണ്ടല്ലോ നല്ലൊരു സഹോദരനായിട്ട്. ജീവിതത്തിൽ അവർക്കുണ്ടായത് അവരുടെ കുറ്റം കൊണ്ടല്ല, അവരെ ഈ ലോകത്തിന്റെ അധിപതിയായ പിശാച് തകർത്തു കളഞ്ഞതാണെന്നുള്ള ഒരു ആത്മീയ ബോധം ഞങ്ങളിൽ വന്നപ്പോൾ ഞങ്ങൾ ധൈര്യപ്പെടുവാൻ ഇടയായി തീർന്നു. അനേകർക്കതൊരു പാഠമായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിൽ നാം മറ്റുള്ളവർക്ക് ഗുണം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ദോഷമായിട്ടുള്ള പ്രവൃത്തികൾ നമ്മളിൽ നിന്നുണ്ടായ തലമുറകളിലേക്ക് ശാപമായിട്ട് തീരുവാനിടയായി തീരും എന്നൊരു വളരെ വലിയ യാഥാർത്ഥ്യമാണ്. ആ ശാപം പിന്നെയും തുടർന്നു. എൻ്റെ സഹോദരി, ഏറ്റവും മൂത്ത സഹോദരി, അവരൊന്നും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരല്ലായിരുന്നു.
മഹാരോഗം, വളരെ ചെറുപ്പത്തിൽ തന്നെ 50 വയസ്സിൽ ക്യാൻസർ രോഗത്താൽ പെട്ടെന്ന് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ഓരോ കുടുംബങ്ങളിലും അനർത്ഥങ്ങളും അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരുന്നു. എന്നാൽ കർത്താവിനെ സ്വീകരിച്ച എൻ്റെ സഹോദരിമാർ കർത്താവിനെ സ്വീകരിച്ചു. എൻ്റെ ഹസ്ബൻഡിന്റെ ഭവനത്തിൽ പലരും യേശുവിനെ സ്വീകരിച്ച് ദൈവ പൈതങ്ങളായി തീർന്നു. മാത്രമല്ല എൻ്റെ പിതാവ് പോയി, എൻ്റെ മാതാവും എൻ്റെ ഹസ്ബൻഡിന്റെ മാതാവും പിതാവും ഈ യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനമേറ്റ് കർത്താവിനോട് ചേർന്നു. അവർ വളരെ ആനന്ദത്തോടെ ഞങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിച്ചു. ഒരു പക്ഷേ ചെറുപ്പക്കാർക്ക് ഇതൊക്കെ കാര്യങ്ങൾ പിടികിട്ടും പറഞ്ഞാൽ മനസ്സിലായിട്ട് അങ്ങ് അവർ മാറിയതാണെന്നോ വെക്കാം. എന്നാൽ ഇതും ഈ പ്രായമായിട്ട് പല കാര്യങ്ങളും അവർക്ക് അവരുടെ മനസ്സിൽ ഉറച്ചിട്ടും ദൈവവചനത്തിന്റെ ശക്തി അവരെ രൂപാന്തരപ്പെടുത്തി എന്നുള്ളത് വളരെ എൻ്റെ ഫാദറിലോ ഭയങ്കര മദ്യപാനിയായിരുന്നു. ഇതുപോലെ ജ്യേഷ്ഠന് മാനസാന്തരം വന്നതുപോലെ തന്നെ എൻ്റെ പിതാവിനും മാനസാന്തരം വന്നത്. അദ്ദേഹം വളരെ നന്നായി ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ചില വർഷങ്ങൾക്ക് മുമ്പ് നിത്യതയിൽ പ്രവേശിക്കുവാനിടയായി തീർന്നു. എൻ്റെ മാതാവ് കഴിഞ്ഞ വർഷം നിത്യതയിൽ പ്രവേശിപ്പാനിടയായി തീർന്നു. അതിൽ ഞങ്ങൾക്ക് അത് ഖേദമില്ല, കാരണം അവരെല്ലാം നിത്യ സന്തോഷത്തിൽ പ്രവേശിച്ചു. യേശപ്പനെ അറിഞ്ഞ് യേശപ്പച്ചനെ സ്നേഹിച്ച് സേവിച്ചവർ മടങ്ങുവാനിടയായി തീർന്നതിൽ ഞങ്ങൾ സന്തോഷമുണ്ട്. ഇപ്പോ 85 വയസ്സുള്ള ഞങ്ങളുടെ മാതാവ് ഇവിടെ ഉണ്ട്. എപ്പോഴും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ആരോഗ്യക്കുറവുണ്ടെങ്കിലും ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി സന്തോഷത്തോടെ പോകുന്ന കാഴ്ച കാണുമ്പോൾ നമ്മുടെ ദൈവം എത്ര വലിയവനാ, എത്ര നല്ലവനാ, നമ്മെ എത്രയധികം സ്നേഹിക്കുന്നവനാ എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ച് മറ്റൊരു ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. അങ്ങനെ ജീവിതം മുൻപോട്ട്, ക്രിസ്ത്യൻ ജീവിതം ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് തലമുറകൾ ഉണ്ടായില്ല. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയപ്പോ എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ ആഗ്രഹമായിരുന്നു, കർത്താവേ അവരെ ഇവരെയൊക്കെ വിടുവിച്ചല്ലോ, എനിക്ക് ഒരു വിടുതൽ തരും, എനിക്കൊരു കുഞ്ഞിനെ തരും എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവവചനം കൂടെ കൂടെ ദൈവദാസന്മാർ പ്രസംഗിച്ചു. ഹന്നയെ കുറിച്ചും അബ്രഹാമിനെ കുറിച്ചും ഒക്കെ കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദീർഘകാലങ്ങൾ വർഷങ്ങൾ കാത്തിരുന്നിട്ടും അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായ അത്ഭുതം, അതെല്ലാം ഒരു അനുഗ്രഹമായി കണ്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം എന്നെ അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ 1, 2 ഞങ്ങളുടെ വിവാഹശേഷം 2 വർഷം കഴിഞ്ഞാണ് വിശ്വാസത്തിൽ വരുന്നത്. അതിനുശേഷം ദീർഘമായ 6 വർഷങ്ങൾ കൂടി, മൊത്തം 8 വർഷം വിവാഹം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് കർത്താവ് മറുപടി ഒന്നും തന്നില്ല. അതുകൊണ്ട് എനിക്കൊരു നിരാശയും തോന്നിയില്ല. കാരണം എന്താണെന്നറിയാമോ? ദൈവവചനം പഠിച്ചു വന്നപ്പോഴാണ് മനസ്സിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്, ഒരു മകനെ കിട്ടണം, ഒരു കുഞ്ഞിനെ കിട്ടിയാൽ കൊള്ളായിരുന്നു, നിന്നയാന്നല്ലോ, പരിഹാസമാണല്ലോ, എനിക്ക് യേശു തരണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവവചനം പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, യേശുവില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല ഒരു മനുഷ്യനും. യേശു കർത്താവ് ഒരു മനുഷ്യന്റെ, ഒരു സമൂഹത്തിന്റെയോ ദൈവമല്ല, സകല മാനവരാശിയുടെയും കർത്താവാണ്. സകലരെയും രക്ഷിക്കാനാണ് താൻ കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നത്. അതുകൊണ്ട് ആ രക്ഷയുടെ സന്തോഷം എനിക്ക് വ്യക്തിപരമായി കിട്ടിക്കഴിഞ്ഞപ്പോ ഇതെന്റെ അവകാശം, എൻ്റെ കർത്താവ് എനിക്ക് തന്നൊരു അവകാശമാണ് ആ രക്ഷ. അതാണ് ഏറ്റവും വലിയ കാര്യം. യേശുവിനെ കിട്ടിയതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് മനസ്സിലായപ്പോ ഞങ്ങൾ ആ എബ്രായ ബാലന്മാർ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇരുവരും വിശ്വാസത്തിൽ ഒരേപോലെ മുമ്പോട്ട് പോയി. ഞങ്ങൾ ഇരുവരും പറഞ്ഞു, കർത്താവേ മക്കളെ തന്നാലും തന്നില്ലേലും ഞങ്ങൾ അങ്ങയെ സേവിക്കും, അങ്ങയെ വിട്ട് എങ്ങും പോകത്തില്ല. പത്രോസ് പറയും, അങ്ങയെ വിട്ട്, അങ്ങയുടെ തിരുവചനം വിട്ട് അമ്മ ഞങ്ങൾ എവിടെ പോകാനാ? യേശുവിനെ അറിയാതെ ജീവിച്ച അനുഭവങ്ങളും ഇപ്പോൾ ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന യേശുവിന്റെ സ്നേഹം അനുഭവിച്ച് ദൈവത്തെ സേവിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ എത്ര അന്തരമാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നറിയാമോ? തകർച്ചകളും വേദനകളും ഒറ്റപ്പെടലുകളും നിരാശയും അസമാധാനവും മാത്രം തളം കെട്ടി നിന്ന വീടിന്റെ അന്തരീക്ഷത്തിൽ, മദ്യപാനികളെ കൊണ്ട് നിറഞ്ഞ വീടിന്റെ അന്തരീക്ഷത്തിൽ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും വന്ന് യേശുക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ തേടി എത്തിയത് കൊണ്ടാണ്. ലോക സ്ഥാപനത്തിന് മുമ്പ് ഒരു പെൺകുട്ടി ആണെങ്കിൽ ജനിക്കണ്ട, അല്ലെങ്കിൽ ഒരു കുഞ്ഞും കൂടി ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന് വിചാരിച്ചിരുന്ന ആ സാധു മാതാപിതാക്കളുടെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്നത് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്ന സർവശക്തന്റെ മുൻ പദ്ധതിയാണ്. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക്, കർത്താവിനെ വേർതിരിക്കാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അങ്ങനെ യേശു കർത്താവ് ഞങ്ങൾക്ക് മക്കളെ തന്നില്ല. അങ്ങനെ ദീർഘവർഷങ്ങൾ കടന്നുപോയി. ഈ കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ ഏത് സ്ത്രീകൾക്കും, മനുഷ്യർ ജഡത്തിലല്ലേ നമ്മള്, അപ്പൊ അങ്ങനെ സങ്കടങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്നോട് ചോദിക്കുമ്പോ, ആഹാ ഇങ്ങനെ ഇത്ര നാൾ അവിടെ പോയിട്ടൊന്നും കിട്ടിയില്ലേ എന്നുള്ള ചോദ്യങ്ങൾ. അതുപോലെ തന്നെ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ
സഭയിൽ സ്തോത്ര പ്രാർത്ഥന ജനിച്ച കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോഴും ചിലപ്പോൾ ഞാൻ അതിവേദന എടുത്തിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ മനസ്സ് തകർന്നു പോയിട്ടുണ്ട്. അപ്പ എന്നെ ഓർക്കുന്നില്ലേ എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്ത് 1999 ഞങ്ങൾ ആത്മീയ യാത്രയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ കോട്ടയത്തിൽ നിന്ന് ഈ വിശ്വാസമൊക്കെ പ്രമാണിച്ച് ഞങ്ങൾ ഈ മാതാപിതാക്കൾ രക്ഷിക്കപ്പെട്ടത് ദീർഘവർഷങ്ങൾക്ക് ശേഷം. ഞങ്ങള് രക്ഷിക്കപ്പെട്ടതിന് ശേഷം വീട്ടിലെ അന്തരീക്ഷം ഞങ്ങൾക്ക് പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ തിരുവല്ലയിലേക്ക്, ഒരു ജോലിയോടുള്ള ബന്ധത്തില്ല ഞങ്ങൾ തിരുവല്ലയിൽ വരുന്നത്. തിരുവല്ലയിൽ വന്ന് ജോലി ചെയ്തു. അതിനുശേഷം കർത്താവ് ഇവിടെ ഞങ്ങളെ രണ്ടുപേരെ സ്ഥിരമാക്കി. 95 ഞങ്ങൾ ഈ നാട്ടിൽ വന്നതാണ്. ഇവിടെ വന്ന് താമസിച്ചു. അപ്പൊ ഇവരെല്ലാവരും 2 വീട്ടുകാരും ഞങ്ങൾ ആരുമായിട്ടൊരു ബന്ധവും ഇല്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം ദൈവത്തിന്റെ അത്ഭുത കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോഴാണ് ഇവരെല്ലാം പതിയെ അടുത്തടുത്ത് വന്ന്, ഇനി ഞങ്ങളിൽ നിന്ന് അടുക്കുക മാത്രമല്ല യേശുവിലേക്കും അവർ അടുത്ത് വന്നത്. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ ഞങ്ങൾ ഈ തിരുവല്ലയിലേക്ക് വന്നതിന് ശേഷം നല്ല ആത്മീയ കൂട്ടായ്മകളിൽ പങ്കെടുത്ത ഞങ്ങൾ ധൈര്യത്തോടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആണ് മഞ്ഞാടിയിലുള്ള KP യോഹന്നാന്റെ ഓഫീസിൽ ആത്മീയ യാത്രയിൽ കർത്താവിന്റെ ദാസൻ ജോലി ചെയ്തു തുടങ്ങി. അന്ന് കർത്താവിന്റെ വേലയിലൊന്നും അല്ല, ജോലി ചെയ്തു തുടങ്ങി. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വീട്ടിലിരുന്നും അവിടുത്തെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടും മാത്രം വാടകയ്ക്ക് താമസിക്കുക. അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കവേ 1999 ആദ്യം ദൈവം കർത്താവിന്റെ ദാസനോട് ഇടപെട്ടു. നിന്നെ എനിക്ക് കർത്താവിന്റെ എന്റെ വേലയ്ക്കായി പൂർണ്ണമായിട്ട് നീ ഇറങ്ങണം. അതിശക്തമായിട്ട് ഇടപെട്ടു. അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇരുവരും ഒരുമിച്ചാണല്ലോ വിശ്വാസത്തിലേക്ക് വന്നത്. ഞങ്ങൾ ഇരുവരും ഒന്നിച്ച് കർത്താവിന്റെ വചനം പഠിക്കണമെന്ന് തീരുമാനിച്ചു. അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. ഏത് കോളേജിൽ പോകണം? ഞങ്ങൾക്ക് തിരുവല്ലയിലുള്ള ഷാരൺ ഫെലോഷിപ്പ് ചർച്ച് കോളേജുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പഠനം തുടങ്ങി. ആദ്യത്തെ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലും കർത്താവിന്റെ ദാസൻ മലയാളം മീഡിയവുമായിട്ട് ഞങ്ങൾ കോഴ്സ് തുടങ്ങി. ഞങ്ങൾ ദൈവവചനം വളരെ സമാധാനത്തോടെ പഠിച്ചുകൊണ്ടിരിക്കെ 1999 ഡിസംബർ 22-ാം തീയതി, ആ സമയത്ത് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ വാടക വീടുകൾ മാറി മാറി താമസിക്കുന്നവരാ. അന്ന് കൊച്ചു വാടക കൊടുക്കാനേ നിവൃത്തിയുള്ളൂ. അതിന് തന്നെ നിവൃത്തിയില്ല. സുവിശേഷം അന്ന് ഒരു വേലയും ചെയ്യുന്നില്ലല്ലോ. ദൈവവചനം പഠിച്ചപ്പോൾ ഞങ്ങൾ മുഴുവൻ പട്ടിണി കിടന്ന ദിവസങ്ങളുണ്ട്. മുളക് ചാലിച്ച് ആഹാരം കഴിച്ചിട്ട് അസുഖം വരാതെ ഇരുന്നത് അത്ഭുതമാണെന്ന് എപ്പോഴും ഞാൻ ചിന്തിക്കും. കാരണം ഒരു ദിവസമല്ല, ദീർഘനാളുകൾ മുളക് മാത്രം ചാലിച്ച് ചോറ് വാരി തിന്നുക. ഞങ്ങൾ പുഷ്ടിയുള്ളവരായി തന്നെ അന്ന് വരുന്നത്. ഇത് എനിക്കറിയാം, കർത്താവ് അതിനെ അനുഗ്രഹിച്ചെനിക്ക് തരുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. അങ്ങനെ ദാരിദ്ര്യം യേശുവിനെ അറിഞ്ഞതിന് ശേഷം മറ്റൊരാളിൽ ആശ്രയിക്കാതിരുന്നത് കൊണ്ട് ഉണ്ടായൊരു ബുദ്ധിമുട്ട്. അങ്ങനെ ജോലിയും ചെയ്യുന്നില്ല. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവവചനം പഠിച്ച് മുമ്പോട്ട് പോയപ്പോൾ ചെറിയ വാടകകൾ തരാൻ സഭയിലുള്ളവർ തയ്യാറായി. എന്നാൽ നമ്മുടെ ആഹാരത്തിന് വേണ്ടി ഇല്ല. ഇതൊക്കെ ബൈബിൾ കോളേജിൽ നിന്നൊക്കെ കഴിച്ചു. ഞെരുക്കം ആരെ അറിയിച്ചില്ല. ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥനയോടെ മുൻപോട്ട് പോയി ദൈവവചനം പഠിച്ചുകൊണ്ടിരുന്നു. ആദ്യത്തെ 1 വർഷത്തിന് ശേഷം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ 1 വർഷത്തിന്റെ ലാസ്റ്റില് എനിക്കൊരു വാഗ്ദത്തം തന്നു. ഈ 1999 നിനക്ക് തലമുറയെ തരും എന്ന് ഒരു പ്രവാചകനിലൂടെ ദൈവം ഞങ്ങളോട് സംസാരിച്ചു. ഒരു സഭയിൽ വെച്ച സംസാരിച്ചു. അപ്പോ 1999 ആദ്യം പറഞ്ഞതാണ്. ഞാൻ പഠിക്കുന്ന ഡിസംബർ 20-ാം തീയതിയായി. കോളേജിൽ പഠിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ എന്റെ സഹപാഠികളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു വാഗ്ദത്തം ഉണ്ട്. പക്ഷേ ഞാൻ ഇച്ചിരി ചിരിച്ചോണ്ടാ പറഞ്ഞു, പക്ഷെ ഇനി 11 ദിവസം കൂടെ ഉള്ളൂ, ഡിസംബർ തീരാൻ പോവാ, വാഗ്ദത്തത്തിന്റെ സമയം കഴിഞ്ഞു. അപ്പൊ അതിനകത്തൊരു കൊച്ചു സഹോദരി എന്നോട് പറഞ്ഞു, അന്ന് എനിക്ക് പ്രായമുണ്ടല്ലോ, വിവാഹിതയുമാ, എന്നെ ചേച്ചി എന്ന് വിളിക്കും. ചേച്ചി 11 ദിവസം വേണോ നമ്മുടെ കർത്താവിനെ പ്രവർത്തിക്കാൻ എന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്നത് ഭയങ്കര ദൂത് പോലാ എനിക്ക് സംഭവിച്ചത്. ഞാൻ പറഞ്ഞു, വേണ്ട, 11 നിമിഷം പോലും വേണ്ട നമ്മുടെ അപ്പന് പ്രവർത്തിക്കാൻ. അങ്ങനെയാണെങ്കിൽ നാളെ കോളേജിൽ വാ, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്കെല്ലാം ഇവിടെ പറഞ്ഞിട്ട് ഉച്ചവരെ ഉപവസിക്കാം എന്ന് പറഞ്ഞു. ഓക്കെ, എല്ലാവരും സമ്മതിച്ചു. സഹോദരിമാരെല്ലാം അവിടെ ഉച്ച സമയത്ത് വട്ടത്തിലിരുന്ന് കരങ്ങൾ കോർത്തു പിടിച്ച് ഒറ്റ പ്രാർത്ഥന. അപ്പൊ ഞങ്ങളുടെ ഈ സഹോദരിക്ക് കർത്താവ് തലമുറയെ ദാനം ചെയ്യണം എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വസിച്ചു, കാരണം അത്ര ശക്തമായിരുന്നു അവരുടെ പ്രാർത്ഥന. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് വിശ്വസിച്ചു. ഞാൻ വീട്ടിലേക്ക് പോകും. പക്ഷേ ഞങ്ങൾ ആ ദിവസങ്ങളിൽ വീട് ഷിഫ്റ്റ് ചെയ്തതിന്റെ, ഒരു കൊച്ചു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിട്ട് മാറിയതിന്റെ ക്ഷീണത്തോടെ എനിക്ക് പിറ്റേ ദിവസം കോളേജിൽ പോകാൻ പറ്റിയില്ല. 22-ാം തീയതി ഡിസംബർ 22. വീടിന്റെ വൃത്തിയാക്കലും ഒക്കെ ആയി. ഞാൻ പനിയായി, ചെറിയൊരു പനിയായി. അദ്ദേഹം ബൈബിൾ കോളേജിൽ പോയിട്ട് മടങ്ങി വന്നു. സന്ധ്യയായ സമയം, ഒരു 7:30 ആയ സമയം, അദ്ദേഹം വേദപുസ്തകം വായിച്ചുകൊണ്ട് വരാന്തയിലിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉറങ്ങിപ്പോകും, അല്പം ക്ഷീണമുണ്ട്, അവിടെ ഞാൻ ഒന്ന് വിശ്രമിക്കട്ടെ, ഒരു അരമണിക്കൂർ എന്ന് പറഞ്ഞ് ഞാൻ മുറിയിൽ പോയി കട്ടിലിൽ കിടന്നു. കൃത്യം 7:30 ആയ സമയത്ത് ഞാൻ ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുകയാണ്. എന്റെ തോളിൽ അതിശക്തമായിട്ട് ആര് തല്ലി, എന്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് യെശയ്യാ പ്രവചനം 25-ാം അധ്യായം വായിക്കുക എന്ന്
ഒരു ഭയങ്കര അതിശക്തമായ ശബ്ദം കേട്ടു. ഞാൻ വല്ലാത്ത ഉറക്കത്തിലേക്ക് പോയില്ല, ഒരു മയങ്ങിയതേ ഉള്ളൂ. ഞാൻ ചാടി എഴുന്നേറ്റ് കട്ടിലിൽ ഇരുന്നിട്ട് ഞാൻ ചോദിച്ചു, ഏത് വാക്യമാ കർത്താവേയും ചോദിച്ചു. എനിക്കറിയാം എന്റെ കർത്താവ് എന്നോട് സംസാരിച്ചത്. അപ്പോ വാക്യമൊന്നും പറഞ്ഞു തന്നില്ല, ഒന്നുകൂടെ പറഞ്ഞു. വളരെ സുബോധത്തോടെ കട്ടിലിൽ ഇരിക്കും എന്നോട് പറഞ്ഞു, യെശയ്യാ പ്രവചനം 25-ാം അധ്യായം എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് നിലവിളിച്ച ഹസ്ബൻഡിനെ വിളിച്ചു. ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, യേശുപ്പച്ചൻ എന്നോട് സംസാരിച്ചു, എന്റെ കർത്താവിനോട് സംസാരിച്ചു, ദൈവവചനം വായിക്കാൻ പറഞ്ഞു. എന്താണെന്ന് അറിയില്ല, വരാൻ പറഞ്ഞു. ബൈബിളുമായിട്ട് ഓടി വന്ന് ഞങ്ങൾ രണ്ടും ഭയങ്കര വിറയ്ക്കുന്ന കൈകളോടെയാ ബൈബിൾ തുറന്ന് വായിച്ച്. ബൈബിൾ തുറന്ന് യെശയ്യാ പ്രവചനം 25-ാം അധ്യായം എടുത്തപ്പോഴാണ് അതിനകത്ത് 12 വാക്യങ്ങളെ ഉള്ളൂ. അപ്പൊ അതിന്റെ വാഗ്ദത്തങ്ങൾ നിനക്ക് വായിച്ച് ഗ്രഹിക്കാം എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകാം ആ റെഫറൻസ് ഒക്കെ ഞാൻ ചോദിച്ചിട്ട് കൃത്യമായിട്ട് പറയാഞ്ഞത്. ഞങ്ങൾ കരഞ്ഞോണ്ടാ, വാവിട്ട് കരഞ്ഞോണ്ടാ. കാരണം ഇതൊരു സാധാരണ സംഭവമല്ല. എന്നെ തൊടുകയും എന്നോട് വചനം വായിക്കുകയും പറഞ്ഞ് ദൈവശബ്ദം കേട്ടത് കൊണ്ട് അതിഭയങ്കര ഭയത്തോടും ദൈവസ്നേഹത്തോടും ഞങ്ങൾ വാവിട്ട് നിലവിളിക്കുക. ദൈവവചനം ഞങ്ങൾ ഇരുവരും ചേർന്ന് വായിച്ച് ഞങ്ങൾ ഇങ്ങനെ വായിച്ചു വന്ന് 25-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് വന്നപ്പോ അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും നിന്ന കണ്ണുനീർ തുടയ്ക്കുകയും തന്റെ ജനത്തിന്റെ നിന്ന സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും. ഞാൻ പരിശുദ്ധാത്മാവ് ശക്തമായ ആ വചനത്തിൽ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. ആ വചനം ഞങ്ങളോട് ശക്തമായി ഇടപെട്ടു. സകല മുഖങ്ങളിൽ നിന്നും നിന്നയെ നീക്കുന്ന ഒരു ദൈവം, സകല കണ്ണുനീരിനെ തുടയ്ക്കുന്ന ഏക ദൈവം നമ്മുടെ കർത്താവ്. കർത്താവ് എന്നോട് അങ്ങനെ ശക്തമായി പറഞ്ഞു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആകെപ്പാടെയുള്ള ഒരു ദുഃഖം എന്ന് പറഞ്ഞാൽ പല ദുഃഖങ്ങൾ കടന്നു വന്നു. അതിനെല്ലാം യേശു കർത്താവിന്റെ നാമത്തിൽ ഫേസ് ചെയ്തു, ധൈര്യപ്പെടുത്തി. എന്നാൽ കണ്ണീര് അവസാനിക്കാതെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നും കരയത്തില്ല. ഞങ്ങൾക്ക് മക്കളില്ലാത്തതുകൊണ്ട് ഒരു ദുഃഖവും ഇല്ലെന്ന ആൾക്കാർ പറഞ്ഞു. അതുപോലെ ഞങ്ങൾ നടക്കുന്നത്. പക്ഷേ ദൈവസന്നിധിയിൽ വാവിട്ട് കരഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന കർത്താവിന്റെ ദാസൻ ജോലിക്ക് പോയി. ആ സമയത്ത് ഞാൻ വീട്ടിലിരുന്ന് കരയുന്ന സമയത്ത് അടയ്ക്കാൻ പറ്റാതെ പിളർന്നു പോയി. പിളർന്ന് അടച്ചില്ല. ഞാൻ മനസ്സിലോർക്കുന്നു, ഹസ്ബൻഡ് ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഭ്രാന്തിയായിത്തീരും. കാരണം നിലവിളിച്ച് കരഞ്ഞ് ആ നിലം മാറിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് ആ ഒരു അവസ്ഥയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവചനത്തിൽ തന്നെ എന്നോട് അന്ന് ഇടപെട്ടു. 41-ാം അധ്യായത്തിൽ നിന്ന് പറഞ്ഞു, പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിശയെ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. എന്നിട്ട് പറയുക, അന്ന് ഞാന് യേശുവിന്റെ സാക്ഷ്യവുമായിട്ട് സഭയിൽ എഴുന്നേറ്റുന്ന മുട്ടുകൂട്ടിയിടിക്കും. ഭയങ്കര വിറച്ച് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഭയങ്കര ഭയമുള്ള ഒരു സമയം. അങ്ങനെ എഴുന്നേറ്റെന്ന് പറയുകയോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എന്നോട് പറയുക, നീ ഇപ്പൊ പുഴുവായി യാക്കോബ്, ഇസ്രായേൽ പരിശയെ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പുതിയതും പല്ലേറിയതും മൂർച്ചയുള്ളതുമായ മാറ്റുമെന്ന് എന്റെ യേശു എന്നോട് അന്ന് സംസാരിച്ചു. അതിശക്തമായ ആ ഇടപെടൽ കണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല, വചനവും മനസ്സിലായില്ല. പിന്നീടാണ് മനസ്സിലായത്, പുഴുവിനെ ഒരു മെതുവണ്ടിയാക്കി, ഒരു JCB ആക്കി പാറകളെ തകർക്കുവാൻ തക്കവണ്ണം ശക്തമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ഇന്ന് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ അനേക ഇടങ്ങളിൽ സുവിശേഷ വേലയ്ക്കും ശുശ്രൂഷകൾക്കും പോകുകയും ലജ്ജ കൂടാതെ തെരുക്കളിൽ നിന്ന് ദൈവവചനം പ്രഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ഈ തിരുവചനം ഓർക്കാറുണ്ട്. ഞാനൊരു പുഴുവായിരുന്നു, അറപ്പുളവാകുന്ന ഒരു സ്വഭാവമുള്ള ആളായിരുന്നു. എന്നാൽ അതിനെ പ്രയോജനമുള്ളതും ശക്തമാക്കുമായ ഒരു അവസ്ഥയിലേക്ക് മാറ്റുവാൻ സർവശക്തനായ എന്റെ കർത്താവിന് എന്നെ ഉപയോഗിക്കാൻ കഴിയുന്നല്ലോ എന്നോർത്ത് ഞാൻ എന്ന് ദൈവവചനം പറയാൻ എവിടെ പോയാലും ഇത് ഓർക്കുകയും ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്യാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവിടെ ആ ദൈവവചനം എന്നോട് സംസാരിച്ചു. ഡിസംബർ 22 ഈ ദൈവവചനമല്ല, അന്ന് രാത്രിയിലെ ദൈവം സംസാരിച്ചത്. ആ വചനം വായിച്ച് ഞങ്ങൾ ധൈര്യപ്പെട്ടു. ഞങ്ങൾ പരസ്പരം പറഞ്ഞു, ഇത് കർത്താവിന്റെ പ്രവൃത്തിയാ. ദീർഘനാളുകളായി നമ്മൾ കാത്തിരുന്നതിന് മറുപടി തരാൻ പോവുക. എന്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അല്പം ക്ഷീണിച്ചാൽ എനിക്ക് എത്രത്തോളം ശക്തി പകർന്ന് ധൈര്യപ്പെടുത്താം അത്രത്തോളം ശക്തി അന്നും ഇന്നും എന്റെ ആത്മീയ ജീവിതത്തിൽ ഒരു ആത്മീയ പിതാവായിട്ട് എന്റെ ഹസ്ബൻഡ് തന്നെ നിൽക്കുകയാണ്. അദ്ദേഹം എന്നെ അന്ന് ധൈര്യപ്പെടുത്തി. ക്ഷീണിച്ചിരിക്കും, ഇത് ദൈവവചനമാ, ഇതിൽ അധൈര്യപ്പെടാനോ സംശയിക്കാനോ ഇല്ല, ഇത് അപ്പൻ അത്ഭുതം ചെയ്തു തന്നെയാന്ന് പറഞ്ഞു. ദൈവം ആ 22-ാം തീയതി ഞങ്ങൾ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥനയോടെ കിടന്നുറങ്ങി. എനിക്കൊരാഗ്രഹമുണ്ട്, അന്നത്തെ നിലവാരം അനുസരിച്ച് ഒരു ലാബിൽ പോയി ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഇത് കുറെ വർഷങ്ങളായിട്ട് 8 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞങ്ങളങ്ങ് നിരാശപ്പെട്ടു, മാറ്റിവെച്ച കാര്യമാണ്. വേണ്ട, ഇനി അങ്ങനത്തെ ഒരു ടെസ്റ്റ് ഒന്നും വേണ്ട. പക്ഷെ ഒരു പൈസ പോലും അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും എടുക്കാൻ എൻ്റെ കയ്യിലില്ല, ഞങ്ങളുടെ കയ്യിലില്ല. അത്ര സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയം. എന്നാൽ 23-ാം തീയതി
ദൈവം ഒരു അത്ഭുതം ചെയ്തു. ഒരിക്കലും ഞങ്ങളെ വന്ന് സന്ദർശിക്കുകയോ കാണുകയോ, പ്രത്യേകിച്ച് എന്റെ കയ്യിൽ പണം തരി ഇന്ന് വരെ ആരും തന്നിട്ടില്ല, സുവിശേഷ വേലയ്ക്കനെ ഇന്ന് വരെ അല്ല, ആ കാലഘട്ടത്തിൽ. എന്നാൽ ആ ഒരു സഹോദരി വന്ന് എന്റെ കയ്യില് ഇത് മിനിക്കിരിക്കട്ടെ, മിനിയുടെ കയ്യിലിരിക്കട്ടെ, കുറച്ച് പൈസ എടുത്ത് തന്നിട്ട് പറഞ്ഞു ഇത് ശശിപോളിന്റെ കയ്യിലിരിക്കട്ടെ, കൊടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് പറഞ്ഞു ഇത് മിനിയുടെ കയ്യിലിരിക്കട്ടെ. ഞാൻ അതിന് തലേദിവസം പറഞ്ഞു നാളെ എനിക്ക് ആരെങ്കിലും 100 രൂപ തന്നാൽ ഞാൻ യൂറിൻ ടെസ്റ്റ് ചെയ്യും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോ ഫാസ്റ്റ് അച്ഛൻ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു എന്റെ ഇന്ന് വരെ ആരും എനിക്കൊന്നും തന്നിട്ടില്ല, നിനക്ക് തരുവാണെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞു. അത് ഞാനും ചുമ്മാ പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷേ 23-ാം തീയതി സ്വർഗത്തിലെ ദൈവം ഒരാളെ ഞാൻ കാക്ക അയച്ചതുപോലെ ഞങ്ങളുടെ വീട്ടിലോട്ട് വിട്ടു. എന്റെ കയ്യിലാണ് അദ്ദേഹത്തിന്റെ അതിനുള്ള പൈസ കൊടുത്തിട്ട് എന്നോട് പറഞ്ഞു മിനി 100 രൂപ ഇത് മിനിയുടെ, അത് അന്നൊക്കെ വലിയൊരു എമൗണ്ട് എനിക്ക് തോന്നുക, 100 രൂപ തന്നിട്ട് പറഞ്ഞു ഇത് മിനിക്കിരിക്കും. ആ പൈസയുമായി പിറ്റേ ദിവസം ദൈവം ഏതായാലും സംസാരിച്ചു, ഇത് ഉറപ്പാ, ഈ പൈസ നഷ്ടമാകത്തില്ല, നമുക്ക് ലാബിൽ പോകാന്ന് പറഞ്ഞ് എന്റെ ഹസ്ബൻഡ് തന്നെയാണ് ലാബിൽ ഈ യൂറിൻ കൊണ്ട് കൊടുത്തത്. അവിടെ കൊണ്ട് കൊടുത്തിട്ട് അദ്ദേഹം ഒരു പ്രയറിനും പോയിട്ടും തിരിച്ച് വരിക. അപ്പൊ ഞാൻ വീട്ടില് ഒരേ വചനം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ യൂറിൻ കൊടുത്ത് വിട്ട സമയം മുതൽ ഞാൻ വീട്ടിലിരുന്ന് 127-ാം സങ്കീർത്തനം 3-ാം വാക്യം പറഞ്ഞുകൊണ്ടേയിരിക്കുക. പറഞ്ഞ് ഏറ്റവും നാക്കിലെ വെള്ളം പറ്റിപ്പോ കിടന്ന് ഞാൻ പറഞ്ഞു, ഇതാണ് മക്കളെ യഹോവ തരുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാകുന്നു. അപ്പൊ അത് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അത് തന്നെ പറയും, അത് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഉദരത്തിൽ ദൈവം പ്രവർത്തിച്ചു ഞാൻ വിശ്വസിക്കുന്നു. ഇത് കഴിഞ്ഞ ദിവസം വാഗ്ദത്ത വചനം കിട്ടിയെങ്കിലും ഞാൻ എന്റെ വിശ്വാസത്തെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുക സ്വയമായിട്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ അവിടെ കിടന്നോട് പറയുക, ഈ ഒരു അല്പ ഉയർച്ചയുള്ള സ്ഥലത്ത് നിന്ന് വേണം ഹസ്ബൻഡ് റോഡിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് വരണമെങ്കിൽ. അപ്പൊ ഞാൻ ഇങ്ങനെ സ്വയം പറയുക, റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ അവിടെ വരുമ്പം എന്റെ അച്ചായൻ ഹല്ലേലൂയ എന്ന് പറയും എന്ന് ഞാൻ തന്നെ വെറുതെ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുക. ഏകദേശം ഉച്ച കഴിഞ്ഞ സമയത്ത് ലാബിൽ ചെന്ന് റിസൾട്ട് വാങ്ങിച്ചു. റിസൾട്ട് വാങ്ങിച്ച വർഷങ്ങളായിട്ട് റിസൾട്ട് വാങ്ങിക്കുന്ന ആളാ. എല്ലാത്തിനും നെഗറ്റീവ് എന്നുള്ള റിസൾട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിരാശനായിട്ട് വീട്ടിൽ വരും. അന്ന് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു, സാറേ പോസിറ്റീവ് കേട്ടോ എന്ന് പറഞ്ഞു. ഈ പോസിറ്റീവും നെഗറ്റീവ് അറിയാൻ മേലഞ്ഞിട്ടല്ല, അന്ന് ബോധം പോയതുപോലെയായി. പോസിറ്റീവ് എന്ന് കേട്ടിട്ട് പോസിറ്റീവ് ഒരു പൊട്ടനെ പോലെ ഇങ്ങനെ കണ്ണു പിടിച്ചു. അവരോർത്തി പോസിറ്റീവ് പുള്ളി എന്ന് വിചാരിച്ചു പറഞ്ഞു, സാറേ വൈഫ് പ്രഗ്നന്റ് ആണെന്ന്. ഒറ്റ ശ്വാസത്തിൽ അവിടെ നിന്ന് ആ സഹോദരിമാരോട് സാക്ഷ്യം പറഞ്ഞു, ഞങ്ങൾക്ക് 8 വർഷമായിട്ട് മക്കളില്ല. കഴിഞ്ഞ 22-ാം തീയതി രാത്രി യേശു ഞങ്ങളോട് സംസാരിച്ചു, ദൈവം ഞങ്ങളുടെ വേദനയിൽ നിന്നെ അകറ്റുമെന്ന് പറഞ്ഞു. ഇതാ പിറ്റേ ദിവസം ദൈവം ഞങ്ങൾക്ക് അത്ഭുതം ചെയ്തതിന്റെ റിസൾട്ട് വന്നത് കണ്ടോ. അതാണ് ഞാൻ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല, ദൈവത്തിന്റെ അത്ഭുതമാണ്. അവർക്കും ഭയങ്കര സാക്ഷ്യമായി സന്തോഷത്തോടെ വന്നു. ഞാൻ ഇങ്ങനെ ചിന്തിച്ചതുപോലെ മേളത്തെ റോഡിൽ വന്നു കഴിഞ്ഞപ്പോ അന്ന് ഫോൺ വിളിച്ച് റിസൾട്ട് അറിയിക്കാൻ നിവൃത്തിയില്ല. വിളിച്ചു വന്നപ്പോ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ ഉറപ്പിച്ചു റിസൾട്ട് പിന്നെ കാണണ്ട. വീട്ടിൽ വന്ന് റിസൾട്ട് കൊണ്ട് തന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഓപ്പൺ ചെയ്ത് മുട്ടുമേലിരുന്ന വാവിട്ട് കരഞ്ഞു ദൈവസന്നിധി. അതെന്തിനാ കരഞ്ഞ്? ദൈവം നന്മ ചെയ്തപ്പോ കരയുന്ന എന്തിനാണെന്നറിയോ? സന്തോഷം കൊണ്ട്. ഇതുപോലെ നിന്ദിക്കപ്പെട്ട വിഷയത്തിന്മേൽ കാത്തിരുന്ന് വേദനപ്പെട്ട് പലപ്പോഴും എന്റെ ഹൃദയത്തിൽ നിന്ന് അവിശ്വാസത്തിന്റെ വാക്കുകൾ വന്നിട്ടും അതൊന്നും കണക്കിടാതെ എന്നെ അരുമനാഥനായ കർത്താവ് പിന്നെയും സ്നേഹിച്ചിട്ട് എന്റെ ആ ആത്മീയ ജീവിതത്തിന്റെ ആ തലത്തിലോട്ട് ഇറങ്ങി വന്ന് എന്നെ ആശ്വസിപ്പിച്ച് എനിക്ക് വേണ്ടി യോഗ്യതകളില്ലാത്ത ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തത് ഓർത്തിട്ടാണ്. ഒരു കുഞ്ഞിനെ കിട്ടിയത് അത്ഭുതം തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി എന്റെ ദൈവം സംസാരിച്ചത്, എന്റെ ദൈവം എന്നോട് ഇടപെട്ടത്, എന്നെ തൊട്ടത്, എന്നോട് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തത്, ആ അത്ഭുതത്തിന്റെ വിഷയമല്ല. മഹാദൈവം സകലത്തെയും മനോഹരമായി പൂർണ്ണതയുള്ളവനായി സൃഷ്ടിച്ചിട്ട് ആദ്യത്തെ സൃഷ്ടിയിൽ ഉണ്ടാകട്ടെ ആകാശവും ഭൂമിയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ഒറ്റ വാക്കിനാൽ ഈ പ്രപഞ്ചത്തിലെ സകലത്തെയും മനോഹരമായി പൂർണ്ണതയുള്ളതായി സൃഷ്ടിച്ച ദൈവത്തിന് എന്റെ ഉദരത്തിൽ ഒരു അത്ഭുതം ചെയ്യുവാൻ കഴിഞ്ഞു. കർത്താവ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ദാനം ചെയ്യുന്നത് ഭയങ്കര അത്ഭുതമായി തീർന്നു. കർത്താവ് സാധുവായി ഞങ്ങളോട് കരുണ കാണിച്ചല്ലോ, ഞങ്ങളുടെ കണ്ണുനീര് കണ്ടല്ലോ. എത്ര നാളുകളായി ദുഃഖം അനുഭവിച്ച വിഷയമാണ്. ഞങ്ങൾ വളരെ സന്തോഷിച്ചു. ഒരു ദിവസം, ഇതിനൊക്കെ മുൻപ് ഒരു ദിവസം ദൈവവചനം സംസാരിച്ചുകൊണ്ടിരിക്കും ഒരു സഭയില് കർത്താവിന്റെ ദാസൻ. അന്ന് രൂത്തിന്റെ പുസ്തകം എടുത്താ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം മക്കളുടെ പേര്, രൂത്തിന്റെ ഹസ്ബൻഡ് അതായത് നവോമിയുടെ ഒക്കെ മക്കളുടെ പേര് മഹ്ളോനെന്നും ഗില്യോനെന്നും ഒക്കെയാണെന്നുള്ള വിഷയം സംസാരിച്ചിട്ട് അദ്ദേഹം ആ സഭയിൽ നിന്ന്, അപരിചിതമായ ഒരു സഭയാണ്, ഞങ്ങളെ ക്ഷണിച്ചതാ, അവിടെ നിന്ന് ദൈവവചനം സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ദൈവം ഒരു കുഞ്ഞിനെ തരുവാണെങ്കിൽ ഞാൻ അതിന് ശമൂവേൽ എന്ന് പേരിടുമെന്ന് പറഞ്ഞു. കർത്താവിനോട് ചോദിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് ഞാൻ ശമൂവേൽ എന്ന് പേരിടും. ഞാൻ ഇങ്ങനെയുള്ള പേരുകളൊന്നും ഇടത്തില്ല.
നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ദൈവജനത്തിൽ പേരുകൾ ഇടണമെന്നൊക്കെ ഒന്ന് പ്രബോധിപ്പിച്ചു. സത്യം പറഞ്ഞ പുറയിലിരിക്കുന്ന എനിക്ക് നാണമായി പോയി. കാരണം വെച്ചാൽ മക്കളൊന്നും ഇല്ല. അതിന് മുമ്പേ മക്കൾ പേര് ഇടുവാന്നൊക്കെ ഇങ്ങനെ ഡിക്ലെയർ ചെയ്തല്ലോ എന്നൊക്കെ ആദ്യം മനസ്സിലൊരു ഭാരം വന്നു. പക്ഷേ വന്നതിന് ശേഷം ഞങ്ങൾ ആ പേര് വെച്ച് പ്രാർത്ഥിച്ചോളൂ. അപ്പൊ ഞങ്ങൾക്ക് ആൺവൈദ്യനെ തന്നാൽ ഊനമില്ലാത്തൊരു പൈതലിനെ കിട്ടിയാൽ അത് ആണോ വേണോന്നില്ല, എങ്കിലും ഒരു ആൺപൈതലാണ് തരുന്നതെങ്കിൽ ഞങ്ങൾ ശമൂവേൽ എന്ന് പേരിടും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവ് ഞങ്ങൾക്ക് തന്നു. അന്ന് മുതൽ ഉദരത്തിൽ കൈവച്ച് കർത്താവെ ഈ ശമൂവേലിനെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഇങ്ങനെ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2000 ഓഗസ്റ്റ് 3-ാം തീയതി ഈ കുഞ്ഞിനെ ഞങ്ങളുടെ കരങ്ങളിൽ കർത്താവ് തന്നു. ആൺകുഞ്ഞിനെ, ആരോഗ്യമുള്ള, ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് വരെയും, ഇപ്പോൾ 24 വയസ്സുണ്ട്, ഇന്ന് വരെയും ദൈവത്തിന് വേണ്ടി നിൽക്കാനും ദൈവത്തെ ഭയപ്പെടുവാനും കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാനുമാണ് 2 കുട്ടികളും ദൈവം ഞങ്ങൾക്ക് ദാനം. ഞാൻ പറയാറുണ്ട്, മൂത്ത മോനോട് പറയും, നിന്നെ ഞങ്ങൾ ചോദിച്ചു വാങ്ങി. രണ്ടാമത്തെ ആളിനോട് പറയും, 1 വർഷം കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കൂടെ തന്നു കർത്താവിന്റെ ദാസനെ. ഒറ്റ വർഷം വലിയ മോന് 1 വയസ്സായപ്പോ അപ്പച്ചൻ ഞങ്ങൾക്ക് ഒരു ആൺകുട്ടിയെ കൂടെ തന്നു, ഡാനിയേല്. അപ്പൊ ഞാൻ പറയാറുണ്ട്, ശമൂവേലിനെ ഞങ്ങൾ ചോദിച്ചും വാങ്ങി, കർത്താവ് ഞങ്ങൾക്ക് ചോദിക്കാതെ തന്ന നിന്നെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കാറുണ്ട്. കർത്താവിന്റെ വേലയിൽ ഇത്രത്തോളം ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. അന്ന് ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതകരമായിട്ട് ആ വിഷയത്തിൽ അത്ഭുതം ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് ഞാൻ പറയാനുള്ളത്, ദൈവത്തെ ഹൃദയപൂർവ്വം നമ്മൾ അനുഭവിച്ചറിയുവാൻ തയ്യാറായാൽ നമ്മുടെ വേദനകളും സങ്കടങ്ങളും ഒക്കെ അറിഞ്ഞ് നമുക്ക് വേണ്ടി കരുണ കാണിക്കുന്ന, നമ്മുടെ ബന്ധങ്ങളൊക്കെ പല സാഹചര്യങ്ങളിലും അകന്നു പോകും. സഹായിക്കാമെന്ന് പറഞ്ഞവർ ആ സമയത്ത് നമ്മളെ സഹായിക്കണമെന്നില്ല. ആശ്വസിപ്പിക്കാൻ, കണ്ണീര് തുടക്കാൻ പറയുന്നവർക്ക് പരിമിതികളുണ്ട്. ലോക ബന്ധങ്ങളെല്ലാം അകന്നു പോകും. ഒരുവൻ രോഗിയായി ICUവിൽ കിടന്നാൽ സ്വന്തം പ്രിയപ്പെട്ടവർക്ക് പോലും അതിനകത്ത് പ്രവേശിപ്പാൻ സമയപരിധിയുണ്ട്. ഒരാൾ മരണപ്പെട്ടാൽ ആ കല്ലറയിൽ വരെ പോയിട്ട് തിരിച്ചു പോരാനേ പറ്റത്തുള്ളൂ. എന്നാൽ എല്ലാ കാലവും നമ്മോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ അരുമനാഥനായ സ്നേഹസ്വരൂപനായ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ചാണ് ഞാനിവിടെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അത്ഭുതകരമാവണ്ണം കർത്താവ് നടത്തുവാനിടയായി തീർന്നു. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ആമേൻ, ദൈവത്തിന്റെ പ്രവൃത്തികൾ അനുദിനവും. അങ്ങനെ കുഞ്ഞിനെ തന്നു. 2002 ഇളയ കുഞ്ഞിനെ ഞങ്ങൾക്ക് ദാനം ചെയ്തു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു. ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സഭാ ശുശ്രൂഷ കർത്താവ് വരമേൽപ്പിച്ചു. ഈ 2000 ദൈവസഭയുടെ ഒരു ശുശ്രൂഷ, ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ ശുശ്രൂഷകനായിട്ട് കർത്താവിന്റെ ദാസൻ ഞങ്ങൾ പോയി തുടങ്ങി. 10 വർഷം കർത്താവിന്റെ വേല ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ തിരുവല്ലയിലെ പല ദൈവസഭകളിലായിട്ട് ചെയ്തു. അതിനുശേഷം കർത്താവ് ഞങ്ങള് ഈ സുവിശേഷ വേല നമുക്ക് ഉള്ളിൽ തന്നിരിക്കുന്ന ആ ദർശനപ്രകാരം അങ്ങോട്ട് മുമ്പോട്ട് പോകാനുള്ള സമയങ്ങൾക്ക് പരിമിതി വന്നതുകൊണ്ട് ഇനിയും കർത്താവിന്റെ വേല ഒന്ന് ഫ്രീ ആയിട്ട് മുഴുവൻ സമയവും, കർത്താവിന്റെ വേല എന്ന് പറയുമ്പോൾ ഇടയ ശുശ്രൂഷയേക്കാൾ സുവിശേഷീകരണം നടക്കണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ദൈവം ഞങ്ങൾക്കൊരു ദർശനം തന്നു. വയനാട്ടിൽ മാനന്തവാടിയിൽ പൂർണ്ണമായ സുവിശേഷം അവിടെ അറിയിക്കണം. അങ്ങനെ ഞങ്ങൾ ദൈവസഭയുടെ ഈ ശുശ്രൂഷയൊന്നും വേണ്ടാന്ന് വെച്ചിട്ട്, ചർച്ച് മിനിസ്ട്രി വേണ്ടാന്ന് വെച്ചിട്ട് വയനാട്ടിലേക്ക് പോയി അവിടെ കർത്താവിന്റെ വേല ചെയ്യാം. ഒരു ടീമുണ്ട്, ഒരു ടീം. ആ ടീമുമായിട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. അത് 2010 ആ ടീമിന്റെ പേര് ഇന്നും അത് നിലനിൽക്കുന്നു. പ്രയർ ആർമി ചാരിറ്റബിൾ സൊസൈറ്റി എന്നാണ് പേര്. അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സുവിശേഷീകരണവും ചാരിറ്റബിൾ വർക്കുമാണ് അതിനോടൊപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 40 ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടാക്കിയിട്ട് അത് മദ്യത്തിനും മയക്കുമരുന്നിനിടെയായിട്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് ഈ ഫ്ലെക്സുകൾ കൊണ്ട് നിരത്തി വയ്ക്കും. കോളേജുകളില്, സ്കൂളുകളില്, വഴിയോരങ്ങളില്, ഹോസ്പിറ്റലുകള്, അതുപോലെ കോളനികള്, ഇങ്ങനെയുള്ള ഇടങ്ങളിൽ ഈ ഫ്ലെക്സുകൾ നിരത്തിയിട്ട് അവിടെ നിന്ന് ഇതിനെതിരായി ദൈവവചനം സംസാരിക്കുകയും ദൈവവചന പ്രബോധനം കൊടുക്കുകയും എല്ലാം ചെയ്ത് സുവിശേഷീകരണത്തിൽ വളരെ ശക്തമായിട്ട് ഇടയായിക്കൊണ്ടിരിക്കുന്നു. മാനന്തവാടിയിൽ ഒരു മണൽത്തരിയോട് അവിടെ എല്ലാ സ്ഥലങ്ങളിലും വീടുകൾ കയറിയിറങ്ങി സുവിശേഷം അറിയിപ്പാൻ ദൈവം സഹായിച്ചു. അവിടെ ഒരു ഹിന്ദി വർക്കും ഒരു മലയാളം വർക്കും അവിടെ ഒരു കർത്തൃദാസനെ ഞങ്ങൾ പരമേൽപ്പിച്ചു. അതിനുശേഷം മൂവാറ്റുപുഴ, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ വേറിട്ട് നിന്ന് കർത്താവിന്റെ വേല ചെയ്ത് അവിടെ എല്ലാ സഭകൾ സ്ഥാപിച്ചിട്ട് അവിടെ ദൈവദാസന്മാരെ ആക്കി. ഇപ്പോൾ കർണാടകയിൽ 2 വർക്കുകൾ ഞങ്ങൾ വ്യക്തിപരമായിട്ട് ചെയ്ത വർക്കുകൾ അവിടെ ചെയ്ത് ആ സഭകളിൽ അവിടുത്തെ കർത്തൃദാസന്മാരെ ആക്കി അവിടുത്തെ വേല നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ മുമ്പ് ഞങ്ങൾ പറഞ്ഞതുപോലെ നാഷണൽ അപ്പോസ്തലിക് അസംബ്ലി പന്തളം സെന്ററിന്റെ കീഴിലാണ്. ഞങ്ങളുടെ ചർച്ചിന്റെ പേര് ന്യൂ ജെറുസലേം ചർച്ചാണ്. ഈ ചർച്ച് കുമ്പനാടുള്ളത്.
ആ ചർച്ച് നാഷണൽ അപ്പോസ്റ്റൽ അസംബ്ലിയുടെ അണ്ടറിൽ ഞങ്ങൾ ജോയിൻ ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി ആത്മീയ കൂട്ടായ്മകളിൽ പങ്കെടുത്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പരസ്യയോഗങ്ങളാണ് അധികമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന. പരസ്യയോഗങ്ങളിൽ ദൈവവചനം സംസാരിക്കാൻ എന്റെ ജീവിതത്തിലും കർത്താവ് കൃപ തന്നു. ഒരു വ്യക്തിയോട് മുഖാമുഖം നിന്ന് കുറച്ചു നേരം മുഖത്ത് നോക്കി നിന്നാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഭയമുള്ള എന്നെ കർത്താവ് റോഡുകളിലും തെരുക്കളിലും അനേക ഇടങ്ങളിൽ കർത്താവിന്റെ വചനവുമായിട്ട് കടന്നു പോകുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഒപ്പം ഹോസ്പിറ്റൽ മിനിസ്ട്രി ഓഫ് ഇന്ത്യ ലേഡീസ് ഫെലോഷിപ്പ് 38 വർഷമായിട്ട് സ്ഥാപിതമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ഹോസ്പിറ്റൽ മിനിസ്ട്രി. ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ, ചാരിറ്റബിൾ വർക്കുകളൊക്കെ അതിന്റെ തിരുവല്ലയിൽ കല്ലിശ്ശേരി എന്ന സ്ഥലത്താണ് അതിന്റെ പ്രവർത്തനം നടക്കുന്നത്. എന്നാൽ അതിന്റെ പത്തനംതിട്ട ജില്ലയുടെ കോർഡിനേറ്ററായി പ്രവർത്തിപ്പാനും കർത്താവ് എന്നെ അഭിഷേകം ചെയ്തത് 2014 മുതൽ ഈ കഴിഞ്ഞ 10-11 വർഷങ്ങളായിട്ട് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യുവാനായിട്ട് ദൈവമായ കർത്താവ് സഹായിച്ചു. അത് മുഖാന്തരം സഹോദരിമാരുടെ ഇടയിൽ അനേക സഹോദരിമാരോടൊപ്പം ചേർന്ന് നിന്ന് കുറെ സഹോദരിമാർ ഇതിനായി ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ട്. അവരുമായി ചേർന്ന് ഹോസ്പിറ്റലിൽ രോഗികളെ പോയി കാണുക, അവർക്ക് അവരുടെ ഭാരങ്ങൾ അറിയുക, പ്രാർത്ഥിക്കുക മാത്രമല്ല സാമ്പത്തികമായി സഹായം ആവശ്യമുള്ളവർക്ക് അങ്ങനെയെല്ലാം കൊടുത്ത് ദൈവസ്നേഹത്തെ പകർന്നു കൊടുക്കുവാനുള്ള അവസരങ്ങൾ എൻ്റെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പരസ്യയോഗം കർത്താവൻ ഞങ്ങൾക്ക് ദാനം ചെയ്ത കുഞ്ഞ് ഇപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ജോലി ഒരു ദിവസം മാറ്റിവെച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം പരസ്യയോഗങ്ങളിൽ കടന്നു വരികയും എല്ലാ കാര്യങ്ങളും സഭയുടെ കാര്യങ്ങളിലെല്ലാം ഉത്തരവാദിത്വത്തോടെ ചെയ്യുവാൻ കുഞ്ഞുങ്ങളെ 2 പേരെയും ദൈവം അഭിഷേകം ചെയ്തിട്ടുണ്ട്. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന്റെ സ്തോത്രം. നാം കാണുമ്പോൾ നശിച്ചു പോകുന്ന ഒരു തലമുറയുടെ മധ്യത്തിലാണ് നമ്മൾ ദൈവത്തെ കണ്ടോണ്ടിരിക്കുന്നത്. എന്നാൽ ആ ജനങ്ങളുടെ മധ്യത്തിൽ, യൗവനക്കാരുടെ മധ്യത്തിൽ നമുക്ക് കർത്താവ് ദാനം തന്ന കുഞ്ഞുങ്ങൾ വിശ്വസ്തയോടെ നിൽക്കുന്നത് കാണുമ്പോൾ അതും ഒത്തിരി ദൈവത്തിന് മഹത്വമായി തീർന്നിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബങ്ങൾ, സഹോദരങ്ങളൊക്കെ പലതരത്തിലും ഇപ്പോഴും യേശുവിലേക്ക് വരാതെ ഇരുന്ന 1-2 കുടുംബങ്ങൾ അവർ കഷ്ടതയിലൂടെയും വേദനയിലൂടെയും തകർച്ചയിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും യേശുവിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വന്ന നിമിത്തം മാത്രം ഞാൻ ഇന്ന് ആയുസ്സോടെ നിൽക്കുന്നു. അല്ലെ എത്രയോ തവണ മരണത്തിന് കീഴ്പ്പെട്ടു പോകേണ്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ദൈവമായ കർത്താവിനെ വിടുവിച്ചു. അതിനുശേഷം പല രോഗങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ശരീരത്തിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ യേശുവിനെ അറിഞ്ഞതോടുകൂടി എല്ലാം അങ്ങ് തൂത്തും മാഞ്ഞു പോവുകയല്ല, പിന്നെയും ജീവിതത്തിൽ ശോധനകൾ ഉണ്ടാകും. അനേക ശോധനകളുടെ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ രോഗപരമായ രോഗം ഒത്തിരി പ്രാവശ്യം എൻ്റെ ശരീരത്തെ അലട്ടിക്കൊണ്ടിരുന്നു. ഈ പ്രത്യേകിച്ച് ശുശ്രൂഷകൾക്കൊക്കെ കടന്നു പോകുമ്പോൾ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത വിധ ശരീരം ടയേർഡാക്കിക്കൊണ്ട് പലതരത്തിലുള്ള രോഗങ്ങളുണ്ടായി. പല സർജറികൾ എൻ്റെ ശരീരത്തിൽ നടന്നു. ഇതിനെല്ലാം ദൈവമായ കർത്താവിനെ ബലത്തോടെ നിർത്തി എന്നെ കണ്ട ഒരു രോഗിയാണെന്ന് തോന്നാത്ത വിധം അനേകം അധ്വാനിക്കാൻ, കർത്താവിന് വേണ്ടി ഓടി നടക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ബലം തന്നു. സർവശക്തനായ കർത്താവ് ഞങ്ങളെ കുടുംബമായി പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങള് വാകത്താനത്ത് താമസിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം വിറ്റ്, ഞങ്ങൾക്ക് ഷെയർ ഒന്നുമില്ല, ഞങ്ങൾ അല്പം കടം ഉണ്ടായിരുന്നു. ആ കടത്തിന് വേണ്ടി ഒരല്പം പണം മാത്രം ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ദൈവവേലയ്ക്ക് ഇറങ്ങിയത്. അങ്ങനെയാണ്. കടം ഒന്നും കിടക്കരുതല്ലോ, അതുകൊണ്ട് ചെറിയൊരു കടം, ഒരു 25,000 രൂപയുടെ കടം, അത് മാത്രം മേടിച്ച് ആ കടം വീട്ടി സ്വസ്ഥമായിട്ട് ഞങ്ങൾ പട്ടിണി കടന്നും വാടക കൊടുക്കാനില്ലാതെ ഒക്കെ ബുദ്ധിമുട്ടിയപ്പോഴും ആരോടും കൈ നീട്ടാതെ കർത്താവിലേക്ക് മാത്രം നോക്കി എല്ലാം അത്ഭുതകരമായിട്ട് നടത്തി. ഞങ്ങൾ ഏകദേശം വീട്ടിൽ നിന്ന് പോന്നിട്ട് 16 വീടുകളിൽ മാറി മാറി താമസിച്ചു, വാടക വീടുകളിൽ. ആദ്യത്തെ വീടെന്ന് പറയുന്നത് ഒരു കച്ചിപ്പുര എന്ന് പറഞ്ഞാൽ പശുവിനെ കെട്ടുന്ന തൊഴുത്തിനോട് ചേർന്ന് അതിന്റെ ആഹാര സാധനങ്ങൾ കൊണ്ടിടുന്ന, പുല്ലൊക്കെ കൊണ്ടിടുന്ന സ്ഥലം. അങ്ങനെ തിരുവല്ലയിൽ ആരെയും പരിചയമില്ലാത്ത ഒരച്ഛനെ പരിചയപ്പെട്ടു. അദ്ദേഹം തന്ന താമസ സൗകര്യമാണത്. ഞാൻ ഒന്ന് കിടക്കുന്നിടത്തുനിന്ന് മേളിലോട്ട് നോക്കുമ്പോ ചേരപ്പാമ്പും എലിയോ ഓടും, അതെപ്പോഴാ താഴെ വീഴുന്ന അറിയത്തില്ല. അങ്ങനെ ഒരിടത്ത് ഒരു 4-5 വള്ളിക്കയർ മാത്രമുള്ള ഒരു കട്ടിലാണ് ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ട് താമസിക്കാൻ വരുന്നത്. വീട്ടിൽ നിന്ന് ഞങ്ങളെ അന്വേഷിച്ച് വന്നു. ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നാണ് വന്നത് ചിലർ. അവർ വന്നിട്ട് പറഞ്ഞു, ഓ നിങ്ങളുടെ യേശുവും പുൽത്തൊഴുത്തിലാണല്ലോ കിടന്നത് അല്ലേ, അതുകൊണ്ടാ ഇങ്ങനെ കിടക്കാൻ പറ്റിയെന്ന് ചോദിച്ചു. ഞങ്ങൾ മറുപടി ഒന്നും പറഞ്ഞില്ല. കാരണം തർക്കുത്തരവും പറയണ്ട, ഇതിനെക്കുറിച്ചൊരു വിശദീകരണവും കൊടുക്കണ്ട. അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്ന ദൈവമുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു വീട്ടിൽ കിടന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ ദീർഘനാളുകൾ കിടത്തിയില്ല. പിന്നെ ദൈവസഭകളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾ വളരെ യൗവനക്കാരാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു വീടുകളിലൊക്കെ കിടക്കുന്നത് സുരക്ഷിതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു ചെറിയ വീട്, ഇതിനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു ചെറിയ വീട് തന്നു. തക്കാളി കൊണ്ടിടുന്ന ഒരു പെട്ടി ഉണ്ടല്ലോ, കനം കുറഞ്ഞ് പലകളുള്ള, അതുപോലത്തെയാണ് കഥ
കതക്, അതുകൊണ്ടുണ്ടാക്കിയ കതക് പോലെ. ഒരു സുരക്ഷിതത്വവും ഇല്ല. തൊട്ടടുത്ത മദ്യഷാപ്പ്, അയോഗ്യമായി ജീവിക്കുന്ന ജനം, ഇവരുടെ നടുവിലാണ് ഞങ്ങൾ അവിടെ താമസിച്ചത്. അവിടെ ദൈവത്തിന്റെ വലിയ സംരക്ഷണം ഇറങ്ങി വന്നു. ഒരു ദിവസം ഞങ്ങൾ 5 പൈസ പോലും ഇല്ലാതെ പട്ടിണിക്ക് ഇരിക്കുക. ഞങ്ങൾക്ക് പരാതിയില്ല, കാരണം ഞങ്ങൾ പട്ടിണി ഇരുന്ന് ആരും അറിയരുതെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദൈവദാസൻ എവിടുന്നോ, ഒന്നു വരെ പിന്നെ കണ്ടിട്ടില്ല, അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ബൈബിൾ തുറന്ന് ഒരു 100 രൂപ എടുത്ത് ഞങ്ങളുടെ കൈ തരാം. നമുക്ക് ഭയങ്കര, അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നില്ല, ഇങ്ങോട്ട് മേടിക്കാന്ന് പറഞ്ഞ എന്തോ ഒരു നാണം കേടാ, വേണ്ട. നമ്മൾ പറഞ്ഞു ഞങ്ങൾക്കൊന്നും വേണ്ട അച്ഛാ, ഇതെന്തിനു ഞങ്ങൾക്ക് ഇങ്ങോട്ട് തരുന്നത്, അങ്ങോട്ടല്ലേ തരേണ്ടത് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഇതെന്റെ യേശു എന്നോട് പറഞ്ഞിട്ട് തന്നതാ എന്ന് പറഞ്ഞു. നമുക്കൊരു വെള്ളം പോലും, അല്ല ഒരു പാല് പോലും മേടിക്കാൻ നിവൃത്തിയില്ലായിരിക്കുക. അങ്ങനെ ആ പണം ആ മനുഷ്യൻ തന്ന് ഞങ്ങൾ ആ പൈസ നോക്കിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോ ആ ആള് മുറ്റത്തില്ല. ഇത്ര പെട്ടെന്ന് മുറ്റത്തുനിന്ന് പോയോ? പെട്ടെന്ന് പോക്കറ്റ് റോഡാണ്. ആ റോഡിൽ അങ്ങ് നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കിയിട്ടും കാണുന്നില്ല. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ദൂതനെ അയച്ച് ഞങ്ങളെ സംരക്ഷിക്കും. ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഈ ചെറുതോ വലുതോ ഏത് ആവശ്യത്തിനും നമ്മുടെ ദൈവം മതിയായവനാണെന്ന് ഞാൻ പലപ്പോഴും 100 കണക്കിന് സാക്ഷ്യങ്ങളിലൂടെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ഞങ്ങൾ ആ വീടൊന്നും ഇല്ലാതെ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, പറന്നു പോകാൻ എളുപ്പമാണ്. കർത്താവ് വിളിച്ചാൽ ടപ്പേന്ന് പോകാം. കാരണം 1 സെന്റ് സ്ഥലവുമില്ല, വീട് അവിടെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടൊരു ഭാരം, അല്ലാതെ ഇട്ടച്ചങ്ങനെ പോരുന്നൊരു ഭാരം ഒന്നുമില്ല. അപ്പച്ചൻ വിളിച്ചാൽ, അല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കുക, നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി ഇറങ്ങിയിട്ട് എന്തോ ഉണ്ട്? ഞങ്ങൾക്കൊന്ന് കർത്താവ് മാത്രം, കർത്താവ് മതി എന്ന് പറയാൻ ധൈര്യത്തോടെ പറയാന്നൊക്കെ ഞങ്ങൾ അതിൽ സന്തോഷിക്കുകയായിരുന്നു. ഇല്ലായ്മയിലും സന്തോഷിക്കുകയും അതിന് റീസൺ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 16 വീടുകളിൽ മാറി മാറി താമസിച്ചു. അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു അമേരിക്കയിലുള്ള ഒരു കുടുംബമാണ്. അമ്മച്ചിയും വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഇവിടെ ഞെരുങ്ങി താമസിക്കേണ്ട, ഞങ്ങളുടെ വീട് വെറുതെ കിടക്കുമോ, ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നവരല്ലല്ലോ, ആ കുടുംബ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഞങ്ങൾ ആദ്യം പോയി നോക്കിയിട്ട് വിസമ്മതിച്ചു. വേണ്ട, ചർച്ചിനോട് ചേർന്ന് തന്നെ ഒരു കൊച്ചു വീടുണ്ട്, അവിടെ താമസിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവരുടെ സ്നേഹത്തോടുകൂടി നിർബന്ധം കാരണം ഞങ്ങൾ അവിടെ 2008 താമസിക്കാൻ പോയി. അമ്മച്ചി വർഷത്തിലൊരിക്കൽ വരും. അപ്പോ ഈ അമ്മച്ചിമാരെയൊക്കെ നോക്കുമ്പോൾ എങ്ങനെ, അവരുടെ പല സ്വഭാവങ്ങളാണല്ലോ. ഞങ്ങൾക്ക് എങ്ങനെ ഒരു അമേരിക്കയിൽ നിന്ന് വരുന്ന അമ്മച്ചി എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും, ഇതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞങ്ങൾ ആ അമ്മച്ചിയോട് ഒരു കാര്യം പറഞ്ഞു, അമ്മച്ചി ഞങ്ങൾ ഒന്നിച്ച് താമസിക്കാം. അമ്മച്ചിയെ ഞങ്ങൾ സ്വന്തം അമ്മയെ പോലെ നോക്കും, പക്ഷെ ഞങ്ങളെ മക്കളെ പോലെ കാണാവൂ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മച്ചി കെട്ടിപ്പിടിച്ചു ഉമ്മ തന്നിട്ട് പറഞ്ഞു, അത്രേ ഉള്ളു മക്കളെ എന്ന് പറഞ്ഞു. ഞാൻ കെട്ടിപ്പിടിച്ച് എന്നെ ഉമ്മ വന്നപ്പോ ഞാൻ, ദൈവമേ, ഈ കെട്ടിപ്പിടുത്തി ഇന്നുണ്ട്, നാളെ എന്നെ ഇവിടെ വഴക്കായിരിക്കും, എന്തെല്ലാം കുറ്റങ്ങൾ പറയും. കാരണം കൊച്ചു കുഞ്ഞുങ്ങളാ, വല്ല ഭിത്തിയെ വരയ്ക്കുകയോ ഒക്കെ ചെയ്താൽ വലിയ വിഷയമാവുമല്ലോ, അവിടെ തുടരുത് ഇവിടെ തുടരുത് അങ്ങനെയൊക്കെ പറയാൻ സാധ്യതയുണ്ടല്ലോ എന്നോർത്ത് മനോഭാരത്തോടെയൊക്കെ ആ കെട്ടിപ്പിടിച്ച ഉമ്മ തന്നപ്പോ ഈ നിന്നത്. പക്ഷേ ആ ഒരു ചുംബനത്തോടുകൂടി എന്നെ ഉൾക്കൊണ്ട ആ മാതാവ് ഇന്ന് 95 വയസ്സുണ്ട്. അമേരിക്കയിൽ ഇപ്പോൾ 1 വർഷമായിട്ട് നാട്ടിലേക്ക് സ്ഥിരമായിട്ട് പോന്നിട്ട് ആ വീട്ടിൽ താമസിക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ അല്ല, ഞങ്ങൾ അവിടെ 8 വർഷം 2016 വരെ അവിടെ താമസിച്ചു. എല്ലാ വർഷവും മാതാവ് അമേരിക്കയിൽ നിന്ന് വരും. കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങളെ സ്വന്തം ഇളയ മോന, അമ്മച്ചിയുടെ ഇളയ മോന, ഞങ്ങൾ കുടുംബമാണെന്നാണ് അവർ ഉൾക്കൊണ്ട് ഞങ്ങളെ അത് പറയുകയും ഉൾക്കൊള്ളുകയും. അത്ര സ്നേഹമുള്ളൂ. ദൈവവേദങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് ഞാൻ അങ്ങനെയാണ് ഗ്രഹിച്ചത് ആദ്യമായിട്ട്. ആ അമ്മച്ചിയുടെ സ്നേഹം എന്നും വളരെ ഭക്തയായി ദൈവത്തെ ആരാധിക്കുന്ന ഒരു മാതാവാണ് ആ മാതാവ്. ഞാൻ എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യും. അവരിൽ നിന്ന് ഭൗതികമായ നന്മകൾ ധാരാളവും ആത്മീയമായ സപ്പോർട്ടുകളും. ഞങ്ങൾ എപ്പോൾ മുഖം വാടാൻ സമ്മതിക്കാതെ, പാസ്റ്ററിന്റെ പോക്കറ്റിൽ പൈസ ഇല്ലെങ്കിൽ അതെങ്ങനെ അറിയുന്നെന്ന് അറിയത്തില്ല, അമ്മച്ചി പറയും, പാസ്റ്ററെ പോക്കറ്റിലൊന്നും ഇല്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടുകൊടുക്കുന്ന, സ്വന്തം പെറ്റതള്ളയെ പോലെ സ്നേഹിക്കുന്ന ഒരു മാതാവാണ്. ഇപ്പോഴും ആയുസ്സും ആരോഗ്യത്തോടും കൂടി ഇരിക്കുന്നു. അങ്ങനെ ക്രിസ്തീയ ജീവിതത്തിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാകുവാനായിട്ട് ദൈവം സഹായിച്ചു. കർത്താവിന്റെ പ്രിയപ്പെട്ടവന്റെ മാതാവും മക്കളും ഒക്കെയാണ് ഞങ്ങൾക്ക് പലപ്പോഴും സാമ്പത്തിക സഹായങ്ങൾ തന്ന് ഞങ്ങൾക്കൊരു സഹായമായി ഇന്നും നിൽക്കുന്നത് ദീർഘവർഷങ്ങളായിട്ട്. അവിടുന്ന് ഞങ്ങൾ പോന്നിട്ടും അവർ ഞങ്ങളെ ഈ ഒരു കാര്യത്തിൽ ഒട്ടും മാറി നിൽക്കാതെ സ്നേഹത്തോടെ നിൽക്കുന്നു. അങ്ങനെ നല്ല ആത്മീയ ബന്ധങ്ങൾ തന്നു ദൈവം, ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് 2016 വീടുകൾ വാടക താമസിച്ചപ്പോ 16ാമത്തെ വീട്ടിൽ വന്നപ്പോ മാത്രം ഞാൻ കർത്താവിനോട് പറഞ്ഞു, അപ്പച്ചാ ഇനി ഈ വാടക വീട് ഷിഫ്റ്റ് ചെയ്ത് ഒരു മടുപ്പായി. ഇനി സ്വന്തമായിട്ടൊരു കുഞ്ഞു വീടുണ്ടെങ്കിൽ, എല്ലാ വീടുകളും നമ്മൾ ഈ വാടകയ്ക്ക് താമസിക്കുമ്പോൾ നല്ല വീടുകളല്ലല്ലോ കിട്ടുന്നത്. ഈ അമ്മച്ചിയുടെ വീട് മാത്രമേ ഉള്ളൂ ഒരു സ്വസ്ഥതയോടെ നല്ലൊരു വൃത്തിയുള്ള വീട്. ഞങ്ങൾ താമസിച്ച വീടുകളെല്ലാം വാടകയ്ക്ക് കൊടുത്ത് താമസിക്കുന്നത് ഒട്ടും വൃത്തിയില്ലാത്ത, പിന്നെ അത് വൃത്തിയാക്കി ചെയ്യുന്ന ഒരനുഭവം. ദേവാസന്മാർക്കൊക്കെ അതറിയാം. എന്നാൽ
ഞാൻ അവിടെ ലാസ്റ്റ് താമസിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, അപ്പൊ എനിക്ക് ഒരു അല്പസ്ഥലവും ഭൂമി തന്നാ കൊള്ളാം, ഭൂമിയും ഭൂതലും അങ്ങയുടേതല്ലേ, ഇനി വീട്ടിലോട്ട് ചെന്ന് വരുമാനത്തിനോ വീതത്തിനോ ഒന്നും അല്ല, എന്റെ ദൈവം എനിക്ക് തരണം, എന്നാൽ മാത്രമേ അത് എനിക്ക് സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിടിച്ചു വെച്ച് പിടിവാശിയോടെ പ്രാർത്ഥിക്കുമല്ല, അപ്പച്ച എന്നും ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കും, അപ്പൊ അങ്ങ് തന്ന കൊള്ളായിരുന്നു എന്നേ പറയാറുള്ളൂ. അങ്ങനെ ഞങ്ങള് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ കഴിഞ്ഞ 2013 അവിടെ ഞങ്ങൾ താമസിക്കുമ്പോൾ തന്നെ വിദേശത്ത് നിന്ന് എൻ്റെ ഹസ്ബൻഡ് ഒരു പുസ്തകം എഴുതിയായിരുന്നു, സത്യം നിങ്ങളും അറിയുക എന്നുള്ളൊരു പുസ്തകം. അത് സുവിശേഷ വേലയ്ക്ക് വളരെ പ്രയോജനമായി തീർന്നു. അനേകർ യേശുവിന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് വിശേഷാൽ ഇടയായി. അങ്ങനെ ഫിലദൽഫിയയിൽ ഒരു അമ്മ, ഞങ്ങളുടെ ഈ അമ്മച്ചി, ഈ പറഞ്ഞ അമ്മച്ചി അമേരിക്കയിൽ ചെന്നപ്പോ ചില സഹോദരിമാർക്ക് ഈ പുസ്തകം കൈമാറിയ കൂട്ടത്തിൽ ഫിലദൽഫിയയിലെ ഒരു ആന്റിക്ക് ഇതിന്റെ മലയാളം കോപ്പി കിട്ടി. അവരത് വായിച്ചു ഞങ്ങളെ വിളിച്ചു, ഞങ്ങളോട് സംസാരിച്ചു, സന്തോഷം പങ്കിട്ടു. കുറെ നാളുകൾ യേശു പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുവാനിടയായി. ഒരു ദിവസം അവർ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ റിട്ടയർമെന്റ് എടുക്കുകയാ, എനിക്ക് കുറച്ച് പണം വന്നിട്ടുണ്ട് റിട്ടയർമെന്റ് സംബന്ധിച്ച്. അപ്പോ ഞാൻ ഒരു അല്പ സ്ഥലം സ്ഥലം ഉണ്ടോന്ന് ചോദിച്ചു. ഇല്ല, സ്ഥലം മേടിച്ചു തരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ നമുക്ക് ഈ പെട്ടെന്ന് ഒരാളോട് ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന, ദൈവം വഴി ഒരുക്കിയാൽ മാത്രമേ ആകാവൂ എന്ന് നിർബന്ധം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, ആന്റി പ്രാർത്ഥിക്കുക, എനിക്ക് തരിക എന്നുള്ള ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ദൈവം വെളിപ്പെടുത്തും, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുക്കുക എന്നിങ്ങനെ പറഞ്ഞു. നമ്മൾ ആവശ്യക്കാരാണ്, പക്ഷെ നമ്മൾ ആ ആവശ്യം മനുഷ്യരോട് പറയത്തില്ല. അപ്പൊ അങ്ങനെ അദ്ദേഹം ആന്റിയോട് ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കും. പിറ്റേ ദിവസം തന്നെ ആന്റി പിന്നെയും വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, ഇന്നലെ രാത്രി എന്നെ ദൈവം ഉറക്കിയില്ല, പരിശുദ്ധാത്മാവ് നിർബന്ധിച്ചുകൊണ്ടിരുന്നു, കർത്താവിന്റെ ദാസന് സ്ഥലം വാങ്ങിത്തരണമെന്ന് നിർബന്ധിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴും പാസ്റ്റർ പറയാറുണ്ട്, ഞാൻ പറയാറുണ്ട്, നമുക്കൊരു 5 സെന്റ് സ്ഥലം, ഒരു കുഞ്ഞു വീട് വെക്കാൻ അത്രേ ആഗ്രഹിച്ചുള്ളൂ. പാസ്റ്റർ പറയാറുണ്ട്, എടി എന്റെ ഷെയർ പോലെ എനിക്ക് നഷ്ടപ്പെട്ടത് 10 സെന്റ് സ്ഥലം ഒരു വീടോ, എനിക്കൊരു 10 സെന്റ് സ്ഥലം വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു, അയ്യോ കർത്താവ് ഒരു വീടിനുള്ള തന്നാ മതിയായിരുന്നു. ഇങ്ങനെയൊക്കെ ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷെ കർത്താവിന്റെ ദാസന്റെ ആഗ്രഹത്തെ ദൈവം മാനിച്ചു. 2013 ആ ആന്റി ഞങ്ങൾക്ക് കുറച്ച് ലക്ഷങ്ങളുടെ സ്വർണമായിട്ടാണ് ഞങ്ങൾക്ക് പൈസ കൈമാറിയത്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ പാർക്കുന്ന ഈ വീട് വെച്ചിരിക്കുന്ന സ്ഥലം 11.5 സെന്റ് സ്ഥലമുണ്ട്. ഇവിടെ ആ കർത്താവിന്റെ ദാസി അത് വാങ്ങി. എന്റെ എഴുത്തുകൂലി പോലും ഞങ്ങളുടേതല്ല. എഴുത്തുകൂലി ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ അമ്മച്ചിയാണ് ഞങ്ങൾക്ക് തന്നത്, അല്ലാതെ ഇതിനകത്തുനിന്ന് ഒരു പൈസ പോലും ഞങ്ങളുടേതാണ് എന്ന് പറയാനില്ലാത്ത വിധം ദൈവം മാത്രം മഹത്വം എടുക്കത്തക്ക രീതി കർത്താവ് അത്ഭുതം ചെയ്തു. ഈ സഹായിച്ച ആന്റി പിന്നെ ഞാൻ സഹായിച്ചല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾക്ക് ഈ സഹായം തന്നതിന് ശേഷം വല്ലപ്പോഴും വിളിക്കും, പ്രാർത്ഥിക്കുന്നുള്ളതല്ലാതെ മറ്റൊരു ബുദ്ധിമുട്ടുമില്ലാതെ ആ ആന്റി ഒരു മഹത്വവും എടുക്കാതെ കർത്താവിന് മുഴു മഹത്വവും കൊടുക്കുകയാണ്. 2013 സ്ഥലം കിട്ടി. 2013 ദീർഘവർഷങ്ങൾ പിന്നെ ഒരു വീടിന് വേണ്ടി കാത്തിരുന്നു. നമുക്ക് അങ്ങനെ ലോൺ എടുത്തോ ഒന്നും വെച്ചാൽ നമുക്ക് സാധ്യതകളില്ല. വീണ്ടും തുടർന്ന് അപ്പ അങ്ങാണ് ഈ സ്ഥലം ഞങ്ങൾക്ക് തന്നത്, ഒരു വീടുകൂടെ വയ്ക്കുവാൻ, ഒരു കൊച്ചു വീട് വയ്ക്കാനായിട്ട് കർത്താവ് ഞങ്ങൾക്ക് വഴി തുറക്കണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഒരു ആന്റി വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ മുമ്പോട്ട് പോയ വീട് വയ്ക്ക് നടക്കില്ല, ഞാൻ കുറച്ച് പണം തരാം. അത് എറണാകുളത്ത് നിന്ന് ഇതേ പുസ്തകം വായിച്ച് പരിചയപ്പെട്ട ഒരു ആന്റിയാ. എറണാകുളത്ത് വിളിച്ചു പറഞ്ഞു, ഞാൻ കുറച്ച് പണം തരാം, നിങ്ങൾ വീടിന് അടിസ്ഥാനം ഇടാൻ പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥനയോടെ അത് സ്വീകരിച്ചു. അടിസ്ഥാനമിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെയും ഞങ്ങളുടെ കയ്യിൽ നമ്മുടേതായ പണമോ മറ്റു വഴികളൊന്നും കാണാൻ, ഈ ലോണുകളൊന്നും വെക്കാൻ താല്പര്യപ്പെടാതെ, എന്നാൽ അത് അടയ്ക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒന്നും മുതിരാതെ ദൈവത്തിലേക്ക് തന്നെ നോക്കിയിരുന്നു. ഒരു ദിവസം ഞാൻ ഈ തറ കെട്ടിയിട്ടടുത്തേക്ക് വന്നപ്പോൾ നിറച്ച് പുല്ല് കയറി കാട് പിടിച്ച് കിടക്കുന്നു. അപ്പൊ ഞാൻ യേശപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച ഞങ്ങള് പിടിച്ചു മേടിച്ച് ഒരു തറ കെട്ടണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചൊന്നുമല്ല, ഇങ്ങനെ കിടക്കുക, ചുറ്റുപാടുള്ളവരെല്ലാം വീട് വെച്ചു, ഒരു ദേവദാസന്റെ തറ ഇങ്ങനെ കാടും പിടിച്ചു കിടക്കുന്ന മോശമല്ലേ എന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചു. അവിടെ നിന്ന് ഇങ്ങനെ ചോദിച്ചുള്ളൂ. പിറ്റേ ദിവസങ്ങൾ ആ ഒരാഴ്ചയിൽ തന്നെ തുടർന്ന് മേളിൽ ഏകദേശം വാർപ്പിന് വരെയുള്ള പണം കണ്ടിന്യൂസ് ദൈവമക്കളിലൂടെ വിവിധ ഇടങ്ങളിൽ നിന്ന് കർത്താവ് നൽകി തന്നു. എല്ലാത്തിനും ദൈവത്തിന് മാത്രമാണ് മഹത്വം കൊടുക്കുന്നത്. അങ്ങനെ അതിനുശേഷം ഈ മേളിലത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇതെല്ലാം തേക്കാതെയും കിടക്കുന്നുണ്ട്, എല്ലാം പായൽ പിടിച്ചു പോയി. ഒരു ദിവസം ഞാൻ ഇവിടെ എപ്പോഴും വരത്തില്ല ഇങ്ങോട്ട്. ഒരു ദിവസം ഞങ്ങൾ വാടക വീട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഞാൻ അതിന്റെ താഴത്തെ നിലയില്ല കേട്ടോ, ഞാൻ തൊട്ട് പ്രാർത്ഥിച്ചു. അപ്പൊ ഇതെല്ലാം പായൽ പിടിക്കുക കേട്ടോ. ഞാൻ എന്റെ അപ്പനോട് പറയുന്ന പോലെ തന്നെ എന്റെ ഐശപ്പച്ചനോടും ഞാൻ പറയുന്നത്, ഇതെല്ലാം പായൽ പിടിക്കുക.
അപ്പച്ചൻ നമ്മൾ ബഹളമൊന്നും വെച്ചില്ല, ആ ഹൃദയത്തിന്റെ വേദന അറിഞ്ഞു. കർത്താവ് വേഗത്തിൽ കാര്യങ്ങൾ ചെയ്തു. താഴെ 2 മുറിയും അടുക്കളയും ഹാളും സിറ്റൗട്ടോടും കൂടി പണി പൂർത്തീകരിക്കുവാൻ ദൈവം സഹായിച്ചു. 2021 ഫെബ്രുവരി 10-ാം തീയതി ഞങ്ങൾ അത് 22 ഏപ്രിൽ 10, കാരണം കൊറോണ സീസൺ സമയമൊക്കെ ആയിരുന്നുകൊണ്ട് അധികം വലിയ വിശാലമാക്കാതെ ഞങ്ങളെ സഹായിച്ച പ്രിയപ്പെട്ടവർ നാട്ടിലുണ്ടായിരുന്നതുകൊണ്ട് അവരുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥനയോടെ അതിനകത്ത് കയറി. അതിനുശേഷമാണ് ഞങ്ങളോടൊപ്പം അമ്മ വന്നത്. അമ്മ വന്നപ്പോൾ പാർക്കുവാൻ അസൗകര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞങ്ങളുടെ മുറി വിട്ടുകൊടുത്തപ്പോൾ മുകളിലേക്ക്, അതുപോലെ തന്നെ അല്പം വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ ഈ ദേശത്ത് ഇവിടെ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടും ഞങ്ങൾ ഇതെല്ലാം ഒരു കാര്യം പോലും മാനുഷികമായിട്ട് ചിന്തിക്കാൻ, ഞാൻ എപ്പോഴും ഈ വീട് കാണുമ്പോഴും ദൈവം ചെയ്ത നന്മകൾ കാണുമ്പോഴും സർവശക്തനായ കർത്താവ് ദാനം തന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോഴും ഒന്നും അപ്പ എന്റേതെന്ന് പറയാൻ എനിക്കൊന്നുമില്ല. എല്ലാം അപ്പൻ എന്നെ ദാനം തന്ന കർത്താവ് പറഞ്ഞ വാക്കിനെ അനുസരിക്കുവാൻ തയ്യാറായപ്പോ ആമേ സ്വർഗത്തിലെ ദൈവം നൽകി തന്ന നന്മകളെ എന്റെ ജീവിതത്തിലുള്ളൂ. ആമേ സ്വർഗം കൊണ്ട് ഈ ഭൂമിയിൽ എനിക്ക് ഞാൻ എന്നുള്ള ഭാവത്തോടെ പുകഴുവാൻ ഒന്നുമില്ല. ആമേ കർത്താവ് ഹാലിയ സോദരൻ അറിയാം, നമുക്കറിയാം ദൈവവചനത്തിൽ ആമേ പത്രോസിനെ വിളിച്ചിറക്കിയപ്പോ ശൂന്യമായ പടക്, ഒന്നുമില്ല. ഈ രാത്രി മുഴുവനും അധ്വാനിച്ചു, നമ്മുടെ അധ്വാനത്തിനൊന്നും ഫലം കിട്ടുകയില്ലെന്ന് ദൈവവചനത്തിലൂടെ മനസ്സിലായി. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്ന പത്രോസിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് ഇറങ്ങി വന്ന ആ പടക് തന്റെ സ്വന്തമാക്കി, അല്ലെങ്കിൽ പടകിലേക്ക് കാല് എടുത്തു വെച്ചൊന്ന് ദൈവവചനം സംസാരിച്ച ആ നിമിഷത്തിൽ തന്നെ തന്റെ പടക് മാത്രമല്ല തന്റെ ഹൃദയവും ആത്മാവും എല്ലാം നിറയുന്ന ഒരു അനുഭവത്തിലേക്ക് ആമേ പത്രോസിനെ ആക്കി തീർത്തതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എന്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചത്, സർവശക്തനായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരുന്ന ഉപകാരങ്ങളും നന്മകളും ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല. അതിനേക്കാൾ എല്ലാം ഉപരിയായ ഒരു സന്ദേശം വേഗത്തിൽ ചില നിമിഷങ്ങൾ കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതെന്റെ ജീവിതത്തിൽ എന്നെ വിധങ്ങളാണ് ഇതുവരെയും പറഞ്ഞത്. എന്റെ വ്യക്തിപരമായ ജീവിതവും എന്റെ കർത്താവ് എന്നെ നടത്തിയതും എന്റെ ദൈവം എന്റെ ജീവിതത്തെ അത്ഭുതം ചെയ്തതും എല്ലാം ആമേ സ്തോത്രം ഞാൻ ഇവിടെ പ്രസ്താവിപ്പാനിടയായി തീർന്നു. എന്നാൽ ഹല്ലേലൂയ, ഈ ഭൂമിയിലെ നന്മകളോ ഈ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുന്നതോ അല്ല ഏറ്റവും വലിയ കാര്യം. യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന കർത്താവാണ്. ഒരാൾക്ക് വേണ്ടിയല്ല, സകല മനുഷ്യരും ആരും നിത്യനാശത്തിലേക്ക് പോകാതെ നിത്യസന്തോഷം അനുഭവിക്കണമെന്ന് ആഗ്രഹിച്ച് കർത്താവ് തന്റെ ജീവനെ തന്നതാ. ആ ജീവൻ നമുക്ക് വേണ്ടി തന്നെന്ന് വിശ്വസിക്കുന്ന ആ നിമിഷം ദൈവം നമ്മുടെ ദൈവമായി, ദൈവം നമ്മുടെ പിതാവായി കൂടെ ഇരുന്ന് നമ്മുടെ ഭൗതിക ആവശ്യങ്ങളുടെ മേലും ആത്മീയ ജീവിതത്തിലും കർത്താവ് വഴി നടത്തും. കർത്താവ് പറഞ്ഞത്, മുന്നമേ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ ഇതോടുകൂടി നിന്റെ ആവശ്യങ്ങളൊക്കെ നടത്തി തരും. എന്നാൽ നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുകയല്ല, ഇതിനേക്കാൾ ഉപരിയായി യേശു കർത്താവെ നമുക്ക് കിട്ടി. ആ സ്നേഹം അനുഭവിച്ച് ഈ ഭൂമിയിലെ കഷ്ടതയില്ലാത്തൊരു ജീവിതമല്ല ഭൂമിയിലുള്ളത്. രോഗങ്ങൾ വരാം, എന്നാൽ കർത്താവ് രോഗസൗഖ്യം തരും. കടഭാരം കയറിയെന്നിരിക്കാം, എന്നാൽ കടഭാരത്തിൽ നിന്ന് ദൈവം അത്ഭുതകരമാവണ്ണം മാറ്റിത്തരും. ജീവിതത്തിൽ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകാം, എന്നാൽ ഞെരുക്കങ്ങളിൽ നിന്ന് വിടിവിച്ച് വിശാലതയാക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ ഇതൊന്നും സംഭവിച്ചില്ലെങ്കിലും, രോഗത്തിന് സൗഖ്യം വന്നില്ലെങ്കിലും, കടഭാരങ്ങൾ മാറാൻ മറ്റു നിവൃത്തിയൊന്നുമില്ലാതെ ഭാരപ്പെട്ടാലും, നമ്മൾ ചോദിക്കുന്ന പ്രാർത്ഥനകൾക്കൊന്നും തക്ക സമയങ്ങൾ അതുപോലെ നമ്മുടെ ഇഷ്ടത്തിന് മറുപടി ഒന്നും കിട്ടിയില്ലെങ്കിലും ആമേ സ്തോത്രം നമുക്ക് നിത്യജീവനെ തന്നിട്ടുണ്ട്. ഈ കർത്താവ് ആമേ മനുഷ്യനായി ഭൂമിയിൽ വന്നു, നമുക്ക് വേണ്ടി ജീവനെ തന്നു. കർത്താവ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്ന വേളയിൽ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ്, അല്ലെങ്കിൽ തന്നെ അവിടെ കാത്തു നിൽക്കുന്ന ഭാരത്തോടെ നിൽക്കുന്ന തന്റെ ശിഷ്യന്മാരോട് 2 ദൂതന്മാർ ഇറങ്ങി വന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന എന്ത്? നിങ്ങളെ വിട്ട് ഇപ്പോൾ ഉയരത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തുവേശു പോയതുപോലെ തന്നെ വേഗം വരും. ഇതായിരിക്കണം ഒരു ദൈവവേദന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. മരണശേഷം എല്ലാ മതങ്ങളും മരണശേഷമുള്ള മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ മരണശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതം നിത്യസന്തോഷത്തിന്റെ, നിത്യസ്വർഗത്തിന്റെ അനുഭവമാകണമെങ്കിൽ ഈ ഭൂമിയിൽ നാം എപ്രകാരം ദൈവഹിതപ്രകാരം ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നുവോ അതിനനുസരിച്ച് മാത്രമാണ് നമുക്ക് മരണാനന്തരം നിത്യജീവൻ നമുക്ക് അവകാശമാക്കി മുൻപോട്ട് പോകാൻ ഇടയായിത്തീരുന്നത്. ഈ കർത്താവ് എങ്ങനെ പോയോ അതുപോലെ ഈ മധ്യാകാശത്തിൽ വരും. തനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ വിശുദ്ധ ജീവിതം നയിക്കുന്ന തന്റെ ഭക്തന്മാരെ ചേർക്കാനാണ് വരുന്നത്. എല്ലാവരെയും അന്ന് എടുക്കപ്പെടത്തില്ല, കാരണം എല്ലാവരും എടുക്കണമെന്ന് ആഗ്രഹിച്ചാ വരുന്നത്. പക്ഷെ യേശുവിനെ സ്നേഹിച്ചും യേശുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് മുൻപോട്ട് പോയാൽ മാത്രമേ, ദൈവ ഇതിലായിട്ട് ജീവിച്ചാൽ ഈ
സമൂഹത്തിന് നല്ലവരായി സമൂഹത്തെയും സ്നേഹിച്ച് മറ്റുള്ളവരെയും സ്നേഹിച്ച് ഒത്തിരി പ്രമാണങ്ങൾ ദൈവജനത്തിൽ പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഈ ഭൂമിയിലെ കുടുംബജീവിതം എങ്ങനെയായിരിക്കണമെന്ന്, മാതാപിതാക്കളുടെ റിലേഷൻ എങ്ങനെ ആയിരിക്കണമെന്ന്, കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണമെന്ന് എല്ലാം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അത് വെറുതെ വായിച്ച് ഒരു മാഗസിൻ പോലെ വായിച്ചാൽ പോലും ജീവിതത്തെ സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയും. അത്ര മറ്റു പുസ്തകങ്ങൾ പോലെയല്ല ഇത്. മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നതാ, നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റുന്നതാണ് ദൈവവചനം. ആ ദൈവവചനമാണ് എന്നെ ഇന്നും നിലനിർത്തുന്നത്, എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്, എന്റെ സ്വഭാവത്തെ രൂപീകരിച്ചത്. എല്ലാം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവും ദൈവസ്നേഹവുമാണ്. ആ സ്നേഹത്തിലേക്ക് ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആ ദൈവത്തെ അറിഞ്ഞും അനുഭവിച്ചും ജീവിച്ചാൽ നിത്യമായും അത് ഇന്ന് കേട്ട എന്റെ ജീവിതാനുഭവങ്ങളിലൂടെ ബലം ആരെങ്കിലും പ്രാപിക്കുന്നുവെങ്കിൽ ഈ സാക്ഷ്യം കൊണ്ട് ഞാൻ ധന്യയായി. കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി മാത്രമായിട്ടാണ് ഞാനിത് പറയുവാനിടയായി തീർന്നത്. എല്ലാവരെയും അതിനായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. വിശേഷിച്ച് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസൻ ഡാനിയൽ പാസ്റ്ററിനെയും അരോമ TV ചാനലിലൂടെയുള്ള ഈ ടെസ്റ്റ് മണികളെയും അതിന്റെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും അതിനോട് ചേർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും സർവശക്തനായ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹാകരുണ കർത്താവിന്റെ മടങ്ങുവരെയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഞാൻ എന്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. സർവശക്തനായ ദൈവം എന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. വളരെ അനുഗ്രഹീതമായ ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TVയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവിന്റെ ദാസി മിനി പോളിനെ ദൈവം ശക്തമായി ഉപയോഗിച്ചത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തില് ആ കുഞ്ഞുനാൾ മുതലുള്ളതായ ആ അനുഭവങ്ങളും ഓർമ്മകളും ഓരോന്ന് ദൈവനാമത്തിന് വേണ്ടി പറയുവാൻ ദൈവം കൃപ ചെയ്തു. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ദൈവം ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾ മറന്നുപോകാതെ ദൈവസന്നിധിയിൽ നാം പ്രസ്താവിക്കുമ്പോൾ അതിലൂടെ ദൈവനാമം മഹിമപ്പെടുകയും നമ്മുടെ ജീവിതത്തിൽ ദൈവീയ ഇടപെടലുകൾ ഉണ്ടായത് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുവാനും ഒക്കെ അത് ഉത്സാഹം പകരുവാൻ അത് മുഖാന്തരമായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കർത്താവിൻ ദാസിയെയും കുടുംബത്തെയും ദൈവം ആ നിലകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വന്നതായ ചില സാഹചര്യങ്ങളൊക്കെ വളരെ വേദനാജനകമായി തീർന്നുവെങ്കിലും അതിൻ്റെയൊക്കെ നടുവിൽ അതിനെയൊക്കെ അതിജീവിക്കുവാൻ ആവശ്യമായിരിക്കുന്ന കൃപ കർത്താവ് പകർന്നു തന്ന തക്ക സമയത്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി കുടുംബമായി ഇറങ്ങുവാൻ ദൈവസന്നിധിയിൽ കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ ദൈവം ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയുവാനിടയായി തുറന്നതിൽ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിയെയും ദൈവദാസിനെയും കുഞ്ഞുങ്ങളെയും നിങ്ങളെ കുടുംബമായി ദൈവം പിന്നെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരെ, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തില് സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ ഒരുപക്ഷെ കടന്നു പോകുന്നുണ്ടാവാം. നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്, അധൈര്യപ്പെടരുത്. ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട് എന്നുള്ളതായ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിന്റെ ദാസി മിനി പോളിനെ വിടുവിച്ച ദൈവം നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ, കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾ ഒരു നിമിഷം സമർപ്പിക്കൂ. നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കൂ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആകയാൽ വിശ്വസിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്നതായ ദൈവത്തിന്റെ ശക്തി, അത്യന്ത ശക്തി, ഒരുപക്ഷെ നിങ്ങളുടെ ബലഹീനത പല നിലകളിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പിന്തുടരുന്നുണ്ടാവാം. ഒരുപക്ഷെ മദ്യപാനമായിരിക്കാം, മയക്കുമരുന്നായിരിക്കാം, അല്ലെങ്കിൽ ആത്മഹത്യ പോലെയുള്ളതായ ചിന്തകളായിരിക്കാം, അല്ലെങ്കിൽ വിട്ടുമാറാത്ത രോഗമായിരിക്കാം, കടബാധ്യതയായിരിക്കാം, നാളെക്കുറിച്ചുള്ള ആശങ്കയായിരിക്കാം, മക്കളെക്കുറിച്ചുള്ള ആ ഭാരമായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, ജോലി ഭാരമായിരിക്കാം, കുടുംബ പ്രശ്നമായിരിക്കാം, ജീവിതത്തിലെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏത് വിഷയമായിരുന്നാലും അതിന്റെ നടുവില് അതിൽ നിന്നൊക്കെ അതിനെ അതിജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന കൃപ, ദൈവത്തിന്റെ ശക്തി നിങ്ങളിൽ ദൈവം പകർന്നു തരുവാൻ ശക്തനാണ്. ആകയാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിന് നിങ്ങളെ രക്ഷിപ്പാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ആമേൻ ഏറ്റു പ്രാർത്ഥിക്കുവാൻ ആര് തയ്യാറാകും? നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കും, ഹൃദയങ്ങളെ ആഗ്രഹമാക്കും, കരങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തും. കർത്താവെ, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അങ്ങനോട് സംസാരിക്കണമേ. അവിടുന്ന് എന്നെ തൊടണമേ. അങ്ങന്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങന്റെ ആശ്വസിപ്പിക്കണമേ. അങ്ങന്റെ പ്രശ്നത്തിന് പരിഹാരം തരണമേ. ആമേൻ. അവിടുന്ന് എൻ്റെ കണ്ണുനീർ തുടയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ആര് തയ്യാറാകും? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസ്യമിനെ ഇപ്പോൾ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയെ സഹായിക്കും. പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അടിമകൾ അങ്ങയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ചില നിമിഷങ്ങൾ സാക്ഷ്യത്തോടും കർത്താവ് നടത്തിയ വിധങ്ങളോടും കൂടി അടിങ്ങൾക്ക് ജനങ്ങളോടൊപ്പം ആയിരിക്കാൻ സഹായിച്ചതിനായി സ്തോത്രം. കർത്താവെ, അരോമ ടിവിയിലെ എല്ലാ പ്രേക്ഷകരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവർ, കർത്താവെ, കേൾക്കുന്ന വചനങ്ങൾ നിമിത്തവും സാക്ഷ്യങ്ങൾ നിമിത്തവും അനുഗ്രഹവും വിടുതലും പ്രാപിപ്പാൻ സഹായിക്കണമേ. അടിങ്ങളെ കേട്ട പ്രിയപ്പെട്ടവർ, അവർ ഏതെങ്കിലും മാനസികമോ ശാരീരികമോ മറ്റേതെങ്കിലും തരത്തിൽ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ കർത്താവിന്റെ കരങ്ങൾ നീട്ടി അവരെ സൗഖ്യമാക്കണമേ. കടഭാരത്തിലും നിരാശയിലും ആയിരിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവ് അവർക്ക് വിടുതൽ അയക്കണമേ. മാനസികമായി ഭാരപ്പെടുന്നവരെ കർത്താവ് ധൈര്യപ്പെടുത്തണമേ. കർത്താവെ, ആത്മഹത്യക്കുള്ള ചിന്തകൾ കടന്നു വന്ന് നിരാശയോടെ ആയിരിക്കുന്നവരെ ആ ഒരു ചിന്താഗതിയിൽ നിന്നും മാറ്റി ആത്മഹത്യ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല എന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ, യേശുവിന്റെ സ്നേഹം അറിയുവാൻ, കർത്താവിനുള്ള വിടുതൽ പ്രാപിപ്പാൻ ദൈവം സഹായിക്കണമേ എന്നടിങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. തിരുക്കരങ്ങളിൽ സമ്പൂർണമായി കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളെയും ഏൽപ്പിച്ച് അവരുടെ ജീവിത പ്രശ്നങ്ങളെയും തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചടിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥനകൾ കേൾക്കുന്നതിനായി നന്ദി പറയുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. വളരെ നന്ദി കർത്താവിന്റെ സിസ്റ്റർ മിനി. ഇപ്പോൾ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതാനുഭവ സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ആശീർവാദമായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായി കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാനിടയായിത്തീരും. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.